ഗൈസ്, അപ്പൊ നമ്മളെ സ്പോട്ടിഫൈ ലിസണേഴ്സ് ഒരു കാര്യം പറഞ്ഞിരുന്നു. അവര് നമ്മളെ വീഡിയോ കാണാഞ്ഞിട്ട് ഈ ഗസ്റ്റ് ആള് വരുമ്പോ അവർക്ക് അറിയില്ല ഇത് ആരാ സംസാരിക്കുന്നത്. നമ്മളെ നാലാളി ശബ്ദം ഫെമിലിയർ ആവും. നമ്മളെല്ലാം അവസാനമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലേ. യെസ്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു കമന്റ്, ഞാൻ സ്പോട്ടിഫൈ നമ്മളെ മാറ്റിയെടുത്തല്ലോ, RSS ഫീഡിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് സ്പോട്ടിഫൈയിലോട്ട് തന്നെ മാറ്റി. അപ്പോൾ ഒരുപാട് കമന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടതില് ഞാനിപ്പോഴത് ശ്രദ്ധിക്കണേ. അപ്പൊ ഇന്ന് നമ്മളെ ഗസ്റ്റ് എന്ന് പറയുന്നത് ഡാമിനെ കുറിച്ച് കൂടുതൽ അങ്ങനെ പറയാതെ ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ അതല്ല, രജിത്ത് ഞങ്ങളെ ഫ്രണ്ടാണ്. ഇവിടുത്തെ ആർക്കോൺ ഫുട്ബോൾ ക്ലബിൻ്റെ ഫസ്റ്റ് ഗോൾ കീപ്പർ. പിന്നെ ഫാരിസിനെ ഇവിടെ എത്തിക്കാൻ ഒരു റീസൺ ആയ ഒരാള്. ഫാരിസ് ഒരു കാരണവശാലും അന്നത്തെ അവസ്ഥ അങ്ങനെയായിരുന്നു. എനിക്കൊക്കെ അറിയാം, അവനെ രക്ഷപ്പെടുത്താൻ നോക്കിയതാ. അപ്പൊ രജിത്തും ഫാരിസും ഒരു സ്കൂളിലാണ് പഠിച്ചല്ലേ, പക്ഷെ ക്ലാസ്മേറ്റ്സ് അല്ലായിരുന്നു. ഞാൻ സയൻസ്. ഓക്കെ. രജിത്തിന്റെ നാട്, രജിത്തിനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ രജിത്ത്, ഞാനിവിടെ പോളണ്ടിൽ വന്നിട്ട് 19 വന്നാണ്. പ്രിയങ്കരനായ ഇപ്പം എല്ലാം അറിയപ്പെടുന്ന ഫാരിസിന്റെ കൂടെ പഠിക്കാൻ പറ്റിയതാണ് ഭാഗ്യം. ഞങ്ങൾ പണ്ട് സ്കൂളിൽ ഒരുമിച്ച് മറ്റേ വേൾഡ് കപ്പ് ഒക്കെ നടക്കുന്ന സമയത്ത് മറ്റേ ബ്രസീൽ അർജന്റീന കളിക്കുമ്പോൾ ഞങ്ങൾ ബ്രസീലൊക്കെ ആയിട്ട് അർജന്റീന പൊട്ടി നല്ല അടിപൊളിയായിട്ട്. പക്ഷെ നമ്മൾ അന്ന് അടിപൊളിയായിട്ട് മഴയത്തൊക്കെ കിടന്ന് നല്ല ഷോ ആയിരുന്നു. പിന്നെന്താ, പിന്നെ ഇവിടെ വന്നിട്ട് നമ്മുടെ മലയാളി കൂട്ടായ്മയുടെ മലയാളികളെല്ലാവരും കൂടി ഉണ്ടായിട്ട് തുടങ്ങിയിട്ട് പിന്നെ ആർക്കോൺ FC എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലബിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ കളിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കുറേ കളി കളിച്ച് ഗോൾ കീപ്പറാണ്. പ്രായം തളർത്തുന്നത് വരെ കളിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതെ, രജിത്തിനെ ഫസ്റ്റ് ഞാൻ കണ്ടപ്പോൾ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഓവർ വെയിറ്റ് ആണെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും കൂടുതലുണ്ടായിരുന്നു. പക്ഷെ രജിത്ത് എങ്ങനെ ഡയറ്റ് ചെയ്ത് ഇങ്ങനെ കുറച്ചെങ്ങനെ? അത് മെയിനായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് തന്നെ ഡ്രസ്സ് ഇടുമ്പോൾ നമുക്ക് ദേഷ്യം വരും, നമുക്ക് ഭ്രാന്താവും. തേങ്ങത് ഒന്നും സെറ്റ് ആവണില്ല. നമ്മളിപ്പോൾ പോയി പണ്ടത്തെ ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല, പുതിയ ഡ്രസ്സ് ഇടുമ്പോൾ വൃത്തിയില്ല, കളിക്കാനും പറ്റുന്നില്ല. പിന്നെ അതിലിടയ്ക്കൊന്ന് നാട്ടിൽ പോയപ്പോൾ അവരുടെ ഒടുക്കത്തെ മോട്ടിവേഷനും കൂടി കാരണം തിരിച്ചു വന്നപ്പോൾ പിന്നെ എന്തായാലും തീരുമാനിച്ചു ഇനി തടി കുറയ്ക്കാതെ. ഓക്കെ. പിന്നെ ഡയറ്റ്, ഫുട്ബോള്, ഫുഡ് കൺട്രോള്. അത് ഇങ്ങനെ ഒരു 1-2 മാസം ഞാൻ നാട്ടിൽ പോയിട്ട് വന്നപ്പം, ഞാൻ 3 വർഷം കഴിഞ്ഞിട്ടാണ് നാട്ടിൽ പോയത്. അപ്പോൾ ഒരു 107 കിലോന്റെ അടുത്തായി. 107? ഞാനിപ്പോൾ ഓളണ്ടിക്ക് വരുമ്പോൾ ആകെ 88 കിലോ അങ്ങോട്ടേ ഉള്ളൂ, 89 കിലോ കൊണ്ടേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ ലൈഫ് സ്റ്റൈലും ഇനാക്ടിവിറ്റിയും ഒക്കെ കാരണം അങ്ങനെ. പിന്നെ നാട്ടിൽ പോയിട്ട് നമ്മൾ കാണാത്ത കുറെ ഫുഡ് കാണുമ്പോൾ നമുക്ക് ആക്രാന്നുണ്ടല്ലോ, മന്തി, ഇത് 3 വർഷത്തിന് ശേഷം മറ്റേ ഇപ്പോൾ ഉള്ള മറ്റേ സാധനം ഷർബത്ത് മൊഹബത്ത് ഷർബത്ത് ഇതൊക്കെ വാങ്ങി കുടിക്കന്നെ. അത് കുടിച്ച് തിരിച്ച് വന്നപ്പോൾ 107 കിലോ ആയി. പിന്നെ കളിക്കാനൊന്നും പറ്റുന്നില്ല, ജോയിന്റ് പെയിന് സംഭവം. അങ്ങനെ ഡയറ്റ് നല്ല സമ്മറായിരുന്നു ഇവിടെ. നമുക്ക് സമ്മറാകുമ്പോൾ ഒരു പകുതി എഫേർട്ട് കൊടുത്താൽ മതി വിചാരിച്ചിട്ട് അങ്ങനെ ഫുഡ് നല്ല കൺട്രോൾ ചെയ്ത് 5 നേരം ഭക്ഷണം കഴിച്ച് 2 നേരം കളിച്ചു, 1 നേരം ജിമ്മിൽ പോയി. ഒരു 1.5-2 മാസം കൊണ്ട് ഒരു 14 കിലോ കുറഞ്ഞു. എന്നിട്ട് ഇപ്പൊ വീണ്ടും ഒന്ന് നാട്ടിൽ പോയപ്പോ ഒന്ന് കുറച്ചും കൂടി തടിച്ചു. ഇനി മോട്ടിവേഷൻ ഇല്ല, അത് കുറച്ചും കൂടി മോട്ടിവേഷൻ കണ്ടുപിടിച്ചിട്ട് ഇനി തിരിച്ചു വരണം. കളിയിലാണെങ്കിലും നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം അന്ന് നമ്മൾ കീപ്പറിന് ആവശ്യം ഉണ്ടായിരുന്നല്ലോ. നമുക്ക് 2 വർഷം മുന്നേ ഇവിടെ നടത്താവായ ടൂർണമെന്റ്, ആ ടൈമിൽ നമുക്ക് കീപ്പർ ഇല്ലായിരുന്നു. അന്നാണ് സഫീറിനെ റെഡിയാക്കി എടുക്കുകയായിരുന്നു. എന്നിട്ട് ബെസ്റ്റ് കീപ്പർ രജിത്തായിരുന്നല്ലോ. ഫ്ലെക്സിബിലിറ്റി ഫേസ് ചെയ്തത്. അതായത് കളിക്കുമ്പോൾ ആ കീപ്പറിന് വേണ്ട ഫ്ലെക്സിബിലിറ്റി ആണല്ലോ, മീൻസ് പെട്ടെന്ന് എന്താ റിയാക്ട് ചെയ്യാനൊക്കെ ഉള്ളത്. ആ ഫ്ലെക്സിബിലിറ്റി അവന് അന്നത്തെ ട്രെയിനിങ്ങിനൊക്കെ ശേഷം നല്ല ഉണ്ടായിരുന്നു. പക്ഷെ ചില കീപ്പേഴ്സ് ഇല്ലേ, തടി ഉണ്ടെങ്കിലും അവര് ഡൈവൊക്കെ ചെയ്യുന്ന കേട്ടോ എങ്ങനെ സാധിക്കുന്നെന്ന് ആലോചിച്ച് പോകും, ശരീരം വെച്ചിട്ട്. അതൊരു സംഭവം തന്നെയാണ്. എന്താ എനിക്ക് തോന്നുന്നത്, അവരെ ചെറുപ്പത്തിൽ ചിലപ്പോൾ നല്ല മെലിഞ്ഞ ശരീരമാവാം, അപ്പോൾ ഉള്ള ആ ഒരു എനർജിയും അവർക്ക് ആ ഒരു ഐഡിയാസൊക്കെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ തടി അവർക്ക് ചിലപ്പോൾ ഒരു വിഷയം ആവാറില്ല, പക്ഷേ ഇഞ്ചുറി പറ്റും അങ്ങനെ ആകുമ്പോൾ. അതാണ് പ്രശ്നം. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഫുട്ബോൾ കളിക്കുമ്പോൾ ഇപ്പോൾ ആരായാലും ഇപ്പോൾ ഒരു 60 വയസ്സായുള്ള ആൾ കളിക്കുമ്പോഴും
20 വയസ്സായുള്ള ഫുട്ബോൾ കളിക്കുമ്പോൾ ഇപ്പൊ നമ്മളെ നാട്ടിൽ പോകുമ്പോൾ തന്നെ നമുക്കറിയാം. ഇപ്പൊ നമ്മള് ഒരു നാട്ടിൽ നമ്മൾ പാടത്ത് കളിക്കുമ്പോൾ അവിടെ നമ്മുടെ കൂടെ ചിലപ്പോൾ കല്യാണം കഴിഞ്ഞവരുണ്ടാവും, ഇപ്പൊ സ്കൂളിന് ലീവുള്ളവർ കളിക്കുന്നുണ്ടാവും, പണി മാറ്റി വരുന്നവർ കളിക്കുന്നുണ്ടാവും, എല്ലാവരും കളിക്കുന്നുണ്ടാവും. ആ സമയത്ത് ആരും ഫുട്ബോളിന്റെ ടൈമിൽ ആരും ഒന്നും നോക്കില്ല, എല്ലാവരും കളിക്കുള്ളൂ. അത് കഴിഞ്ഞ് വീട്ടിൽ പോയി ഒന്നെങ്കിൽ കുളിക്കുമ്പോൾ അല്ലെങ്കിൽ പിറ്റേ ദിവസം പണിക്ക് പോകുമ്പോഴാണ് നമുക്ക് ഇതിന്റെ എഫക്ട് വരുന്നത്. അതാണ് ഫുട്ബോളിന്റെ ഒരു എന്താ പറയാ സ്പെഷ്യാലിറ്റി. ആ സമയത്ത് ഇപ്പൊ നമ്മൾ ഈ റീലും ഇതൊക്കെ കാണുന്ന പോലെ തന്നെ, അതിപ്പോ റീൽ വരുന്നേക്കാളും മുന്നേ അങ്ങനെ തന്നെ. എന്താ സംഭവിച്ചാൽ ഈ കളിയിലാണ് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊന്നും ചിന്തയൊന്നും. നമ്മള് പനി ഉണ്ടെങ്കിൽ കളിക്കുമ്പോൾ അറിയില്ല, നമ്മളെ ഫോണൊക്കെ മാറ്റി വെക്കും, നമ്മളെ മനസ്സിലുള്ള പ്രശ്നങ്ങളൊന്നും നമ്മൾ ആലോചിക്കില്ല. കംപ്ലീറ്റ്ലി ഈ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ നമ്മൾ മാറ്റി വെച്ച് ഫുള്ളി ഫോക്കസ്ഡ് ആയൊരു സംഭവമാണ് ഫുട്ബോൾ. അതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ പരിക്കാണെങ്കിലും പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചെല്ലുന്നത് കളിക്കാൻ. ഈ എത്ര പ്രായമായ ആൾക്കാർ പോലും ചെല്ലുന്നത്. അല്ലാതെ അവർക്ക് പിന്നെ എന്താ പറയുക, ജസ്റ്റ് ഒരു സ്പോർട്സ് എന്നുള്ള കാര്യം കൊണ്ട് മാത്രമല്ല, മെന്റലി ഇത് കുറെ എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അതന്നെ, നമുക്ക് തന്നെ ഇപ്പൊ ഇത്രയും ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുമ്പോൾ ആഴ്ചയിലൊരിക്കലും കളിക്കാൻ ആശ്വാസം തരുന്നത്. അതെ അതെ. അല്ല ഇപ്പൊ ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ തന്നെ മുട്ട് വയ്യാണ്ട് ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു കളിക്കണം, ഇനിയിപ്പോ ജിം പോരെ. എനിക്ക് ഒരു 1-2 മണിക്കൂർ നമ്മ എക്സ്ട്രാ സ്ട്രെയിൻ കൊടുത്തിട്ട് നിൽക്കുമ്പോൾ മുട്ട അങ്ങോട്ട് വീർക്കും. മുട്ട് വീർത്തിട്ട് പിന്നെ ഒരു 2 ദിവസം അങ്ങനെ തന്നെ നീര് വയ്ക്കും. അപ്പൊ പിന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു കളിക്കണോ? ഞാൻ പറഞ്ഞു കളിക്കണം, കളിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്, കളിച്ചില്ലെങ്കിൽ ആകെ പ്രാന്തവോടെ ഇരുന്നിട്ട് എന്ന് പറഞ്ഞു കളി നിർത്താൻ പറ്റുമോ നോക്കുന്നു. ഇവിടെ വന്നു പിറ്റത്താഴ്ച തന്നെ കളിക്കാൻ പോയി, വീട്ടിൽ അതേപോലെ തന്നെ ഞാൻ പറയാം, ഇഞ്ചുറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അധികം ഗ്രൗണ്ടിലേക്ക് പോവരുത്. നമ്മൾ ആദ്യം കളി കാണാൻ പോകുന്നത്, പക്ഷെ അത് ഭയങ്കര ഡേഞ്ചർ. കളി കാണാൻ പോയോ നമ്മൾ കളിച്ചിരിക്കും, ഉറപ്പാണ്. അതുകൊണ്ട് ഇഞ്ചുറി കാര്യങ്ങളാണെങ്കിൽ കളി കാണാൻ പോരുത്. പക്ഷെ ഇരിക്കാൻ പറ്റില്ലേ, അതാണ് പ്രശ്നം. കാരണം എന്താ വെച്ചാല് ഞാനിപ്പോ പണ്ട് നിന്നേർന്ന വീട് നേരെ ഗ്രൗണ്ടിന്റെ അടിയിലാണ്. അപ്പൊ നമ്മള് കളിക്കുന്ന ഗ്രൗണ്ട് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ജനലൊന്നും നോക്കിയേക്ക് കാണാൻ പറ്റും. എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റണ്ടേ, ഞാൻ അതുകൊണ്ട് നമ്മൾ കളിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പൊ എങ്ങനെയായി. അപ്പൊ എല്ലാവരും ശരീരം നോക്കി കളിക്കുക. അങ്ങനെയാണെങ്കിൽ ഒന്നും കുഴപ്പമില്ല. കാരണം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവനവന് മാത്രമേ ഉണ്ടാവുള്ളൂ. ലാസ്റ്റ് നമുക്ക് എന്തെങ്കിലും സീരിയസ് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇവിടെയാണെങ്കിൽ തിരിഞ്ഞു നോക്കാൻ പോലും ആരും ഉണ്ടാവില്ല. കാരണം എല്ലാവരും ഓട്ടത്തോടെ ഓട്ടാണ്, പണി ഒക്കെ ആയിട്ട് പോകുമ്പോ നമ്മള് മാത്രം ഉണ്ടാവുള്ളൂ. ഈ കാര്യത്തിൽ എക്സ്പീരിയൻസ്ഡാണ് ഇവിടെ ഇരിക്കണ എല്ലാവരും. പരിക്ക് പറ്റി കടന്നിട്ടുള്ള നമ്മളെല്ലാരും ഇങ്ങനെ കടന്നിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പൊ പാരീസ് 2 ദിവസം മുമ്പ് എക്സ്റേ എടുത്ത് വന്നിട്ടുള്ളൂ. തക്കു ഇഞ്ചേർഡ് ആയിട്ട് 1.5 കൊല്ലമായിട്ട് ഒരു 3-4 മാസം കിടപ്പിലായിരുന്നു അല്ലേ? 3-4 മാസം കിടപ്പിലായിരുന്നു. പിന്നെ ഇവിടെ ആകെ ശക്തൻ നിഷിൻ മാത്രമാണ്. 2-3 മാസം. ഓക്കെ, 2-3 മാസം കടന്നു, ഒരു കൊല്ലത്തോളം ബ്രേക്ക് എടുത്തു, എന്നിട്ട് കളിച്ചു. റെഡി ആക്കണം. 100% റെഡി ആവൂല. കളിച്ചല്ലോ. ഫ്രാക്ചർ ആണ് ലിഗമെന്റിന്, പക്ഷേ കളിക്കും. എനിക്ക് ഇവിടെ എന്റെ സ്റ്റീലാണ്, എന്റെ ജോലൈന് പൊട്ടി. എന്റെ ജോന്റെ അവിടെ സ്റ്റീല്, എന്റെ ഈ കൈയില്ലേ എല്ല് പൊട്ടിയിട്ട് ഇങ്ങനെ ഷേപ്പായിരുന്നു. ഞാൻ +2 പഠിക്കുമ്പോ ഞാൻ പിടിച്ചു കാണും ഇങ്ങനെ ആക്കി. ശരിക്കും എന്താ വെച്ചാൽ ആ വേദനയിൽ അറിയില്ല നമ്മള് കയ്യിന് എന്താ പറ്റി തരിച്ചിട്ട് ഞാൻ കണ്ടാക്കി. എന്നിട്ട് ഇത് കണ്ട ഒരാളുണ്ടായിരുന്നു അവിടെ എന്റെ അടുത്ത്, അയാള് തലമിഞ്ഞു വീണ്. എനിക്കൊന്നും പറ്റില്ല. ഇത് കണ്ട എന്റെ നാട്ടിലത്തോരാരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയ കഥ. കേരളോത്സവത്തിന് ഉണ്ടായ കഥ ഇങ്ങോട്ടില്ലേ. ഇതും കണ്ട് ഞാനാക്കി, എനിക്ക് തരിപ്പിലൊന്നും അറിഞ്ഞില്ല. എല്ലാം പൊട്ടിട്ട് നിൽക്കണേ. ഇവിടെ അടയാളുണ്ട്. ഞാനില്ല, എന്റെ തന്നെ മിസ്റ്റേക്ക്. ഞാൻ കൈ കുത്തിയിട്ട് എന്റെ കാലേ ടൈം പോയാണ്ട് വീണ് മുട്ട്. എനിക്ക് അതാണ് എന്റെ ഓർമ്മയില്, വേറെ ഒന്നും എന്റെ ഓർമ്മയിലില്ല. ഒരാൾ അറ്റാക്ക് ചെയ്ത് അങ്ങനെ ഉണ്ടാവില്ല, ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ കട്ട. അപ്പൊ എന്താ വെച്ചാ എനിക്ക് അന്ന് ഈ കൈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് സ്റ്റീൽ എടുക്കാൻ ഒരു ഓപ്പറേഷൻ അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇനി ഫുട്ബോൾക്ക് എങ്ങനെ തിരിച്ചു വരും. പിന്നെ അങ്ങോട്ട് എനിക്ക് കംപ്ലീറ്റ്ലി ഫിയർ ഇല്ലാതെ കളിക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. എപ്പോഴും ഒരു പേടിയാ മനസ്സിൽ. പിന്നെ ആ പേടി ഡേഞ്ചറായി. പേടി ഉണ്ടായി കളിച്ചാലും പ്രശ്നമാണ്. അങ്ങനെ വന്നു ജോക്ക് ഞാൻ എടുത്തിയ പൊരുത്തം വന്നോട് ഒറ്റടി പല്ലൊക്കെ അങ്ങോട്ട് പൊന്തി. അതാണ് എനിക്ക് നല്ല വേദന ഇഞ്ചറി. അത് അലിഞ്ഞു പോകുന്ന പറഞ്ഞാൽ ഞാൻ പോയിട്ട് ഇപ്പഴത്തെ പല്ലൊന്ന് റെഡിയാക്കാൻ വേണ്ടി എക്സ്റേ എടുത്തപ്പോ ഇത് അലിഞ്ഞു പോയില്ല. ഇത് അയാൾ എന്റെ അടുത്ത് പറഞ്ഞ സ്റ്റീലാവില്ല, വേറെ എന്തൊരു മെറ്റീരിയൽ ആണ്, ലോ ക്വാളിറ്റി സ്റ്റീൽ. അല്ല എന്നിട്ട് അത് ഞാൻ പോയപ്പോ ഡോക്ടർ പറഞ്ഞു എന്റെ ഒക്കെ ആകെ അവരെന്താ സെറ്റാക്കി വെച്ചാ ഇതൊരു 2014
കൈ ഒടിഞ്ഞ് 2012, ഇത് 2014. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് പിന്നെയും ഡിസ്ലൊക്കേറ്റഡ് ആയി കൈ. അല്ല അപ്പൊ നിങ്ങളാ പല്ലിനൊന്നും പറ്റില്ല? എനിക്ക് ആകെ പ്രശ്നം ഉണ്ടാടാ, എനിക്കിപ്പോഴും പ്രശ്നമൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ആകെ പ്രശ്നം, ഇതൊക്കെ അവരെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാണ് സംഭവം. പല്ലോ പക്ഷെ എനിക്ക് നല്ല അറിയപ്പോ ഫൈസലിന്റെ തിങ്കിങ് ലെവലൊക്കെ മാറിയത് തലക്കും കൂടി എന്താ അല്ല, അവിടെയാണ് എനിക്ക് ചേഞ്ച് വന്ന ലൈഫില്. എന്താ വെച്ചാൽ ഞാൻ ഇനി ഫുട്ബോള് കഴിഞ്ഞു, ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ട പിടിച്ചു നിൽക്കണേ. പഠനത്തിനാണ് ഫോക്കസ് ചെയ്ത് പഠനത്തിനാണ് ഫോക്കസ് ചെയ്ത്. എടാ വേറെ ഒന്നും ഇല്ല, വെറുതെ ഇരിക്കല്ലേ. അങ്ങനെ എനിക്ക് 10ാം ക്ലാസ്സിൽ D+ ഉള്ള ആളാ ഞാൻ പാസ്സായിന്നുള്ളൂ. D+ ഉള്ള ആളാ എനിക്ക്. ഈ അക്കുവിന് ഫുൾ A+, നിഷിന് ഫുൾ A+, പാരിസിന് ഫുൾ A+, എനിക്ക് D+ ഉള്ള ആളാ. എൻ്റെ +2 എനിക്ക് കുറച്ച് ഇമ്പ്രൂവ് ഉണ്ട്. പക്ഷെ ഞാൻ ഡിഗ്രി ലാസ്റ്റ് എത്തിയപ്പോഴത്തേക്കും ക്ലാസ്സിൽ ഏറ്റവും ടോപ്പ് ഞാനാ. ലാസ്റ്റ് സെമസ്റ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഞാൻ ഈ ഫുട്ബോൾ നിർത്തിയേക്ക് ഞാൻ പിന്നെ ഇതിൽ ഫോക്കസ്ഡായി, പഠനമായി. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേ. പിന്നെ എനിക്കെപ്പോഴും അറിയായിരുന്നു ഇതൊക്കെ കയ്യിൽ കിട്ടും, പഠനം കളി ഉണ്ടെങ്കിലും ഞാൻ എങ്ങനെയൊക്കെ പാസ്സായി പോകുന്ന ഒരാളായിരുന്നു സ്കൂളിലൊക്കെ. പക്ഷേ പിന്നെ അങ്ങനെയാണ് സംഭവം വന്നത്. പിന്നെ എനിക്ക് രജിത്തിനോട് ചോദിക്കാനുള്ളത്, രജിത്ത് പ്രീമിയർ ലീഗൊക്കെ നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങളും കാണാറുണ്ട്, പക്ഷെ രജിത്തിനെ പോലെ ഫുള്ളായിട്ട് ഒരു ഡൈഹാർഡ് ഫാനൊന്നും അല്ല. നല്ല രീതിക്ക് ഫോളോ ചെയ്ത ആളായിരുന്നു, പക്ഷെ ഇപ്പോൾ അധികം. ഓക്കെ, അപ്പോൾ രജിത്തിന്റെ അടുത്ത് ചോദിക്കാനുള്ളത്, രജിത്ത് ചെൽസിയുടെ ജേഴ്സി ഒക്കെ ഇട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി രജിത്ത് ചെൽസിയുടെ ഫാനാണ്. എന്ത് പറ്റി ചെൽസിക്ക്? ഇന്നലെ ഇവിടെ ആരാ വന്നിരുന്നത്, മറ്റേ വസീം വന്നിട്ട് പറഞ്ഞു ചെൽസിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനും പിന്നെ RCBക്കും ഒരേ അവസ്ഥയാണ്. അല്ലെ ഞാൻ തിരിച്ചു പറഞ്ഞേ, നോ ചെൽസിനെ ഞാൻ ലിസ്റ്റ് നിന്ന് മാറ്റണം. ഞാൻ ചെൽസി ഫാൻ അല്ല, എന്നാലും അതിന് മാറ്റണം എന്ന് പറയാൻ കാരണം ചെൽസി കുറച്ച് വർഷം മുമ്പ് ഇത് അടിച്ച ആൾക്കാരാണ് ചാമ്പ്യൻസ് ലീഗ്. ചെൽസിക്ക് നല്ല ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ രജിത്ത് എന്ത് പറ്റി ചോദിച്ചാൽ ഇപ്പോൾ ഫസ്റ്റ് നമ്മളെ മുന്നത്തെ പോഡ്കാസ്റ്റിൽ RCBയും ചെൽസിയൊക്കെ കമ്പയർ ചെയ്ത പോലെ സൗത്ത് ആഫ്രിക്കയും കൂടി ആഡ് ചെയ്യണമെന്നാണ് ഇതിൻ്റെ ഒരു ഇത്. കാരണം എന്താ വെച്ചാൽ മറ്റേ കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ് ഇവർ തോറ്റുപോയവരാണ് പോലത്തെ പട്ടികയിൽ കൂട്ടാൻ പറ്റുന്ന ടീമുകളാണ് ഇവരൊക്കെ. ചെൽസിക്ക് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് എൻ്റെ ഒരു കോൺസെപ്റ്റിൽ എല്ലാ ചെൽസി ഫാൻസ് ഇതിനോട് യോജിക്കുമെന്ന് എനിക്കറിയില്ല. മെയിനായിട്ട് റോമൻ അബ്രമോവിച്ചിൻ്റെ പതനം, അല്ലെങ്കിൽ ആൾക്ക് റഷ്യയോട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും ഇഷ്യൂസും കാരണം ആളനെ പുറത്താക്കേണ്ടി വന്നു റോമൻ അബ്രമോവിച്ചിനെ, ഓണറിനെ. അതിന് പകരം വന്നത് ഒരു US ബിസിനസ് മാഗ്നറ്റ് ടോഡ് ബോലി എന്ന് പറഞ്ഞ ഒരാളാണ്. ആള് വന്നതിന് ശേഷം എന്താണ് നടക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇപ്പൊ ഈ എൻസോ ഫെർണാണ്ടസ് ഉണ്ടല്ലോ, നമ്മുടെ അർജന്റീനയുടെ എൻസോ ഫെർണാണ്ടസ് ജോയിൻ ചെയ്തിട്ട് 5ാമത്തെ കോച്ചിനായിട്ടാണ് എൻസോ ഫെർണാണ്ടസ് ഇപ്പൊ കളിക്കാൻ പോകുന്നത്. എത്ര വർഷത്തിനിടയിൽ? 2 വർഷത്തിന്റെ ഇടയിൽ. അപ്പോ ഈ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ടോഡ് ബോലിയുടെ ഒരു സിസ്റ്റം നമ്മുടെ ചെൽസി പ്ലേയേഴ്സിനും ചെൽസി ഫാൻസിനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ എക്സ് പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, ഇപ്പൊ ലേറ്റസ്റ്റ് ന്യൂസ് എന്താന്ന് വെച്ചാൽ 13ാം സ്ഥാനത്ത് കിടന്നിരുന്ന ഒരു ടീം ഉണ്ടംപൊരിയായി ആകെ കോമഡിയായി റെലഗേഷനിൽ ഉണ്ടാവുന്ന ഒരു ടീം മൗറീഷ്യോ പൊച്ചറ്റീനോ എന്ന് പറഞ്ഞ ഒരു കോച്ച് വന്നിട്ട് ആ പ്ലെയേഴ്സിൻ്റെ ഇപ്പോൾ നമുക്കൊരു കപ്പടിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സ്കില്ലല്ല വേണ്ടത്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടോപ്പ് പ്ലെയേഴ്സ് ഉള്ള ടീമല്ല കപ്പടിക്കുന്നത്. ഒരു ടീം വർക്കും ഒരു ഇതുള്ളപ്പോഴാണ് നമുക്ക് അതാണ് ഈ സിറ്റിയുടെ ഒക്കെ മെയിൻ കാര്യം. അപ്പോൾ ഇത് ഇല്ലാത്തടത്തോളം ടീമുകൾ തമ്മിലുള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ പ്ലെയേഴ്സും കോച്ചും മാനേജ്മെൻറ്റും തമ്മിലുള്ള ഒരു റിലേഷൻ, മാനേജ്മെൻറ്റിനെ ഒഴിവാക്കിയാൽ പോലും പ്ലെയേഴ്സും കോച്ചും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ 5 കോച്ചുമാരിങ്ങനെ ഓരോ വർഷം മാറി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ഒരിക്കലും നടക്കില്ല. ഇപ്പോൾ പൊച്ചറ്റീനോനായിട്ട് എല്ലാവരും ലിങ്കായിട്ട് ആളുടെ ഹാർഡ് വർക്ക് കൊണ്ട് 12ാം സ്ഥാനത്ത് നിന്ന് 6ാം സ്ഥാനം വരെ എത്തി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ. എന്നിട്ട് മിഞ്ഞാന്ന് പൊച്ചറ്റീനോനെ പുറത്താക്കി. പൊച്ചറ്റീനോ അവർ പറയുന്നത് രണ്ടുപേരും മ്യൂച്വൽ ടേംസിലാണ്, അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പോയതെന്നാണ്. പക്ഷേ ഇവരിത് മുന്നേ ആർസനലിനോട് തോറ്റപ്പോൾ തന്നെ ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നാണ് റൂമേഴ്സ് പരക്കുന്നത്. കറക്റ്റ് നമുക്കറിയില്ല, നമുക്ക് ഫെബ്രീസിയോ റൊമാനോ അല്ലാതെ വേറെ ആരും ഇല്ല ഇങ്ങനത്തെ ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ചെൽസിയുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ യങ് ആയിട്ടുള്ള ഒരു കോച്ചിനെ കൊടുത്തിട്ട് ടീമിനെ സസ്റ്റെയിൻ ചെയ്യുക, പ്രീമിയർ ലീഗിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു കളി കളിച്ച് ജയിപ്പിക്കുക എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. ഇപ്പോൾ ഇനി നടക്കാൻ പോകുന്ന ഫൈനലിൽ സിറ്റി യുണൈറ്റഡും സിറ്റി ജയിച്ചു കഴിഞ്ഞാൽ ചെൽസി യൂറോപ്പ ലീഗ് കളിക്കും. FA കപ്പിന്റെ ഫൈനല് സിറ്റി യുണൈറ്റഡും. അഥവാ ഇനി സിറ്റി തോറ്റ് യുണൈറ്റഡ് ജയിക്കുകയാണെങ്കിൽ കോൺഫറൻസ് ലീഗ് കളിക്കും. അപ്പൊ എന്തായാലും ഒരു യൂറോപ്യൻ കോമ്പറ്റീഷൻ
കുറേ നാൾക്ക് ശേഷം ചാമ്പ്യൻസ് ലീഗിന് ശേഷം ചെൽസിക്ക് ഇപ്പോൾ കിട്ടുകയാണ്. അതാണ് ഇപ്പോൾ ഈ സീസണിൻ്റെ ഒരു ഗുണം, ഞങ്ങൾക്കുള്ള ഒരു ആശ്വാസം. ആ സമയത്താണ് ഇപ്പോൾ ഇടിമിന്നൽ പോലെ പൊച്ചറ്റീനോനെ പുറത്താക്കിയത്. ഇനിയിപ്പോൾ ആര് വരും, എന്ത് വരും, എങ്ങനെയാവും? കാരണം ഇപ്പോൾ ട്വിറ്ററിൽ നടക്കണം എന്താന്ന് വെച്ചാൽ, ട്വിറ്ററിൽ ഇൻസ്റ്റാഗ്രാമിൽ നടക്കുന്ന വെച്ചാൽ ചെൽസിയുടെ വാട്സപ്പ് ഗ്രൂപ്പ് നിശബ്ദമാണ് പൊച്ചറ്റീനോ പോയതിന് ശേഷം എന്നാണ് പറയുന്നത്. എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് അറിയില്ല. കാരണം പ്ലെയേഴ്സ് ശരിക്കും അത്രയും ആളെ ഭയങ്കര ഇഷ്ടം, ആൾക്ക് വേണ്ടി കളിക്കുകയും അങ്ങനെ പല സ്ഥലത്തും അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി എങ്ങനെ ബാധിക്കുന്ന അടുത്ത സീസണിൽ കണ്ടറിയണം. ഫാൻസൊക്കെ എല്ലാവർക്കും നെഗറ്റീവാണ് അതിനെ പറ്റി. ഫാൻസ് പോസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ദ ഗ്രേറ്റ് ലണ്ടൻ സർക്കസ് ഈസ് സ്റ്റിൽ ഗോയിങ് ഓൺ എന്നാണ് അവർ പറയുന്നത്. ബിക്കോസ് ഏറ്റവും വലിയ ഡ്രാമ തുടങ്ങിയതെന്ന് വെച്ചാൽ തോമസ് തുഷേൽ എന്ന് പറഞ്ഞൊരു കോച്ച് ചെൽസിയെ അത്രയും ബാക്കപ്പ് ചെയ്തിട്ട് ചാമ്പ്യൻസ് ലീഗ് വരെ കൊണ്ടുപോയി എത്തിച്ചൊരു ട്രോഫി എടുപ്പിച്ച ടീമിനെ കുറച്ചും കൂടി സമയം കൊടുക്കാതെ വെറും റിസൾട്ടിൻ്റെ പേരിൽ, പൈസയുടെ ഇതിൻ്റെ പേരിൽ പുറത്താക്കി. പുതിയ ആളെ റീപ്ലേസ് ചെയ്തപ്പോൾ ലംബാർഡ് വന്നു, അതേപോലെ ബ്രൈറ്റൻ്റെ കോച്ച് വന്നു, പല കോച്ചസ് വന്നു. എന്നിട്ട് റിസൾട്ട് ഇല്ലാണ്ട് പൊച്ചറ്റീനോ ആണ് റിസൾട്ട് ഉണ്ടാക്കിയത്. ഇപ്പോഴെങ്കിലും നിർത്താമായിരുന്നു ആളെന്നാണ് എല്ലാ ചെൽസി ഫാൻസുകാരുടെയും പ്രതിനിധി എന്ന നിലയിൽ ഞാൻ. അപ്പോൾ ഈ കോച്ച് ആയി വന്നവരെ മാത്രമാണ് ബ്ലെയിം ചെയ്യാനുള്ളത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തത് നോക്കുകയാണെങ്കിൽ ചെൽസിയാണ്. ലാസ്റ്റ് 3 years ഒക്കെ നോക്കുകയാണെങ്കിൽ അല്ലേ. എന്നിട്ടും അതിനുള്ള ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ല. അതിനുള്ള റിസൾട്ട് കിട്ടാത്തത് എന്താണെന്ന് വെച്ചാൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കോച്ചിങ് കിട്ടുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രമല്ലാതെ പ്ലെയേഴ്സ് ഇപ്പോൾ ഓവർ ക്രൗഡഡ് ആയിപ്പോയി ചെൽസിയിൽ. ആകെ പ്ലെയേഴ്സ് ആയിപ്പോൾ ഇപ്പോൾ എ ടീം, ബി ടീം, സി ടീം ഇറക്കാനുള്ള പ്ലെയേഴ്സ് ഒരു ടൈമിൽ ഉണ്ടായിട്ട് ഇപ്പോൾ ഓരോരുത്തരെ ലോണിന് കൊടുത്തിട്ടും ഇപ്പോൾ തിരിച്ചു വിളിക്കാണ്ട് അവിടെ തന്നെ കളിപ്പിപ്പോൾ ലുക്കാക്കു, ഒലിവർ ജിറൂദ് അങ്ങനത്തെ ഒക്കെ പ്ലെയേഴ്സിനെയൊക്കെ വിട്ടുകൊടുത്തേക്കാണ്. ഇനി അവരെ തിരിച്ചെടുക്കില്ല. ഒലിവർ ജിറൂദൊക്കെ ഓൾറെഡി പോയി. ഇപ്പോൾ ലുക്കാക്കുവിനെയും കൊടുത്തു. ലുക്കാക്കു കുറേ വർഷമായിട്ട് ലോണിലാണ്. കുറെ ലോണിലാണ്. ഇനി പക്ഷേ ലുക്കാക്കു എന്തായാലും ഇനി റോമയിലായിരിക്കും മിക്കവാറും. റോമയിൽ നിന്ന് കളിക്കാനുള്ള ഒരു പ്ലാൻ ആയിരിക്കും ലുക്കാക്കു. എന്തായാലും ബെൽജിയത്തിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് യൂറോ കപ്പിനൊക്കെ ബേസ് ചെയ്തിട്ടിരിക്കും ഇനി ലുക്കാക്കുവിൻ്റെ കാര്യം. പക്ഷേ പ്ലെയേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ശരിയാണ്. 100 മില്യണൊക്കെ കൊടുത്ത് ഒരുപാട് പ്ലെയേഴ്സ് വന്നിട്ട് ബെഞ്ചിലിരിക്കേണ്ട അവസ്ഥ ചെൽസിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം കോച്ച് മാറി വരുന്ന കോച്ചിൻ്റെ ഡൗട്ടാണ് ആരിറക്കണം. കാരണം 100 മില്യൺ കൊടുത്ത് കളിക്കുന്ന ഒരാളെക്കാൾ പെർഫോമൻസ് ഒരു 20 മില്യൺ ഉള്ള ആൾ ചെയ്യുന്നുണ്ട്. ആരിറക്കും? 100 മില്യൺ ഇറക്കിയില്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഫ്രസ്ട്രേഷൻ, 20 മില്യണിന് കളിച്ചില്ലെങ്കിൽ കളിക്കുന്ന പ്ലെയർ ഇറങ്ങിയില്ലെങ്കിൽ ഫാൻസിന്റെ ഫ്രസ്ട്രേഷൻ, മൊത്തം ഫ്രസ്ട്രേഷനാണ്. അങ്ങനത്തെ ഒരു ഡിലെമ ഏത് പ്ലെയറിലാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്? ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് ഫസ്റ്റ് ലുക്കാക്കു ആണ്. ഏറ്റവും വലിയ ഇത്. കാരണം ഒരുപാട് എക്സ്പെക്ടേഷനോടുകൂടി വന്നതാണ് ലുക്കാക്കു. പിന്നെ അതേപോലെ സ്ട്രൈക്കേഴ്സ്, ചെൽസിയിൽ സ്ട്രൈക്കർ ആര് വന്നാലും ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ടോറസ് ആണ് ഏറ്റവും പിന്നെയും ചെയ്തിട്ടുണ്ടായിരിക്കുക. ദ്രോഗ്ബയ്ക്ക് ശേഷം നല്ലൊരു സ്ട്രൈക്കർ വന്നിട്ടില്ല. ടോറസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ തുടക്കത്തിലൊക്കെ ഫ്ലോപ്പ് ആയിരുന്നു. തുടക്കത്തിലൊക്കെ കംബാക്ക് നടത്തിയിട്ട് അതിനുശേഷം അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഇത്. പിന്നെയും ഡീഗോ കോസ്റ്റയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും ഇതായിട്ടില്ല. അത്ലറ്റിക്കോ മാഡ്രിഡിൽ ഉണ്ടാക്കിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഗോൾ അടിച്ചിട്ടുണ്ട്. അയാളൊരു സ്കോർ അടിക്കുന്ന ഒരു മെഷീനായിരുന്നു. പിന്നെ ആള് ഭയങ്കര അഗ്രസീവ് ആയിരുന്നു. ആള് ഭയങ്കര ഇടിയും കുത്തും, ഭയങ്കര പ്രശ്നക്കാരനായിരുന്നു, കുറുമ്പനായിരുന്നു ആള്. അതെ അയാൾ സ്വാറസ് ലെവലൊരു പ്ലെയർ ആയിട്ടായിരുന്നു ഞാൻ കണ്ടിരുന്നത്. അഗ്രഷനും അതേപോലെ ഗോൾ അടിക്കാനുള്ള മെന്റാലിറ്റി ഒക്കെ നല്ലുള്ളത്. പക്ഷെ കുറെ പേര് ചെൽസിയുടെ സിസ്റ്റത്തിൽ വന്നിട്ട് സെറ്റായില്ല. പിന്നെ കുറെ പേര് ഈ മാനേജ്മെന്റ്, കാരണം എന്താ വെച്ചാൽ ചെൽസി പോലത്തെ ഒരു ക്ലബ്ബ് വലിയൊരു ക്ലബ്ബാണ്. ഇവരൊരു ചെറിയ ക്ലബ്ബ് എന്ന് വരുമ്പോൾ ഈ ചെറിയൊരു ഫോൾട്ട് പോലും ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യപ്പെടും. അതിനെപ്പോലെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ ഒനാനെ കുറിച്ച് പറയുന്നത്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ. ഇപ്പോൾ ഒനാന വന്നപ്പോൾ ഒനാന ഇന്റർ മിലാനിലായിരുന്നു എന്ന് തോന്നുന്നു മുന്നേ. ഇന്റർ മിലാൻ ഇറ്റാലിയൻ ക്ലബ്ബ് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഒനാന വന്നിട്ട് ഒനാനനെ അവിടെ ഏറ്റവും നല്ല കീപ്പറായിട്ട് ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് അറിയപ്പെട്ടിട്ട് വന്നാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിക്ക്. പക്ഷേ ഇവിടുത്തെ പ്രഷർ കാരണം യുണൈറ്റഡിന് വേണ്ടിയിട്ട് ഒനാനയ്ക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. പെർഫോം ചെയ്യാൻ പറ്റാത്തതാണ് പ്രഷറാണ്. കാരണം ഇവിടെ ഒരു ചെറിയൊരു ഗോള് നട്ട്മെഗ് ആയിട്ട് ഒരു ഗോള് പോയി കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് മൊത്തം ന്യൂസ്, വേൾഡ് മൊത്തം ന്യൂസാണ്. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്നത് ലോകം മൊത്തം ഫാൻ ബേസ് ഉള്ള ഒരു ക്ലബ്ബാണ്. അപ്പം അങ്ങനത്തെ ഒരു വലിയ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ക്ലബ്ബിൽ വന്ന് കളിക്കുമ്പോൾ പ്ലെയർ കൊണ്ടുവരുന്ന ഇൻപുട്സും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ആന്റണിയുടെ കാര്യം സെയിം അല്ലേ? അയാള് അജാക്സിലല്ലേ കളിച്ചിരുന്നത്? കുഴപ്പമില്ലാതെ കളിച്ചിരുന്നു, നന്നായി കളിച്ചിരുന്നതാണ്. അയാക്സിൽ അത്യാവശ്യം കളി ഉണ്ടാക്കിയ ആൾ തന്നെയാണ് ആന്റണി. നല്ല ഇമ്പാക്ട് ഉണ്ടാക്കിയ ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇമ്പാക്റ്റ്ഫുൾ പ്ലെയേഴ്സിനെ എപ്പോഴും മാഞ്ചസ്റ്റർ വലയിട്ട് പിടിക്കാറുണ്ട്. അത് പക്ഷേ റിസൾട്ട് ഇപ്പോൾ വരുന്നില്ല.
പക്ഷെ എന്നാലും അവർ മാനേജ്മെന്റിലും കാര്യങ്ങളിലൊക്കെ നല്ല ഉഷാറാന്ന് തോന്നുന്നു. കാരണം ടെൻഹാഗ് ഞങ്ങളിവിടെ ഒരു 5-6 കോച്ചിനെ പിരിച്ചു വിട്ടപ്പോഴും ടെൻഹാഗ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അതപ്പോൾ അത് അവരുടെ മാനേജ്മെന്റ് ഇതായിരിക്കും. പക്ഷെ റൊണാൾഡോ തിരിച്ചു വന്നപ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ, ആകെ മാറി, ക്ലബ് ആകെ മാറി, മാനേജ്മെന്റ് മാറി. ഫെർഗ്യൂസനെ അല്ല അവിടെ ബ്ലെയിം ചെയ്ത് റൊണാൾഡോ, മാനേജ്മെന്റിനെ ബ്ലെയിം ചെയ്ത്. മനസ്സിലായോ? ആ ഒരു എന്താ ഒരു ബ്രദേഴ്സാണല്ലോ അതിൻ്റെ ഓണേഴ്സ്, ഒരു US ബേസ്ഡ് ആണ് വന്ന അവർ മാഞ്ചസ്റ്ററിൻ്റെ. അപ്പോൾ അതേപോലെ ഇബ്രാഹിമോവിച്ച് പറഞ്ഞ അവിടുന്ന് മാഞ്ചസ്റ്ററിൻ്റെ സ്റ്റേഡിയത്തിൽ നിന്ന് എന്തോ ഒരു കോള എന്തോ മേടിച്ചപ്പോൾ അതിന് വരെ പൈസ കൊടുക്കേണ്ടി വരുന്നത്. സ്വന്തം ആ ഒരു ക്ലബിൻ്റെ പ്ലെയറാണ്. കളിയുടെ മുമ്പ് ഒരു വെള്ളം കുടിച്ചിരുന്ന് അതിന് വരെ പൈസ കൊടുക്കേണ്ടി വന്നത്. എന്താ വെച്ചാൽ പുള്ളിക്കാരന് വീക്കിലി വേജ് കൊടുത്തപ്പോൾ അതിന് കട്ട് ചെയ്തിരുന്നു ഇത്ര പൈസ. അങ്ങനെ ഇവിടുത്തെ മെക്ഡൊണാൾഡ്സ് ഒക്കെ പോലെ ഇവിടെ പണിയെടുക്കുന്ന പോലെ ഇവിടെ മെക്ഡൊണാൾഡ്സിന്ന് കഴിക്കാൻ പറ്റില്ല ഇവിടുത്തെ പണിക്കാർക്ക്. പക്ഷെ ക്യാപ്സിലും ഒരു എന്തൊക്കെ ഇവിടെ ഐപ്പിൽ കഴിക്കുന്നുണ്ട്. ഫ്രീ ഫുഡ് കൊടുക്കുന്നത് ഈ കബാബ് ഷോപ്സിൽ മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു എല്ലാ ഫുഡ് ഫ്രാഞ്ചൈസീസിലും അവര് ഇതാണ്. ഇവരെന്താ ഈ വേസ്റ്റായ ഫുഡ് കാട്ടുന്നത്, ബാക്കിയുള്ള ഫുഡ് ഇവരെന്താ വെച്ചാൽ അവർക്ക് അത് കൗണ്ട് കിട്ടണം. കാരണം ഒരു വീക്കിൽ എത്ര വേസ്റ്റേജ് വന്നു, ഒരു മാസത്തിൽ എത്ര വേസ്റ്റേജ് വന്നു, അപ്പോൾ വേസ്റ്റേജ് അങ്ങനെ കുറക്കാൻ പറ്റുന്നൊക്കെ ഇതിന്റെ ഒരു ഇതൊക്കെ MNCs അല്ലേ. അപ്പോൾ അവർക്ക് അതിൻ്റെതായ കണക്കും കാര്യങ്ങളൊക്കെ വരുത്തണം, എന്നാലേ അതിനൊക്കെ ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ വേസ്റ്റ് ഫുഡ് അവർ കണക്കെടുക്കുന്നുണ്ട്. മാനേജർ അത് കണക്കെടുത്തിട്ട് കളയും. പക്ഷേ മാനേജർ കണക്കെടുക്കുക എത്ര മക്ഡിലാണെങ്കിൽ ബർഗേഴ്സ് എത്രയാണ് വേസ്റ്റിൽ പോയത്, എന്തുകൊണ്ടാണ് വേസ്റ്റ് പോയതെന്ന് ഇതിൻ്റെ ഒരു നോട്ട് വരുത്തുന്നുണ്ട്. ഞാൻ KFC മക്ഡി വർക്ക് ചെയ്തിട്ടില്ല. ഞാനിവിടെ വന്നിട്ട് ഒരു 2 വർഷം മറ്റേ പാത്രത്തേക്ക് ഇട്ട പേസി കഴുകിക്കൊണ്ടിരിക്കുകയാണ് റെസ്റ്റോറന്റില്. 2 വർഷത്തെ പാക്കിംഗ് ജോബിനൊക്കെ പോയിട്ടില്ല. അതും പോയിട്ടുണ്ട്. അതിലും എനിക്ക് അനുഭവങ്ങളുള്ള ആളാണ്. ഇപ്പൊ MNC കമ്പനി കയറി. ഏതാ കമ്പനി? അത് CBRE എന്ന് പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. അവിടെ പോയി കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാം. കോർഡിനേറ്റർ നാട്ടിൽ അത്യാവശ്യം നല്ല അത്യാവശ്യം ഓഫീസുണ്ട്. ഇപ്പോ ഒരു ട്രെൻഡ് അനുസരിച്ച് എല്ലാം ഇന്ത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ ഇന്ത്യ ഈസ് ഡെവലപ്പിംഗ് ഗൈസ്. ഓക്കെ, ബാക്ക് ടു ദിസ് ടോപ്പിക്. രജത്തെ, പ്രീമിയർ ലീഗിലെന്നല്ല, ഈ യൂറോപ്യൻ ടോപ്പ് 5 ലീഗ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും സ്മാർട്ടായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ക്ലബ് ഏതാ? പ്ലെയേഴ്സിലായാലും മൊത്തത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ക്ലബ് ഏതാ? ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ക്ലബ്ബ് 5 കൺട്രി വെച്ച് നോക്കുകയാണെങ്കിൽ ഓരോ ക്ലബിനെയും നമുക്ക് പറയാൻ പറ്റും. ഓരോ രാജ്യത്തെ ക്ലബിനെയും പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഡോട്ട്മുണ്ടിനെ ഒന്ന് പറയാൻ പറ്റും. കാരണം ഇഷ്ടം പോലെ പ്ലേയേഴ്സ് എമേർജ് ചെയ്തിട്ട് പുറത്തു വിട്ട ഒരു ക്ലബ്ബാണ് ഡോട്ട്മുണ്ട്. അതേപോലെ മൊണാക്കോനെ പറയാൻ പറ്റും. ഈ എംബാപ്പയൊക്കെ കളിച്ച മൊണാക്കോ. പിന്നെ ഏതാ പറയാം, പിന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വരുമ്പോൾ ബ്രൈറ്റൺ വേണമെങ്കിൽ പറയാം. കുറേ എമേർജിങ് പ്ലേയേഴ്സിനെ, ചെറിയ ഇംഗ്ലീഷ് അക്കാഡമി പ്ലേയേഴ്സിനെ വാർത്തെടുക്കുന്നതിൽ കുറേ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ മെയിൻ ക്ലബ്ബുകളിൽ നിന്നൊക്കെ എല്ലാവരും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ലോണിന് വേണ്ടി പോകുന്ന ബ്രൈറ്റണിക്കായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ സണ്ടർലാൻഡ് പോലത്തെ ക്ലബ്ബുകളിലേക്ക്. സൗത്താംപ്ടണൊക്കെ ഒരു സമയത്ത് ഇവരെന്താന്ന് വെച്ചാൽ ഇവർ പ്ലേയേഴ്സിനെ ഉണ്ടാക്കിയിട്ട് ഇവരൊരു ഫെയിം ആവുന്ന ഒരു സമയത്ത് വലിയ ക്ലബ്ബ് റാഞ്ചി കൊണ്ടുപോകും. അഫ്കോഴ്സ് പ്ലേയേഴ്സ് എന്തായാലും പോകും, ബിക്കോസ് മണി മാറ്റേഴ്സ്. അതാണ് ഏറ്റവും വലിയ ഡോട്ട്മുണ്ടിനെ കുറിച്ച് പറയുമ്പോൾ ഹാലൻഡ് നമ്മളെ എക്സാമ്പിൾ. അതേപോലെ മെയിൻ കോച്ചസ് ഇപ്പോൾ ക്ലോപ്പാശാൻ, ലിവർപൂളിന്റെ ക്ലോപ്പാശാൻ. അതേപോലെ ഗാർഡിയോളം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, ഡോട്ട്മുണ്ടിനെ കോച്ച് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഗാർഡിയോള ബയണല്ലേ ചെയ്തേ? ബയണാ ചെയ്ത, സോറി ബയാണ് സിറ്റി. അവരിൽ എമേർജിങ് പ്ലേയേഴ്സിനെ ഉണ്ടാക്കാൻ എപ്പോഴും സെവിയ അതേപോലെ കുറെ പ്ലേയേഴ്സിനെ കൊടുത്തിട്ടുണ്ട്. സ്പെയിനിന് ഇഷ്ടം പോലെ സംഭാവന കൊടുത്തിട്ടുണ്ട്. പോർട്ടോ, പോർച്ചുഗലിന്റെ ഇഷ്ടം പോലെ പ്ലേയേഴ്സ്. ഓരോ രാജ്യത്തുനിന്നും അപ്പോൾ ഓരോ ക്ലബ്ബ് ആ സ്മാർട്ട് വേല ഇൻവെസ്റ്റ് ചെയ്ത് പ്ലേയേഴ്സിനെ വലുതാക്കി അവർ അതൊരു ബിസിനസ് രീതിയിൽ നോക്കുകയെന്ന് വെച്ചാൽ അവർ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞു. പക്ഷേ എനിക്കും കൊണ്ട് ആ കാര്യത്തിൽ ഏറ്റവും ടോപ്പ് എനിക്ക് തോന്നിയത് അത്ലറ്റിക്കോ മാഡ്രിഡാ അല്ലേ? ആ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ കോച്ചല്ലേ, നല്ല വേജ് മേടിക്കുന്ന ഒരു കോച്ചാണല്ലേ അയാള്. അതെ. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ റീസെൻ്റ്ലി സ്പെൻഡ് ചെയ്ത പണമൊക്കെ നോക്കുകയെന്ന് വെച്ചെങ്കിൽ റയലിൻ്റെ പറ്റ കമ്മിയാണ് ശരിക്കും. എംബാപ്പെ ഓൾമോസ്റ്റ് PSG ലീവ് ചെയ്യുന്ന സാധനം പറഞ്ഞു. റയൽ മാഡ്രിഡിന്റെ കാര്യം എന്താണെന്ന് അറിയില്ല. കാരണം റയൽ മാഡ്രിഡിനെ കുറിച്ച് സംസാരിക്കുന്നേക്കാൾ മുന്നേ ചിലപ്പോൾ സിദ്ധാനെ കുറിച്ചും അൻസലോട്ടിനെ കുറിച്ചൊക്കെ പറയേണ്ടി വരും. കാരണം സിദ്ധാൻ ഒരു 3 കോൺസിക്യൂട്ടീവ് ചാമ്പ്യൻസ് ലീഗ്, സെയിം ആസ് പെപ്പ് ഗാർഡിയോള. അതായത് പെപ്പ് ഗാർഡിയോളയുടെ അത്ര എക്സ്പീരിയൻസ് സിദ്ധാൻ ഉണ്ടോയെന്ന്
എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് 3 കോൺസിക്യൂട്ടീവ് ചാമ്പ്യൻസ് ലീഗ്, വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് ക്ലബ് ലീഗ്സ് ലൈക്ക് സ്പാനിഷ് ലീഗ് ഓർ പ്രീമിയർ ലീഗ്, ചാമ്പ്യൻസ് ലീഗ് ആണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു 3 ട്രോഫി അടുപ്പിച്ച് ഏത് ടീമാണെങ്കിലും ഉണ്ടായിക്കോട്ടെ, റൊണാൾഡോ ഉണ്ടായിക്കോട്ടെ, ക്രൂസ് ഉണ്ടായിക്കോട്ടെ, BBC ഉണ്ടായിക്കോട്ടെ, ആര് വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ, കസമീറോ, മാർസൽ, ആര് വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ, ബട്ട് കോച്ച് സ്റ്റാൻഡ്സ് ആസ് എ കോച്ച് ഓൾവേസ്. സോ സിനദിൻ സിദ്ധാൻ എന്ന് പറഞ്ഞ ഒരാൾ 3 കോൺസിക്യൂട്ടീവ് ട്രോഫി റയൽ മാഡ്രിഡിന് എടുത്ത കാര്യം ചെറുതല്ല. അതേപോലെ നിങ്ങളോട് കാര്യം ചെയ്യട്ടെ, ഏറ്റവും കൂടുതൽ ചാമ്പ്യൻസ് ലീഗ് എടുത്ത അല്ലെങ്കിൽ എടുക്കാൻ സഹായിച്ച അല്ലെങ്കിൽ എടുക്കാൻ ഭാഗമായിട്ടുള്ള ടീമിനെ കോച്ച് ചെയ്ത ആരാന്നറിയോ? കോച്ച് ചെയ്തതോ? അസിസ്റ്റന്റ് കോച്ച്? അല്ല, കോച്ച്. ഒരു കോച്ച് ഏറ്റവും കൂടുതൽ ചാമ്പ്യൻസ് ലീഗ് എടുത്ത കോച്ച് ഗാർഡിയോള അല്ലേ? അല്ല, അൻസലോട്ടി. പക്ഷെ അൻസലോട്ടി ഏറ്റവും കൂടുതൽ എടുത്തുള്ള റയൽ മാഡ്രിഡിന്റെ കൂടെ മാത്രമല്ല, AC മിലാന്റെ കൂടെ 2 റയൽ മാഡ്രിഡിന്റെ കൂടെ 2 എടുത്തിട്ടുണ്ട്. അയാൾ കുറെ വർഷം ചെൽസിയുടെ മാനേജ് ചെയ്തിട്ടുണ്ട്, പിന്നെ ബയേണിനെ മാനേജ് ചെയ്തിട്ടുണ്ട്, ഇഷ്ടം പോലെ ക്ലബ്ബുകളെ മാനേജ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആൾക്ക് അത്രയും പീസായിട്ട് ഒരു ഗെയിം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതും അവസാനം വരെ ടീമിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആള് കൊണ്ട് നടക്കുന്ന ഓരോ ക്ലബ്ബും ആളുടെ മാക്സിമം ആള് പെർഫോം ചെയ്തിട്ട് ഏറ്റവും ടോപ്പ് ലെവലിൽ തന്നെ കൊണ്ടുപോകും. ആള് ബയേണിനെ കൊണ്ട് നടക്കുമ്പോൾ ബയേൺ ആയിരിക്കും ഫസ്റ്റ്, AC മിലാനെ കൊണ്ട് നടക്കുമ്പോൾ AC മിലാൻ ആയിരിക്കും ഫസ്റ്റ്. ബയേൺ ചാമ്പ്യൻസ് ലീഗ് ഗാർഡിയോളയുടെ കീഴിൽ എടുത്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴവരെ ഡിവിഷൻ ലീഗുകൾ എടുക്കുന്നുണ്ട്. പിന്നെ എന്താന്ന് വെച്ചാല് ഏറ്റവും ടഫസ്റ്റ് ഓഫ് ദ ടഫസ്റ്റ് എന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിനെ പറയണ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു എല്ലാ ക്ലബ്ബും എല്ലാ നാട്ടിലെ ക്ലബ്ബും, നാട്ടിലെ ക്ലബ്ബ് എന്ന് പറയുമ്പോൾ യൂറോപ്പിലെ ക്ലബ്ബുകൾ, എല്ലാ ക്ലബ്ബുകളും ചാമ്പ്യൻസ് ലീഗ് എടുക്കുന്നതിന് മാത്രമാണ് എല്ലാവരും എപ്പോഴും സംസാരിക്കുന്നത്. ഏത് പ്ലേയേഴ്സ് റയൽ മാഡ്രിഡ് വന്നാലും റയൽ മാഡ്രിഡിന് ഒരു കൺസിസ്റ്റൻസി ഉണ്ട്, ആ കൺസിസ്റ്റൻസി വിട്ട് പോവില്ല. ഇനിയിപ്പോൾ എംബാപ്പെ വരുന്നുണ്ട്, ശരിക്കും എംബാപ്പേനെ റയൽ മാഡ്രിഡിന് ആവശ്യമില്ല. സത്യമാണ്, ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. എംബാപ്പയ്ക്ക് റയൽ മാഡ്രിഡിന് ആവശ്യമില്ല, റയലിന് എംബാപ്പയ്ക്ക് ആവശ്യമില്ല, എംബാപ്പയ്ക്കാണ് റയലിന് ആവശ്യം. കാരണം PSG പോലത്തെ ഒരു ലീഗിൽ, PSG ഫ്രഞ്ച് ലീഗിന് ബ്രാൻഡ് വാല്യൂവിൽ 5ാം സ്ഥാനത്ത്, ടോപ്പ് 5 ലീഗിൽ 5ാം സ്ഥാനത്ത് കിടക്കുന്ന ബ്രാൻഡ് വാല്യൂവിൽ കിടക്കുന്ന ലീഗാണ് ഫ്രഞ്ച് ലീഗ്. ഫസ്റ്റ് ഏതാണെന്നറിയോ? ഏതില്? ബ്രാൻഡ് വാല്യൂവിൽ ഏറ്റവും കൂടുതൽ ബ്രാൻഡ് വാല്യൂ ഇപ്പോൾ ഒരു 10 വർഷത്തെ നോക്കാം. റയലോ അല്ലെങ്കിൽ ലീഗ് പറ, സ്പാനിഷ് ലീഗ്, ബുണ്ടസ് ലീഗ, പ്രീമിയർ ലീഗ് എത്ര മില്യണാന്നറിയോ? അതിന്റെ ഇത് 9 മില്യൺ ബ്രാൻഡ് വാല്യൂ. ഞാൻ പറയുന്നത് പ്രോഫിറ്റ് അല്ല, ബ്രാൻഡ് വാല്യൂ മാത്രം. പക്ഷെ മില്യൺ ആവില്ല, പ്രോഫിറ്റ് വേറെ, പ്രോഫിറ്റ് ബില്യൺ ആണ്, പക്ഷെ ബ്രാൻഡ് വാല്യൂ മില്യൺ ആണ്. 9 മില്യൺ യൂറോ. അതാണ് ഫസ്റ്റ്. സെക്കൻഡ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, സെക്കൻഡ് ഉള്ളത് സ്പാനിഷ് ലീഗ്, 4 മില്യൺ യൂറോ. അത്രയ്ക്ക് ഡിഫറൻസ് ഉണ്ട്. തേർഡ് വരുന്നത് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, ഇറ്റാലിയൻ സിരിയ എന്നാണ് അതോ അല്ലെങ്കിൽ പിന്നെ ഫ്രഞ്ച് ആ ഗ്രാഫിന്റെ എത്രയോ ബാക്കിലാണ് എടുക്കുന്നത്. അപ്പൊ ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് ഈ ലീഗിൽ വരുന്നോണ്ട് അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഇത്രയും പേര് ഇത് വാച്ച് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വാച്ച് ചെയ്യുന്ന ലീഗും കൂടി പ്രീമിയർ ലീഗാണ്. എന്നിട്ട് ഇപ്പം എന്താ പ്രീമിയർ ലീഗിന്റെ അവസ്ഥ എന്താ? ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിനെ കുറിച്ചും പെപ് ഗാർഡിയോളനെ കുറിച്ചും പറയാണ്ട് നമുക്ക് പ്രീമിയർ ലീഗ് പറയാൻ പറ്റില്ല. കാരണം പുതിയ റെക്കോർഡാണ്, എല്ലാ പ്രാവശ്യം പുതിയ റെക്കോർഡ്. 4 times കോൺസിക്യൂട്ടീവ് വിന്നേഴ്സായി മാഞ്ചസ്റ്റർ സിറ്റി. ഇതെങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? ഇത്രയും വലിയ ലെജൻസ് ഉണ്ടായിരുന്നു. അലക്സ് ഫെർഗ്യൂസന്റെ മാൻ യുണൈറ്റഡ്, മറ്റേ 19 പ്രാവശ്യം ട്രോഫി എടുത്ത ലിവർപൂൾ, ഇവരൊക്കെ ഉണ്ട്. ഇതൊന്നുമല്ല, ഇത് പ്രസന്റ് ഫുട്ബോൾ എന്താണ്, ആ ഫുട്ബോളിനോട് അഡാപ്റ്റ് ചെയ്ത് കളിക്കുന്നു, അവരാണ് രാജാക്കന്മാർ. സോ ഈ പെപ് ഗാർഡിയോള വന്നത് 2016-17 സീസണിലാണ്. ഈ സീസണിൽ പെപ് ഗാർഡിയോളയ്ക്ക് ഒരു ട്രോഫി ഇല്ല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അന്ന് ഗാർഡിയോളനെ ക്രിട്ടിസൈസ് ചെയ്ത് എന്തിനാണെന്നറിയോ? നിങ്ങൾ ടിക്കറ്റാക്ക സ്പാനിഷ് ലീഗിൽ നടക്കും, പക്ഷേ ഇംഗ്ലീഷ് പ്രീമിയറിൽ നടക്കില്ല. അതിന് നിങ്ങൾക്ക് സ്പാനിഷ് പ്ലേയേഴ്സ് വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് പിറ്റത്തെ വർഷം എന്താണ്ടായി? പിറ്റത്തെ വർഷം 100 പോയിന്റ് ആയിട്ട് ഫസ്റ്റ്. എന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണിക്കോ, 2017, 18, 19, 20, 21, 22, 24, 7 ട്രോഫിയിൽ 1 ലിവർപൂൾ എടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാം സിറ്റിയാ. ഇപ്പൊ കോൺസിക്യൂട്ടീവായിട്ട് ഹാലൻഡും ടോപ്പ് സ്കോറായി. ടോപ്പ് സ്കോർ ആയത് എങ്ങനെ? അവരെ കാലത്തെയും ലെജൻഡ് സെർജിയോ അഗ്വേറോയുടെ 26 ഗോള് 2 പ്രാവശ്യം ഹാലൻഡ് വെട്ടിച്ചു. വെരി സിമ്പിൾ ആയിട്ട്. അപ്പോൾ ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് എന്ന് വെച്ചാൽ റെക്കോർഡ്സ് ആർ മെന്റ് ടു ബി ബ്രോക്കൺ. ഇതിപ്പോ നാളെ ഇനി വേറെ ആരെങ്കിലും വന്ന് ഇപ്പൊ ചിലപ്പോൾ പറയാൻ പറ്റില്ല, ചെൽസിന്റെ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം പ്രീമിയർ ലീഗ് എടുക്കുന്നതാണ് എന്റെ ആഗ്രഹം. മൗറിഞ്ഞ പറഞ്ഞൊരു കാര്യമുണ്ട് മുമ്പ്, കുറച്ച് വർഷം മുമ്പാട്ടോ, ഈ സിറ്റി നല്ലൊരു ഇൻവെസ്റ്റ് ചെയ്യുന്ന
എങ്ങനെ പ്ലേയേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും കുറേ വർഷം മുമ്പ് തന്നെ. യങ് പ്ലേയേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. സിൽവ, പിന്നെ ഓട്ടോമൻഡി, ഇവന് എന്താ പറയുക നമ്മളെ ഇവൻ റിട്ടയർ ആയില്ലേ ഇവരെ അഗ്യൂറോ, ഇവരൊക്കെ പിന്നെ വന്ന് കപ്പടിക്കാൻ ആ ടീം സ്ട്രോങ് ആയി വന്നു. അത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ഇന്റർവ്യൂല് പറഞ്ഞ കാര്യമാണ്. പക്ഷെ you cannot beat Manchester City because they bring the young players, then from the academy players they build the game, അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടുള്ള. അതെ അതെ. അപ്പോൾ അങ്ങനെ ഇപ്പോഴും പക്ഷെ ഇപ്പൊ ആൾക്കാർ ഈ ഓയിൽ മണി എന്നുള്ള ഒരു സംസാരം കമ്മിയായി വന്നിട്ടുണ്ട് മാൻ സിറ്റിക്ക്. അത് ഇപ്പോഴും പറയുന്നുണ്ട്. 2008 ഇവര് അറേബ്യൻ സ്പോൺസേഴ്സ് ഏറ്റെടുത്തതിന് ശേഷമാണ് ഇത്രയും എന്താണ് ട്രോഫി സിറ്റിക്ക് വന്നെന്ന് പറയുന്നത്. ശരിയാണ്. എവിടെ കടന്നീന മാഞ്ചസ്റ്റർ സിറ്റിയാണ്. ഏതോ ഒരു ക്ലബിനായിട്ട് ഇപ്പോഴും കാണാം സ്കോർ ബോർഡ് 8 ഗോളിനെങ്ങാനും തോറ്റ സ്പോൺസർമാരെ സപ്പോർട്ട് അതാണ്. ഇതിപ്പോ ഈ സ്പോൺസർമാർ ക്ലബിനോട് എത്രത്തോളം നീതി പുലർത്തുന്നു, അവരെത്രത്തോളം അറ്റാച്ച്മെന്റ് ഉണ്ടോ, അവരെത്രത്തോളം പ്ലേയേഴ്സിനെ അറിയുന്നു, അതൊക്കെ റിസൾട്ടിൽ അഫക്ട് ചെയ്യും. there is where Manchester City stands, there is where Chelsea stands. അല്ല, ഇന്നൊരു വലിയൊരു ക്രെഡിറ്റ് തന്നെ ഗോർഡിയോലക്ക് തന്നെയാണ്. കാരണം ഗോർഡിയോല എവിടെ പോയി കഴിഞ്ഞാലും ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യും. തുടക്കത്തിൽ ബാർസലോണയിൽ ആ ടിക്കിറ്റാക്ക സ്റ്റൈൽ ഓഫ് പ്ലേ ആയിരുന്നല്ലോ. പിന്നെ ബയൺ മ്യൂണിച്ചിക്ക് പോയപ്പോൾ അവിടുത്തെ സ്റ്റൈലിനെ അഡാപ്റ്റ് ചെയ്ത് അവിടെ നല്ല രീതിക്ക് പെർഫോം ചെയ്തു. പിന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വന്നപ്പോൾ ഈ സ്റ്റൈലില് ഗെയിം മാറ്റി. അത് വലിയൊരു കഴിവ് തന്നെയാണ്. അതെ അതെ. എന്നിട്ട് ഇപ്പൊ പറഞ്ഞ കേട്ടോ ലാസ്റ്റ് ആള് ബ്രേക്ക് എടുക്കാൻ പോവാന്ന് പറയുന്നത്. എനിക്കൊന്ന് വയ്യ ഇനി ട്രെയിൻ ചെയ്തിട്ട് ആൾക്കിനി ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ ടീമിനെ ട്രെയിൻ ചെയ്തിട്ട് സ്വസ്ഥമായിട്ട് വെക്കേഷനൊക്കെ എൻജോയ് ചെയ്തിട്ട് സമയമാകുമ്പോൾ പോയി കളിച്ചിട്ട് ചില്ലായിരിക്കണം എന്നാണ് ആള് പറയുന്നത്. എനിക്ക് ഗോർഡിയോന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം ഏതെന്ന് അറിയാമോ? 2010-11 ബാർസലോണ. ആ ചാവി, ഇനിയസ്റ്റ, മെസ്സിനെ കറക്റ്റ് യൂസ് ചെയ്തിനാണ് വേൾഡ് കപ്പ് ഒരു ടീമിനും. ആ ടൈമില് വേൾഡ് കപ്പ് എടുത്ത് കഴിഞ്ഞ ആ സീസൺ ഉണ്ടല്ലോ, വേൾഡ് കപ്പ് എടുത്ത സ്പെയിൻ ടീം ഉണ്ടല്ലോ കറക്റ്റ് ബാർസലോണയാണ്. ബാർസലോണ പ്ലസ് കൂടുതൽ ബാർസലോണയാണ്. പക്ഷേ ചാവി അലോൺസോ ഉണ്ടായിരുന്നു, ബാർസക്ക് പിന്നെ വന്നത് അത് കഴിഞ്ഞിട്ട്. പക്ഷെ അതല്ല, ആ ടൈമില് ചാവി, ഇനിയസ്റ്റ, മെസ്സിനെ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ കറക്റ്റ് യൂസ്. ഒരു ടീം അൺബീറ്റൺ ടീമായിരുന്നു. അത് മീനിങ് ലീഗ്സിൽ തോറ്റുണ്ട്, പക്ഷെ എല്ലാ ടൈറ്റിൽസും, അതായത് ചാമ്പ്യൻസ് ലീഗ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ട് 3-1 ജയിച്ച് റയലിനെ 5-0 തോൽപ്പിച്ച സീസണായിരുന്നു. റയലൊന്നും പിടിച്ചു കാറ്റാത്ത ആ ഒരു സ്ട്രാറ്റജിയാണ് അത്. ഞാൻ റയൽ ഫാൻ ആയിരുന്നു ആ കാലത്ത്, പക്ഷെ ഒരു രക്ഷയില്ലായിരുന്നത്. ഞങ്ങൾ മറ്റേ സ്കൂളിൽ മറ്റേ എന്താണ് ഞായറാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച റയലും ബാർസയും തിങ്കളാഴ്ച അടിയാണ് സ്കൂളിൽ. ഞങ്ങൾ 350 പാസ് ഇട്ടാ, ഞങ്ങൾ 230 പാസ് ഇട്ടാ, ഞങ്ങൾ ഗോൾ അടിച്ച് ഞങ്ങൾക്ക് അത് മതി. കാരണം അടിയാണ് പിറ്റേ ദിവസം. അന്നത്തെ MSN ഉം BBC ആണ് യുദ്ധം. നമ്മൾ MSN ഉം BBC കുറച്ചും കൂടി കഴിഞ്ഞിട്ടാ പിന്നെ വന്നേ. BBC പിന്നീട് 2014 സീസണിലാണ് മെയിൽ വന്നത്. പക്ഷെ അപ്പോഴും ഈ അടി എപ്പോഴും ഇപ്പോഴും അടിയുണ്ട്. പക്ഷെ പഴയ പോലെ റൊണാൾഡോയും മെസ്സിയും സ്പ്ലിറ്റ് ആയപ്പോൾ ഇപ്പൊ അടി കൂടുണ്ട്. ഗാവിയും പിന്നെ മറ്റേ നാച്ചോ ഒക്കെ കൂടി അടി കൂടുണ്ട്. ബെല്ലിങ്ങാമൊക്കെ കൂടിയിട്ട് ഇങ്ങനെ പിച്ചിട്ടൊക്കെ അടി കൂടുന്നുണ്ട്. പക്ഷെ ആ അടിയൊന്നും പണ്ട് റാമോസും പിക്കുകയും റാമോസ് മെസ്സിയുടെ കാല് വെട്ടും, അതേപോലെ മറ്റവര് വന്നിട്ട് പിന്നെ ആരായിരുന്നു അഗ്രസീവ്, ബുസ്കറ്റ്സ് വന്നിട്ട് ഇവനെ വെട്ടുന്നതും. അന്ന് ശാന്തൻ പുയോളായിരുന്നു അല്ലെ. പുയോൾ ഒരു ജെന്റിൽമാൻ ഓഫ് ഫുട്ബോൾ, നല്ലൊരു ലീഡർ, നിർത്താനും നല്ലൊരു ലീഡർ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, മറ്റേ അബിദാല് ക്യാൻസർ കഴിഞ്ഞപ്പോ ആളുടെ ആംബാൻഡ്, ക്യാപ്റ്റൻ ആംബാൻഡ് 2010-11 സീസണിലാണ് പുയോൾ കൈമാറിയത്. ക്യാപ്റ്റൻ ബാൻഡ് അബിദാലാണ് ലിഫ്റ്റ് ചെയ്ത ട്രോഫി. അതൊക്കെ ഭയങ്കര ചെറിഷിങ് മൂവ്മെന്റ് ആണ്. പണ്ട് ഇപ്പോഴും റീലാണ് പണ്ടത്തെ AC മിലാൻ മറ്റേ BGM ഒക്കെ ഇട്ടിട്ടില്ലേ, എത്ര പ്ലേയേഴ്സ് കക്ക. നമ്മളന്ന് സ്റ്റേഡിയത്തിൽ പോയിരുന്നു, മ്യൂസിയത്തിലൊക്കെ പോയിരുന്നു. അടിപൊളി ഫീലാണ് AC മിലാന്റെ. AC മിലാന്റെ ഇന്റർ മിലാന്റെ സ്റ്റേഡിയം സെയിം ആണ്, സാൻ സിറോ. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അവരെ കളിയാക്കുമ്പോ 2 ഡ്രസ്സിംഗ് റൂം ഉണ്ട്, ഇന്റർ മിലാനൊരു ഡ്രസ്സിംഗ് റൂം. ഞങ്ങൾ 2 സ്ഥലത്ത് പോയി ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ 2 സ്ഥലത്ത് പോയി ഇവർക്ക് രണ്ടും സെയിം ആണല്ലേ. സെയിം. സാൻ സിറോ എന്ന് പറഞ്ഞ ഒറ്റ സ്റ്റേഡിയം ആണ് ഇവര് രണ്ടുപേരുടെ സ്റ്റേഡിയം. ഒരു ഇന്റർ മിലാന്റെ ഡഗ് ഔട്ട് ഫുള്ള് ബ്ലൂ വിരിച്ചിട്ട് മേലെ ഇന്റർ മിലാന്റെ ജേഴ്സീസ്. അതേ നേരെ ഓപ്പോസിറ്റ് AC മിലാന്റെ ഡഗ് ഔട്ട് ഫുള്ള് റെഡ് ജേഴ്സി കാര്യങ്ങൾ ഒക്കെ ആയിട്ടുള്ള സെറ്റപ്പ്. അതേപോലെ പക്ഷെ പിന്നെ ഇറ്റലിയുടെ കോമൺ ട്രോഫീസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. മ്യൂസിയം വേറെ ഉണ്ട്.
അപ്പൊ അവരാ കളി വരുന്ന ദിവസം ആലോചിച്ചോക്ക് അടിയായിരിക്കും അവിടെ, കളിയായിരിക്കില്ല. നമ്മളെ നാട്ടിലൊക്കെ അല്ലേ, നമ്മളെ നാട്ടിലൊക്കെ പണ്ട് വന്നിരുന്ന ജേഴ്സി നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം കൂടുതൽ ഇന്റർ മിലാനും എ സി മിലാനും പിന്നെയാണ് നമ്മളെ നാട്ടിൽ ആർസനലും മാഞ്ചസ്റ്ററൊക്കെ എത്തിയ. പണ്ട് അതൊരു ലീഗ് തന്നെ ആയിരുന്നു. അവർക്ക് ചാമ്പ്യൻസ് ലീഗും അതിനർത്ഥം ഉണ്ട്. രജിത്ത് പറഞ്ഞ കണക്ക് 36 എങ്ങാനും റയൽ മാഡ്രിഡ് ഉണ്ടെങ്കിൽ ഈ 2 ക്ലബ്ബ് കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെടുത്ത ചാമ്പ്യൻസ് ലീഗ് ഒരുപാടുണ്ട്. AC മിലാൻ കക്ക ആരൊക്കെയാണ് അതില് എല്ലാ ലെജൻസും പാറ്റോ ലെജൻസുകളുടെ സംസ്ഥാന സമ്മേളനം. പിന്നെ ജേഴ്സീസ് അത് കണ്ടു നമ്മ ഓരോരുത്തർ അവിടെ സാൻസിറോയിൽ കളിക്കാൻ വന്നിട്ട് ഓരോരുത്തർ സൈൻ ചെയ്ത് പോയ നമ്മ റൊണാൾഡോയുടെയും നെയ്മറിന്റെ ഒക്കെ അടുത്ത് ജേഴ്സിയുടെ അടുത്തൊക്കെ പോയിട്ട് ബുഫന്റെ ഗ്ലൗ ഉണ്ടായി അവിടെ, അതൊക്കെ നമ്മൾ കണ്ടു. ഇവർക്കല്ല ലേഗസിയാണ്. അതേപോലെ ഞാനിവിടെ സ്ക്രീനിങ്ങിന് പോയി ആർസനലിന്റെ പോളണ്ടിൽ 2017 എങ്ങാനും. അവിടെ പോയപ്പോൾ അവിടെ ആ സ്ക്രീനിങ് നടക്കേണ്ടടുത്ത് AC മിലാൻ്റെ ഫാൻസാണ് പവർഫുൾ. അവരുടെ അടുത്ത് കുറേ അവിടുത്തെ സുവനീർസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. AC മിലാൻ്റെ പഴയ ജേഴ്സി, സൈൻ ചെയ്ത ജേഴ്സി, ഇതെല്ലാം ഉണ്ട്. അല്ല, ഇവരുടെ ഒക്കെ സ്റ്റേഡിയത്തിൽ പോകുമ്പോൾ ഒരു സ്പെഷ്യാലിറ്റി അതാ, ഇവരുടെ കറക്റ്റ് ആ ഹിസ്റ്ററിയും ഓരോ ക്ലബിനും ഓരോ കൾച്ചർ ഉണ്ട്. അത് നല്ല രീതിക്ക് ആ മ്യൂസിയത്തിൽ പ്രിസർവ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു ഫീലാണ്, വ്യൂ ആണ് അവിടെ. അവിടെ പോയിട്ട് ആരോ അവിടെ പോയിട്ട് ആരുമില്ല, കസാരയിൽ പോയിട്ട് 5 മിനിറ്റ് സ്റ്റക്കായിട്ട് ഗ്രൗണ്ടിലേക്ക് നോക്കാം. ഞാൻ പോയിട്ട് എന്താടാ ഫീൽ മനസ്സിലാക്കണം. കാരണം ഒരു സൈഡ് പക്ഷെ അത് ഭയങ്കര പഴയ സ്റ്റേഡിയം ആണല്ലേ, അവിടെ പഴയതാണ്. അത് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്, ചോരുണ്ടെന്നൊന്നും അല്ല, പക്ഷെ പഴയ സെറ്റപ്പാണ്. ഇപ്പൊ ഈ അലിയൻസ് അരീനൊക്കെ പുതുക്കി പണിയുന്ന പോലെ അവര് പഴയ സാധനം തന്നെ. അലിയൻസ് അരീനെ പുറത്തുനിന്ന് കണ്ടില്ലേ? പുറത്തുനിന്ന് അകത്ത് കയറാറ്റില്ല. അപ്പൊ പണിയല്ലായിരുന്നു, ഞാനും കണ്ടിട്ടുണ്ട് പുറത്തുനിന്ന്. പക്ഷെ റീകൺസ്ട്രക്ഷൻ പണിയൊന്നും പറയണ്ട, റീകൺസ്ട്രക്ഷൻ ഞാൻ PSG ഗ്രൗണ്ടിൽ പോയിട്ടുണ്ട്, അടിപൊളിയാ. പോയി, പക്ഷെ അവിടെ റീകൺസ്ട്രക്ഷൻ ആയിരുന്നു. ഇപ്പൊ പക്ഷെ മ്യൂസിയം കണ്ടു. തക്കുവിന്റെ ഫേവറേറ്റ് ക്ലബ് ഏതാ പ്രീമിയർ ലീഗില്? മൈക്ക് ഏതാണെന്നാലും ഇന്റർനാഷണൽ ടീമിന്റെ ആളാണല്ലേ? അതെ, ഇന്റർനാഷണൽ ഫുട്ബോൾ ഫാൻസ്. അല്ല, പ്രീമിയർ ലീഗ് ഫോളോ ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ചെറുപ്പത്തിൽ ഇങ്ങനെ കാണുമ്പോഴൊക്കെ? എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു ടീം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പ്രത്യേക ഒരു പ്ലെയറിന്റെ ഫാനോ അങ്ങനെയൊന്നും അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കളി അതാ കാണുക, ആ കളി കാണുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വൈബ്. പക്ഷെ ഇവര് പറഞ്ഞ പോലെ ഇങ്ങനെ ഫാൻ ഫൈറ്റ് മറ്റേ പരിപാടിയാനൊന്നും ഞാൻ ഒട്ടും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ നാട്ടില് സെവൻസ് ആണ്. അഖിലെനിക്ക് ടീമുണ്ടോ? അഖിലേന്ത്യ ഞാൻ എല്ലാ കളിയും കാണാൻ പോകല്ലേ, അങ്ങനെ ടീമൊന്നുമില്ല. മഞ്ചേരിക്കാരനല്ലേടോ? ഫിഫ മഞ്ചേരിയെങ്കിലും ഫിഫ മഞ്ചേരി എനിക്ക് തീരെ ഇഷ്ടമില്ല. കാരണം എന്താ വെച്ചാല് ചില ആളുകളുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് തീരെ ഇഷ്ടമില്ല. സലാമൊക്കെ അല്ലേ, സലാം കീപ്പറൊക്കെ കീപ്പർ. അപ്പൊ അങ്ങനെ അതേപോലെ ഒരു വിങ് ബാക്ക് ഉണ്ട്, ഒരു ചങ്ങായി ഭയങ്കര ഇടി, എന്താ പേരും കറക്റ്റ് കിട്ടില്ല, മറ്റേ GCCയിലൊക്കെ കളിക്കാൻ പോലുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ഓരോ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ കളിന്റെ ഇടയിൽ ഇടിക്കളി ഉണ്ടല്ലോ, അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു സാധനമാണ്. സെവൻസിൽ ഒരു പ്ലെയറിനെ വലിച്ചു പോയി കണ്ടിട്ടുണ്ടെങ്കിൽ ആ വിങ് ബാക്കിൽ അവിടെ ഈഗോ ക്ലാഷ് ആയി അടിയായി കുത്തി. പണ്ട് പ്രത്യേകിച്ച് ഈ സുഡാള് വരുമല്ലോ, ഈ സുഡാള് വന്നിട്ട് ഞങ്ങൾ അടിച്ചിട്ട് ഒരു നല്ല ഇടിച്ചിട്ട് ഒരു ഇടിക്കാൻ കൊണ്ടുവന്ന ആൾക്കാരെ മാതിരി ഒരു പെരുമാറ്റിന് ആൾക്കാർ. പക്ഷെ പണ്ടൊക്കെ ഞാൻ കളി കണ്ടിരുന്നത് ചെറുതായി സുഡാള ഒരു പേടി ഉണ്ടായിരുന്നല്ലോ നമ്മളെ ആൾക്കാർക്ക്. ഇപ്പൊ ആ പേടിയൊന്നുമില്ല, അപ്പൊ നമ്മളെ ആൾക്കാരെ പേടി എന്താ ചേട്ടാ കാണിക്കുന്ന സുഡുവാളൊക്കെ. ഷാനവാസാണ് ഞാൻ പറഞ്ഞത്. ഞാനൊക്കെ സുഡുകളെ കണ്ടാൽ തന്നെ കുറച്ച് സൈസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർ അങ്ങനെ അടുക്കൂല. പക്ഷെ ഇപ്പൊ അതല്ല സിറ്റുവേഷൻ, അതാണ് നമുക്ക് തോന്നുന്നത്. പണ്ട് അത്യാവശ്യം കനവും ദമ്മുള്ളൊരു മനുഷ്യന്നുള്ളൊരു അങ്ങനെ തൊടൂല. പക്ഷെ ഇപ്പൊ വൈബില്ല എനിക്ക് തോന്നുന്നു. പക്ഷെ അത് ഈസിലി ആക്സസിബിൾ ആയി ആഫ്രിക്കൻസ് എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാനൊക്കെ ഇങ്ങോട്ട് വരുന്ന സമയത്തില്ലേ, ഞാൻ തൃശ്ശൂര് പോണ സമയത്ത് ഒരു സ്റ്റോപ്പിന്ന് പണ്ട് മറ്റേ നമ്മുടെ നാട്ടില് ബംഗാളികൾ കയറുന്ന പോലെയാണ് ഇവര് കയറുന്നത്. അപ്പൊ അവരോട് ഞാൻ ചോദിച്ചപ്പോ ബ്രോ യു കെയിം ടു പ്ലേ ഹിയർ, അപ്പൊ കളിക്കാൻ വന്നാണ്. ഞങ്ങൾ ഒരു 5-6 ആളുണ്ടെന്ന് റൂമില്. അല്ല ഇവരൊരു സീസൺ, ഇപ്പൊ നമ്മുടെ നാട്ടില് സെവൻസിന് ഒരു സീസൺ ഉണ്ടല്ലോ, ആ സീസൺ ആകുമ്പോൾ ഇവർ അവിടെ നിന്ന് വരും. എന്നിട്ട് ഇവിടെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പല ക്ലബിലൊക്കെ കളിച്ചിട്ട്, ക്ലബിലെ ടീംസിൽ കളിച്ചിട്ട് അവര് സീസൺ ആകുമ്പോൾ ക്ലബിൽ കളിപ്പിച്ച് പോയി. നേരത്തെ ലോൺ പറഞ്ഞില്ലേ പ്രൊഫഷണൽ കളിക്കാർ, അതേമാതിരി ലോണിൽ കൊടുക്കണ കളിക്കാരുണ്ട്. സുഡാള് അങ്ങനെ കൊണ്ടിട്ട് പേപ്പറും കാര്യങ്ങളൊക്കെ പൈസ അയക്കുന്നുണ്ട് ആഴ്ചയിൽ. നല്ല ബാറ്റാണല്ലോ പറയാ അവര് കൊടുക്കുന്ന പൈസ. വലിയ എമൗണ്ട് ഒന്നും അല്ലെങ്കിൽ ഇവർക്ക് അത് വലിയ എമൗണ്ട് ആണ്. പക്ഷെ ചില ആൾക്കാർക്ക് 10,000-15,000 ഒക്കെ വാങ്ങേണ്ട പ്ലേയേഴ്സ് ഉണ്ട് ഒരു കളിക്ക്.
അത് അവർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം എന്തായി €120 ആയി ഒരു ദിവസം. ചിലപ്പോൾ ഒരു 2 കളി എടുക്കും, വൈകുന്നേരം എടുക്കും, ലൈറ്റ് കൊടുക്കും. ആഴ്ചയിൽ വെസ്റ്റേൺ യൂണിയൻ പൈസ കയറ്റുന്നത് നാട്ടുക. പക്ഷെ ഇത് മാത്രമല്ല, ഈ സെവൻസിൽ നടക്കുന്ന വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. സെവൻസിൽ ഫൈനലിൽ വരുന്നപ്പോൾ ഈ ഫിഫ മഞ്ചേരി VS ഇങ്ങനെ മറ്റേ നെല്ലൂർ അങ്ങനെ ഓരോ ടീം ആമാക്സ് അല്ലെങ്കിൽ ഇങ്ങനെ ടീം വരുന്ന സമയത്ത് നല്ല ആള് വരും, ടിക്കറ്റ് എടുത്തിട്ട് കാണാൻ ഇഷ്ടം പോലെ ആള് വരും. കളി തുടങ്ങേണ്ട മുമ്പ് ടീം പറയും ഞങ്ങൾക്ക് പൈസ ഞങ്ങൾ ഇറങ്ങൂല അറിയും. അങ്ങനെ ഒരു സംഭവം നടക്കുന്ന സെവൻസ്. അതായത് ഇവര് എന്താ ഈ ഓർഗനൈസേഷൻ്റെ അടുത്ത് പറയും, 2 ടീമത്തെ മാനേജർമാരെ ഒന്ന് പറയും ഞങ്ങൾക്ക് ഇത്ര പൈസ ഒന്നുമില്ല ഞങ്ങൾ ഈ കളിക്ക് ഇറങ്ങൂല. ഓർഗനൈസേഷന് കളി നടത്താൻ പറ്റില്ല, കാരണം ഇത്രയും ആൾ ടിക്കറ്റ് വെച്ച് കയറ്റി ഓല് നിർബന്ധം. അങ്ങനത്തെ ഒരുമാതിരി പരിപാടികൾ സെവൻസിൽ നടക്കില്ല. പക്ഷെ അത് എല്ലാ ക്ലബിലും പറയാൻ പറ്റൂല. സൂപ്പറിന് പറയാ, ഫിഫക്ക് പറയാ, സൂപ്പർ അങ്ങനത്തെ അവരെ കളി കാണാൻ വേണ്ടിട്ട് തിരൂരങ്ങാടിയൊക്കെ കളി ഉണ്ടായിട്ട് മറ്റേ ഇതൊക്കെ അടിച്ചു പൊളിച്ചിട്ടൊക്കെയാണ് എല്ലാ ആൾക്കാരും ഉള്ളിൽ കയറുന്നത്. അതേപോലെ കളി അടിയാക്കി പിരിച്ചിട്ട് പിറ്റേ അടുത്ത ദിവസം വേറെ കളിയൊക്കെ അങ്ങനത്തെ സെറ്റപ്പ് ഉണ്ട് ചില ലീഗിലൊക്കെ. എൻ്റെ ഒരു ഫ്രണ്ട് ഈ റഫറിമാര് ഒരു അസോസിയേഷൻ ഉണ്ട് മലപ്പുറം ജില്ലയിൽ, കോഴിക്കോടൊക്കെ ബേസ്ഡായിട്ട് ഈ സെവൻസിൻ്റെ ഒക്കെ. അപ്പോൾ അവരാണ് കുറേ കാലമായിട്ട് ഈ അഖിലേന്ത്യൊക്കെ മാനേജ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ പുള്ളിക്കാരൻ്റെ ഒക്കെ പണ്ട് കളി കാണാൻ പോകും, ടിക്കറ്റ് ഒന്നും എടുക്കില്ല, പുള്ളിക്കാരൻ്റെ ഒപ്പം കയറും. അപ്പോൾ ഒരു അസിസ്റ്റൻ്റായിട്ട് ഇങ്ങനെ നിൽക്കുകയുള്ളൂ. അപ്പോൾ അവർക്ക് ഈ പ്രാവശ്യം കിട്ടിയില്ല, ഒരു വേറൊരു ടീമിനാണ് കിട്ടി. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ് പ്രാവശ്യം ഫുൾ അടിയാണ്, റഫറിമാരായിട്ടൊക്കെ അടി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോ. എന്ന് വെച്ചാൽ ടീം എല്ലാ പ്രാവശ്യം ചെയ്യുന്നവരല്ല. പ്രാവശ്യം നമ്മളൊരു ആലിക്കോയ പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു, അവർ അണ്ടറിലുള്ള ആൾക്കാരായിരുന്നു കുറേ കാലം ചെയ്തിരുന്നത്. പുള്ളിക്കാരൻ മരിച്ചു. ഇപ്പോൾ വന്ന ടീം വേറെയായിരുന്നു. അവർ കൂടുതൽ ഈ അഖിലേന്ത്യ അടുത്ത് ഇവരത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ടീംസാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് അടിയുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി. എന്താ വെച്ചാൽ ഈ സെവൻസിൻ്റെ ഈ ഓർഗനൈസേഷനിലെ അവര് തമ്മിൽ അങ്ങനെ ഉള്ളിലൊരു ക്ലാഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾ കേരള സെവൻസിൻ്റെ അങ്ങനെയൊക്കെ സംഭവമുണ്ട്. അപ്പം എന്താ വെച്ചിട്ടാ ഇത് ഇപ്പം പയ്യന്മാരില്ല, നമ്മളൊക്കെ ആയിരുന്നെന്ന് നമുക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും ഫുട്ബോൾ കളിക്കുമ്പോൾ നമുക്ക് അഖിലേന്ത്യ ഏതെങ്കിലും ടീമിൽ കളിച്ചാൽ മതിയായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഇവരൊക്കെ അക്കാദമിയിൽ കയറി, 11ൽ കയറി, ഇങ്ങനെ സെവൻസ് ഒന്നും ഒരു പരിക്ക് പറ്റുന്ന രീതിക്കാരും പോകുന്നില്ല. സ്റ്റൈല് മൊത്തം മാറി. ഇപ്പം എല്ലാവരും എന്തെങ്കിലും ഒരു ക്ലബിലോ പ്രൊഫഷണലി എങ്ങനെയും കയറി പറ്റാനാണ് നോക്കുന്നത്. ആ ഒരു തന്നെ മാറിപ്പോ ആൾക്കാർക്ക്. അതാണ് നല്ലതും. മറ്റേ സെവൻസ് കളി എപ്പോഴാണ് രജിത്ത് അതിൽ റിട്ടയർ ആവലില്ല, പരിക്ക് പറ്റി റിട്ടയർ. അതെ, എത്ര 40 വയസ്സായവരൊക്കെ വന്ന് കളിക്കണവര് ഞാൻ കണ്ടിട്ടുണ്ട്. അടിപൊളിയായിട്ട് കളിക്കുകയും ചെയ്യും. വെറ്ററൻസ് ഒക്കെ കളിക്കുന്ന ആൾക്കാർ. വിഷനാണ്, വിഷൻ. ഒരു ഓട്ടം ചാട്ടൊന്നുമില്ല. അവിടെ ഓടിന്റെ പ്ലെയർ ഒരൊറ്റ കൊടുക്കല. അപ്പൊ നമ്മളത് കൈയടിക്കേ ചേട്ടൻ മോളെ എന്ന് പറഞ്ഞ അതാ സംഭവം. അത് ഇവരൊക്കെ മുട്ടിളക്കിട്ടേ നിർത്തുള്ളൂ. എന്തെങ്കിലും പരിക്ക് പറ്റും, പിന്നെ ഗൾഫ് പോകും. അങ്ങനെ കുറെ പ്ലേയേഴ്സ് ഉണ്ട്. നമ്മ നേരത്തെ പറഞ്ഞ പോയിന്റ് അതാണ്. പരിക്കായാലും ഈ ഫുട്ബോൾ ഇങ്ങനെയാണ്, കളി നിർത്താൻ പറ്റില്ല. പക്ഷെ പ്രൊഫഷണലി ശരിക്കും ഇത് കുറെ മുന്നേ ചെയ്യേണ്ട ഒരു സംഭവമായിരുന്നു. ഒരുപാട് ലേറ്റ് ആയെങ്കിൽ ഇപ്പൊ അവർ ചെയ്യുന്നുള്ളത് ഭയങ്കര സന്തോഷം. കാരണം ഇപ്പം നമ്മുടെ സ്കൂളിൽ പഠിച്ച തന്നെ ഇഷ്ടം പോലെ പേര് കുറെ സ്ഥലത്ത് യൂറോപ്പിൽ തന്നെ അക്കാഡമിയിൽ നിന്ന് സെലക്ട് ആയിട്ട് ഓരോ ക്ലബിന്റെ അണ്ടറിൽ കോച്ച് ചെയ്യാൻ തന്നെ വന്നു ഈ യൂറോപ്പിൽ തന്നെ. അപ്പോൾ അവസരങ്ങളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇത് മറ്റേ ഈ അവസരങ്ങളുണ്ട്, അതിനനുസരിച്ചുള്ള ഇതില്ല സൗകര്യങ്ങൾ. അവിടെയാണ് മറ്റേ ചേത്രി എല്ലാവരെയും വന്നിട്ട് വിളിക്കുന്നത്, നിങ്ങൾ കളി കാണാൻ ഗ്രൗണ്ടിലേക്ക് വരൂ, നിങ്ങൾ ക്രിക്കറ്റ് കാണാൻ പോയി സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഫുട്ബോളിനെ സപ്പോർട്ട് ചെയ്യും. ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് ഒരു മനുഷ്യൻ പറയുന്നത്. ഒന്ന് ആലോചിച്ച്, ഒരു രാജ്യത്തിന്റെ ക്യാപ്റ്റൻ വന്നിട്ട് പറയാണ് ഞങ്ങളുടെ കളി വന്ന് കാണ്, കളി വന്ന് സപ്പോർട്ട് ചെയ്യും. ആര് ഈ ISL കാണാൻ പോകുന്ന പകുതി ആൾക്കാർ പോലും, KBFCയുടെ മഞ്ഞപ്പടയുടെ പകുതി ആൾക്കാർ, ആ സ്ട്രെങ്ത്തിന്റെ പകുതി ആൾക്കാർ പോലും നമ്മൾ പോകുന്നില്ല എന്നല്ല, പകുതി പോപ്പുലേഷൻ ഉള്ള രാജ്യത്തുനിന്നാണ് ഈ പറയുന്നത് ഇങ്ങനെ വരിയെന്ന് പറഞ്ഞിട്ട്. ആളതേ നിർത്താൻ പോവാണ്. 6-ാം തീയതി കുവൈറ്റിനായിട്ടുള്ള ക്വാളിഫയറിൽ വിരമിക്കൽ പ്രഖ്യാപിച്ചു. കാരണം ഇന്ത്യയിൽ ഗൂഗിളിലൊന്നും അടിച്ചേക്ക ബെസ്റ്റ് ഫുട്ബോളർ ഇൻ ഇന്ത്യ സുനിൽ ഛേത്രി, റിച്ചസ്റ്റ് ഫുട്ബോളർ ഇൻ ഇന്ത്യ സുനിൽ ഛേത്രി. കാരണം അത്രയും അച്ചീവ്മെന്റ്സ് ആൾ ഉണ്ടാക്കിയോണ്ടല്ല, ഞാൻ വേറെ അതുകൊണ്ട് പറയല്ല റിച്ചസ്റ്റ് ആയി അങ്ങനെ ബ്രാൻഡ് അംബാസഡർ ആയതുകൊണ്ടല്ല, പക്ഷെ ആളുടെ കളി കൊണ്ട് ഉണ്ടാക്കിയാണ്. ആള് അമേരിക്കൻ MLS പോയിട്ട് കാൻസാസിൽ സൂപ്പർ ഏതൊരു കാൻസാസ് സിറ്റിയുടെ ഒരു ക്ലബിലൊക്കെ കളിച്ചിട്ടുണ്ട്. യുണൈറ്റഡിനെതിരെ കളിച്ചില്ലേ? അതിന്റെ ഫോട്ടോ മെസ്സിന്റെ കൂടെ നിൽക്കുകയാണല്ലോ, 3ാമത്തെ ഇന്റർനാഷണൽ ഫിഫ എക്സില് പബ്ലിഷ് ചെയ്ത് എത്ര കഴിഞ്ഞ ആഴ്ച അതിന് മുന്നത്തെ ടോപ്പ് ഇന്റർനാഷണൽ ഗോൾ സ്കോററിൽ 3ാമതാണ്. ആ 433 അല്ലേ ആ പേജ്, അത് ഇടക്കിടക്ക് അപ്ഡേറ്റ് ചെയ്യും. അല്ല, ആൾക്കാർ പറയുന്നുണ്ട് അത് വീക്ക് ടീംസ് ആയിട്ട് റൊണാൾഡോ മെസ്സി കളിക്കണ പോലത്തെ ടീംസ് ആയിട്ടല്ലോ ഇന്ത്യ പോലത്തെ ടീം കളിച്ചിട്ടാണ് അവർക്ക് എത്തിയിട്ടുള്ളത്. അത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. അതെ അതെ, ഇത്ര പ്രായമായില്ലേ. അതെ,
ഇനി ആര് എന്നുള്ളതാണ് ചോദ്യം. ഇനി സഹല് കയറി എന്നിട്ട് കാണാം. അല്ല, രജിത്തിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യ എന്നാ വേൾഡ് കപ്പ് കളിക്കുക? ഒരു ധാരണയില്ല. ടീം ഇപ്പത്തെ പ്ലേയേഴ്സിനെ വെച്ചിട്ട് പറയാൻ പറ്റില്ല, ഒരു ധാരണയില്ല. നമുക്കിങ്ങനെ വെറുതെ ഒരു വർഷം പറയാം, എങ്ങനെ പോലെ ഒരു 25 വർഷം കഴിഞ്ഞാൽ ഇന്ത്യ എന്തായാലും വേൾഡ് കപ്പ് കളിക്കും. എങ്ങനെ കളിക്കും? അതാണ് ചോദ്യം. അതിനുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. റൂട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വയനാട്ടിലാന്ന് തോന്നുന്നു CK വിനീതൊക്കെ ഒരു അക്കാഡമി തുടങ്ങിയിട്ട് ഇഷ്ടംപോലെ അക്കാഡമികളുണ്ട്. ഇപ്പൊ ടാറ്റന്റെ ഒക്കെ ഒരുപാട് സ്കൂൾസ് ഉണ്ട്, ഫുട്ബോൾ സ്കൂൾസ് ഉണ്ട്. യൂറോപ്പിലൊക്കെ ഒരുപാട് ഉണ്ട്. നമ്മളെ നാട്ടിൽ AC മിലാന്റെ ഉണ്ട്. അതെ അതെ, AC മിലാന്റെ അക്കാദമി ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. കാരണം എന്തുകൊണ്ട് നമുക്ക് പറ്റിക്കൂടാ? അല്ല, അങ്ങനെ ഇംപ്രൂവ്മെന്റ് ചേഞ്ചസ് വരുന്നുണ്ട്. ഇപ്പൊ ടർഫായില്ലേ, നമ്മള് പണ്ട് പാടത്ത് കളിച്ചിരുന്ന നമ്മള് കാല് ബൂട്ടില്ലാതെ പ്രൊഫഷണൽ രീതിക്ക് പണ്ട് നമ്മൾ കളിച്ച് തുടങ്ങിയിട്ടില്ലായിരുന്നു. സ്കൂളിലാണ് അത് ഒന്നുകൂടി ഒരു അവയർനെസ്. അറിയില്ല, ബൂട്ടിന്റെ പകരം പണ്ട് ആംഗിൾ ക്ലാപ്പ് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. പട്ടീസോ അങ്ങനെ അതന്നെ, അതിട്ടിട്ട് കളിച്ചിരുന്നത്. പിന്നെ ഫിഫന് ഒരുപാട് പ്രൊജക്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയിലല്ലേ. നോക്കാം ഇനി ഫ്യൂച്ചർ. ഫിഫക്ക് കിട്ടിയ വലിയൊരു മാർക്കറ്റാണ്. ഏതൊരു ബിസിനസ്സുകാരന്റെയും ലക്ഷ്യമാണ് ഇന്ത്യൻ മാർക്കറ്റ് കിട്ടുക. ഇവിടെ മറ്റേ ആള് പറഞ്ഞ പോലെ ഒരു തീപ്പെട്ടി ഇത്ര ശതമാനം ആൾക്കാർക്ക് വിറ്റാവും കോടീശ്വരനാ. അതേപോലത്തെ ഒരു മാർക്കറ്റില് ഫുട്ബോൾ വിജയിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മെച്ചാണ്. അതിപ്പോ നമ്മള് സോഷ്യൽ മീഡിയയിൽ നോക്കുകയാണെങ്കിൽ ഏതൊരു യൂട്യൂബറിന്റെ ഇപ്പൊ മലയാളി യൂട്യൂബേഴ്സിന്റെ ഫോളോവേഴ്സ് നോക്ക്, മില്യൺസ് ഒക്കെ അല്ലേ. യുഎസിലെ ആലോചിച്ച് നോക്ക്, യുഎസിലെ അത്രയും ആൾക്കാർക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഇംഗ്ലീഷില് വ്ളോഗും കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരുടെ ആ ലെവൽ സബ്സ്ക്രൈബേഴ്സിന് നമ്മളെ മലയാളി വ്ളോഗേഴ്സിന് കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മളെ പോഡ്കാസ്റ്റിന് നമുക്ക് 400K ഫോളോവേഴ്സ് ആയി ഇൻസ്റ്റയില്. വലിയ മലയാളികൾ മാത്രം. അതെ, മലയാളികൾ മാത്രം. എത്രയോ വലിയ ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് ഉണ്ട്. അതിന്റെ ഫോളോവേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുള്ളൂ. ഞാൻ കാണുന്ന കുറെ നല്ല ഇതുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ അവർ ഷോർട്സും നമ്മളെ പോലെ ഒക്കെ ഇടുന്നുണ്ട്. പക്ഷെ അവർക്ക് കുറച്ചുള്ളൂ. നമ്മളെ മലയാളീസ് പൊളിയായതുകൊണ്ടാണ് ഒന്നാമത്. അതാണ്. അല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ടീമിന്റെ കൂടെ ഓഫീസിൽ ഡിന്നറിന് പോയി. അപ്പൊ ഇങ്ങനെ എന്റെ ഒരു ഫ്രണ്ട് ഇത് അറിയണുണ്ട്, ഒരു തമ്മിയാണ്. അപ്പൊ അവനിങ്ങനെ വേറെ പണിയെടുത്ത് പറഞ്ഞു. അപ്പൊ അവള് പറയും ഇവിടെ ഒരു 50K 100K ഒക്കെ ആണെങ്കിൽ ഭയങ്കര ഇൻഫ്ലുവൻസറാണ്. കാരണം പോളണ്ടിലൊക്കെ, അതായത് ഇവിടുത്തെ രാജ്യത്തെ പോപ്പുലേഷൻ വെച്ചിട്ടും ഇവിടുത്തെ ആ ഒരു ആൾക്കാരുടെ യൂസേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു 50K 100K ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര വലിയൊരു ഇൻഫ്ലുവൻസറാണ്. ഭയങ്കര എന്താ ഈ ബ്രാൻഡ്സ് ഒക്കെ കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസറാണ്. പക്ഷെ നിങ്ങൾ 400K എന്ന് പറയുമ്പോൾ ശരിക്കും എന്റെ കൊളീഗ്സിന് അവർക്ക് ഭയങ്കര അത്ഭുതം. 400K സംബന്ധിച്ചിടത്തോളം. അല്ല, ശരിയാ. നമ്മുടെ നാട്ടില് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന ഒരു ഓഡിയൻസിന്റെ ഒരു ഇതുണ്ടല്ലോ, നമുക്ക് ഒരു വിഡ്ത്ത്, ബാൻഡ് വിഡ്ത്ത്. ആ വിഡ്ത്തിൽ നിന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ അത് സക്സസ് ആക്കാന്ന് പറയുന്നത് ഒരിക്കലും. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഒഴുക്കുണ്ടായി കുറെ ആൾക്കാർ ഫേസ്ബുക്കിൽ നിന്ന് അടുത്ത കാലത്ത്. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ വലിയ ഈ താത്താരൊക്കെ വന്നുകൊണ്ട് വീഡിയോ ഇടല്ലോ ഇറക്കി. എന്തൊക്കെ പറഞ്ഞിട്ടൊക്കെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടാണ്. ഏതൊരു ഇക്കാനെ പറ്റിട്ട് പറഞ്ഞത്, മറ്റേ ഇക്ക എന്താണ് ആ ഇക്ക, എന്റെ ഇക്ക നല്ല ചെറുക്കാണ്, നാട്ടിലൊക്കെ ഇങ്ങനെ പോകുമ്പോ നോക്കും. അങ്ങനത്തെ കുറെ താത്താര് വന്നിട്ടുണ്ട്. ഇവരൊക്കെ ഉണ്ട്. പിന്നെ ഒരു ചേച്ചി ഉണ്ട്, ഒരു ചേച്ചി മോട്ടിവേഷൻ പറയുന്ന ചേച്ചി ഉണ്ട്. ആ ചേച്ചി ഒരു ലൈന് പറഞ്ഞിട്ടേ പോവുള്ളൂ. മെസ്സേജ് സീനാവേണ്ടിയിലല്ല പ്രശ്നം, സീനായിട്ട് റിപ്ലൈ തരാൻ അങ്ങനെയൊക്കെ ഒരു ലൈന് പറഞ്ഞിട്ട്. പിന്നെ മറ്റേ ആ ചെറിയ പയ്യുണ്ട്, അവൻ നന്നായിട്ട് മോട്ടിവേഷൻ പറയുന്നുണ്ട്, നല്ല രസത്തിലാവാൻ പറയുന്നുണ്ട്. പക്ഷെ ആൾക്കാരൊക്കെ അവൻ അന്ന് ട്രോൾ ചെയ്യുന്നുണ്ട്. എന്തിനാ എനിക്കറിയില്ല. അവൻ ലാസ്റ്റ് ശുഭദിനം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. നല്ല പോസിറ്റീവായിട്ടാണ്, നല്ല ഭാഷയാണ്, നല്ല പോസിറ്റീവായിട്ടാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. പക്ഷെ അതിൻ്റെ അടിയിൽ നെഗറ്റീവ് കമന്റ്സ് അല്ലേ വരേണ്ടത്. അത് അവൻ്റെ പാരൻസ് ആവും മിക്കവാറും മാനേജ് ചെയ്യുന്നത്. അവൻ വായിക്കുന്നുണ്ടാവില്ല. അവൻ വായിക്കുന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അവനക്ക് ചിലപ്പോൾ ഡൗൺ ആയിരിക്കും. പക്ഷെ അവൻ അങ്ങനെ ആരും, നമ്മളിത് കേൾക്കുന്നവരാരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത്. വളർന്നു വരുന്ന പയ്യന്മാരാണ് നാളത്തെ. അല്ല, സൈബർ ബുള്ളിങ് പറഞ്ഞ സംഭവം ഭയങ്കരമാണ്. ഇപ്പൊ റീസെന്റ് തന്നെ ഒരു കുട്ടി സൺഷെയ്ഡിൽ വീണിട്ട് അറിയാതെ വീണിട്ട് അതിന്റെ അമ്മ ആത്മഹത്യ ചെയ്തു. കാരണം എല്ലാരും അമ്മനെ കുറ്റപ്പെടുത്തി. സൈബർ ബുള്ളിങ് തന്നെ ഭയങ്കര എക്സ്ട്രീമാണ്. കാരണം ഇന്റർനെറ്റിലൊന്നും ഒരു രക്ഷയില്ല. അതായത് എന്തെങ്കിലും ഒന്ന് ചെറുത് കിട്ടിയാൽ മതി, ഇങ്ങോട്ട് പിടിച്ച് വലിച്ച് കീറും. ഇപ്പൊ വസീം ധോണി ഫാൻസിന്റെ എതിരെ പറഞ്ഞത് വസീം ഒരിക്കലും ധോണിനെ കുറ്റം പറഞ്ഞില്ല. ധോണി നല്ലൊരു പ്ലെയർ ആണെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അത് ആ രീതിക്ക് മാത്രമേ എടുക്കുള്ളൂ. അതേപോലെ ധോണിയുടെ കംപ്ലീറ്റ് ഫാൻസിനെയും പുള്ളിക്കാരൻ കുറ്റം പറഞ്ഞില്ല. ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും അത് നമ്മൾ ചിലപ്പോൾ ഡെലിവറി ചെയ്യണേ അത് വിചാരിച്ച പോലെ
അല്ല അത് റിസീവ് ചെയ്യണത്. അതിന് ഞാൻ വിചാരിച്ച് കുറെ റീൽ ഉണ്ടതിന് ശേഷം ഇവർ ഈ രീതിക്കാണ് അത് എടുത്തത്. നമ്മൾ ഇതുപോലെ ഉദ്ദേശിച്ചത്. നമ്മൾ പല കാര്യങ്ങളും ഒരു സംഭവത്തിന്റെ ഫോളോ അപ്പ് ആയിട്ടാണ് കൊണ്ടുണ്ട്. നമുക്ക് ഈ 1.5 മിനിറ്റ് 1 മിനിറ്റിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോ കോണ്ടെക്സ്റ്റ് ഇല്ലാതെ ആ റീല് മാത്രം കാണുമ്പോ അങ്ങനെ തോന്നിയേക്കാം. അതാണ് നമ്മ ഫസ്റ്റ് ബൈറ്റിൽ എന്താണ് കാണുന്നത്, നമ്മ മൈൻഡ് ഒക്കെ ഡിസിഷൻ എടുത്തു, ജഡ്ജി ആയി നമ്മ ഓൾറെഡി. ഓ ഇവരിതാണ് ഉദ്ദേശിച്ചേക്കുന്നത്, ഓക്കെ ഞാൻ ഇവരുടെ വീഡിയോ കണ്ടു തട്ടിക്കളെ, അല്ലെങ്കിൽ ഇവരെ ഏറിക്കറ്റാം. കാണുന്ന ആളെ ഏത് മാനസികാവസ്ഥയിലുള്ളത് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ നമ്മൾ വേറെ എന്തെങ്കിലും ചിന്തിച്ചിട്ട് പെട്ടെന്ന് ഈ റീൽ കാണുമ്പോൾ അതിന് ഇമ്പാക്ട് ചെയ്യും. നമ്മൾ ആ എന്താണ് ചിന്തിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ എന്താണ് എന്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ സംഭവം ആ റീലിലും ഇമ്പാക്ട് ചെയ്യും. എടുക്കുന്ന രീതി വെച്ചാൽ പല ആൾക്കാരും പല രീതിയിലും എടുക്കും അതിന്റെ കണ്ടന്റ്സ്. ഫസ്റ്റ് കമന്റ് എങ്ങനെയാണ് ഇതേ കമന്റ് ഞാനും ഇടാം. അതാണ് മെയിൻ കാര്യം. ഫസ്റ്റ് കമന്റ് എങ്ങനെ പോണോ അതുപോലെ ഇതാണ് ഇതിന്റെ സംഭവം എന്നുള്ള രീതിയിൽ ലൈനാണ്. അപ്പൊ ഇങ്ങനെ പോവാം. അല്ല ചില വീഡിയോ നമ്മള് കാണുമ്പോഴും അങ്ങനെയല്ലേ, കൊള്ളാല വീഡിയോ നോക്കുമ്പോ കമന്റിൽ ഫുള്ള് തെറിയായിരിക്കും. സത്യം അത് അപ്പോഴാണ് ചിന്തിക്കണേ. അപ്പൊ വിചാരിക്കും ഓഹോ ഇതെങ്ങനെയാണോ. നമ്മളങ്ങനെ ഇങ്ങനെ ഒരു ഫ്ലോയില് പറഞ്ഞു പോകും, പലതും പറഞ്ഞു പോകും, പിന്നെയാണ് ചിന്തിക്കുമ്പോ അയ്യോ എങ്ങനെ ആയാലും. രജിത്ത്, അപ്പൊ ഈ ധോണിയും എനിക്ക് ടോക്സിക് ഫാൻസ് ഉണ്ട് എന്നാണ് പറയാ. പ്രീമിയർ ലീഗിൽ ഏത് ക്ലബിനാണ്, അല്ലെങ്കിൽ ഈ ഇംഗ്ലീഷ് യൂറോപ്യൻ ലീഗിൽ ഏത് ക്ലബിനാണ് ടോക്സിക് ഫാൻസ് ഉണ്ടായിട്ട് രജിത്തിന് തോന്നിയിട്ടുള്ളത്? ഇറ്റാലിയൻ ലീഗില്, യൂറോപ്പില് ഏറ്റവും കൂടുതൽ റേസിസ്റ്റ് കമന്റുകൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ഇറ്റലിയാണ്, പിന്നെ സ്പെയിന്. ഇറ്റലിയുടെ ഇന്റർനാഷണൽ ഫുട്ബോൾ ടീമിനോ? ഐ മീൻ സീരിയ അല്ലേ ഇറ്റാലിയൻ ഫാൻസ്. ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഒരു പ്ലെയറിനെ ഗ്ലോറിഫൈ ചെയ്യുക, ഒരു ക്ലബിനെ പർട്ടിക്കുലർലി ഗ്ലോറിഫൈ ചെയ്ത് പറയല്ല. ഇറ്റാലിയൻ ഫാൻസ് റേസിസ്റ്റില് നമ്പർ 1 ആണ്. കാരണം അതേപോലെ തന്നെ സ്പെയിനും. ഇപ്പൊ തന്നെ നമ്മുടെ വിനീഷ്യസ് ജൂനിയറിന്റെ കാര്യം റീസെന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ മങ്കീന്ന് വിളിച്ചിട്ട് കുറെ അധിക്ഷേപിച്ചു. ഇറ്റാലിയൻ ഫാൻസ് ബലോട്ടലിനെ നല്ല രീതിക്ക് അനുഭവിച്ചത്. അതാണല്ലോ സെലിബ്രേഷൻ വൈ ഓൾവേസ് മീ എന്ന് പറഞ്ഞിട്ടാണ് സെലിബ്രേറ്റ്. അതിന്റെ ഭാഗമായിട്ടാണ് വൈ ഓൾവേസ് മീ എന്നുള്ളത്. എല്ലാരും എന്തിനെങ്ങനെ എന്നെ മാത്രം എന്നുള്ള രീതിക്ക് അത് അങ്ങനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഞാൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് പറയല്ലാട്ടാ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗില് അത്രയും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫാൻസ് ഇല്ല. ഒന്നുമില്ലെങ്കിൽ അവർ പ്ലേയേഴ്സിനെ അവരങ്ങനെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ എനിക്കൊണ്ട് ഓഡിയൻസിൽ തന്നെ കുറെ മൾട്ടി കൾച്ചർ ആയ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെയാണ് ജർമ്മനിയിൽ ഓസിലിനെതിരെ നല്ല റേസിസ്റ്റ് റിമാർക്സ് വന്നിരുന്നല്ലോ. അതെ അതെ. വേൾഡ് കപ്പിന് ഖത്തറിനെതിരെ ജർമ്മനിയില് അവര് മറ്റേ വായപൊത്തി മാത്രല്ല, അവര് സ്റ്റീരിയോ ടൈപ്പ് ആയിട്ടുള്ള കാണിക്കാൻ പാടില്ലാത്ത ഒരു സ്റ്റീരിയോ ടൈപ്പ് പ്രതിമ അവരുണ്ടാക്കി. ഒരു അറബി നമ്മുടെ വേൾഡ് കപ്പ് ഇങ്ങനെ കുനിച്ചീർത്തിയിട്ടുള്ള ഒരു സംഭവം ഇതിൽ വന്നല്ലേ, ജർമ്മനിയിൽ വന്ന ജർമ്മനിയിൽ പ്രതിഷേധിച്ചിട്ട്. അത് എന്തിനാന്ന് വെച്ചാല് മെയിൻ ആയിട്ട് കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു ആ ടൈമിൽ. നല്ല പ്രഷർ ഉണ്ടായിരുന്നു ഇവർക്ക്. ഓരോ രാജ്യത്ത് ഈ ഇംഗ്ലണ്ടിൽ നിന്നുണ്ടായിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഓരോ പൊളിറ്റിക്സ് പറഞ്ഞിട്ട് ഖത്തറിനെതിരെ നല്ല ഒരു ക്യാമ്പയിൻ പോലെ ഉണ്ടായിരുന്നു പല മീഡിയകളും. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവിടെ ഏഷ്യൻ കപ്പ് നടന്നു, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ആരും ഒന്നും പറഞ്ഞില്ല. വർക്കേഴ്സിൻ്റെ കാര്യം പറഞ്ഞില്ല. ഇനി അടുത്ത വേൾഡ് കപ്പ് എവിടെ നടക്കുന്നത്? US നടക്കുന്നത്. ഏറ്റവും കൂടുതൽ ബ്ലാക്സ് ജയിലിലുള്ള രാജ്യമാണ്. US, മെക്സിക്കോ, കാനഡ. എന്തൊക്കെ പ്രശ്നമുണ്ട്, പക്ഷെ ഒരാളും ഉണ്ടില്ല അവിടെ. മനസ്സിലായോ? അവിടെ ഒരാളും ഉണ്ടാൻ പോകുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇതാണ്. പക്ഷേ ഇറ്റാലിയൻ ഫാൻസ് ഒരുപാട് കുറെ പ്ലേയേഴ്സ് ദുരിതം അനുഭവിച്ചിട്ടുണ്ട് ഇറ്റലിയിൽ. കുറെ കണ്ണീര് വീണ മണ്ണാണ്. അതേപോലെ തന്നെ ഒരു സംഭവം AS റോമയാണോ ഇന്റർ മിലാനും AC മിലാനും ഉള്ള കളിയാണോ വേറെ ഏതോ കളിയാണോ അറിയില്ല, മൗറീഞ്ഞോ കോച്ച് ചെയ്തിരുന്ന റോമിലിരുന്നു കോച്ച് ചെയ്തിരുന്നു. മഴ പെയ്തിട്ട് ഇന്റർ മിലാൻ ബ്ലഡ് ഷെഡ് ചെയ്ത സമയത്തൊക്കെ ഇവര് സെലിബ്രേറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ മറ്റേ പിച്ചില് വെള്ളം ഇട്ടു. ഫൈനൽ കഴിഞ്ഞ് കപ്പെടുത്തു. കപ്പെടുത്തതിന് ശേഷം അവര് മറ്റേ വാട്ടർ സ്പ്രിംഗ്ലേഴ്സ് ഇല്ലേ ഗ്രൗണ്ടിൽ ഓണാക്കി. ട്രോഫി ഡിസ്ട്രിബ്യൂഷൻ ഒന്നും കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് മറ്റേ ഇന്റർവ്യൂവർ മൗറീഞ്ഞോട് ചോദിച്ചു ഇവരെന്ത് പണിയാണ് കാണിക്കുന്നത്, ഇവരെന്തിനാണ് ഇത് തുറന്നിട്ടേക്കെന്ന് ചോദിച്ചപ്പോൾ മൗറീഞ്ഞോ പറഞ്ഞു
വി ഷെഡ് എ ലോട്ട് ഓഫ് ബ്ലഡ് ഓഫ് ദാറ്റ് പ്ലേസ്, സോ വി നീഡ് ടു വാഷ് ഔട്ട്, സോ വി ജസ്റ്റ് ഓപ്പൺ ദിസ് വാട്ടർ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം അതേപോലെ ഈ കൊടി കാണിക്കുക, അതേപോലെ ഗ്രൗണ്ടിലേക്ക് ഓടി വന്നിട്ട് ഫേസ് ടു ഫേസ് കുറെ റേസിസ്റ്റ് കമന്റ്സ് പറയാ, അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ട്. അതേസമയം ഇംഗ്ലീഷ് ഫാൻസുകാർ അത്ര ടോക്സിക് അല്ല, അവരിങ്ങനെ തെറി വിളിക്കുമല്ല, റേസിനെ പറ്റി ടോക്സിക് ആവില്ലായിരിക്കും, പക്ഷെ പുറത്ത് ഫാൻസിനോട് ഭയങ്കര ടോക്സിക്. പിന്നെ അവർ മറ്റേ പോസ്റ്റ് ആൻഡ് സെലിബ്രേഷൻ ചെയ്യും. അതെ, കഴിഞ്ഞ യൂറോ ഫൈനലിന് ശേഷം ഒരു ഫാൻസിനൊക്കെ തല്ലേനെ. ആ വീഡിയോ കണ്ടില്ലേ, മാതിരി വയലൻസ് ആയിരുന്നു സ്റ്റേഡിയത്തില്. എവിടെ? ഇംഗ്ലീഷോ? മറ്റേ കഴിഞ്ഞ യൂറോ ഇതേ ഫൈനലിന് ശേഷം ഇതേ സംഭവമാണ്. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ റേസിസ്റ്റിന്റെ കാര്യം പറയുമ്പോൾ പറയേണ്ട കാര്യമാണ് മറ്റേ ജർമ്മനിയിൽ ഉണ്ടായിരുന്ന കേസുകൾ. ജർമ്മനിയിൽ ഒരുപാട് റേസിസ്റ്റ് കമന്റ്സ് ഒരുപാട് കുറേ വന്നിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒന്നും കുറേ അവർ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വന്നപ്പോൾ ഫേസ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത് അങ്ങോട്ട് പോകും തോറും ടോക്സിസിറ്റി ഭയങ്കര കൂടുതലാണ്. അതിപ്പോൾ ഓഫൺ നമ്മൾ ഇവിടെ ആണെങ്കിലും ഫസ്റ്റ് കാലങ്ങളിൽ അനുഭവിച്ചിരുന്നു. ഞാനടക്കം കുറേ പേര് ഇങ്ങനത്തെ സംഭവം. അത് യൂറോപ്പിലുള്ളതാണ്. അത് നമുക്കൊരു 100% ഒരിക്കലും വാഷ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അത് ഓൾറെഡി വേറെ ബ്ലഡിലുണ്ട് എൻ്റെ രാജ്യം. പക്ഷെ നമ്മളൊക്കെ ഇവിടെ കാരണം നിങ്ങളൊന്ന് വന്ന ടൈമത്തെ എക്സ്പീരിയൻസ് അല്ലേ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. നിങ്ങളുടെ ഒക്കെ അനുഭവം കേൾക്കുമ്പോൾ ഇത്രക്കൊക്കെ ഉണ്ടായിരുന്നു എന്ന്. ഇപ്പൊ അല്ല ഇവരൊക്കെ വന്ന ടൈമില്ലേ ആൾക്കാരൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ തുപ്പും ലെഫ്റ്റിക്ക്. അത് ആലോചിച്ച് നോക്ക്. ഞാനൊക്കെ ആ ലിഗിയന്റെ സ്റ്റേഡിയം അല്ലേ, അതിൻ്റെ കൂടെ പോകാൻ പേടിയായിരുന്നു അന്ന് ആൾക്കാർക്ക്, ഫോറിനേഴ്സിന്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പത്തെ ഫാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫാൻസ് ആയിരുന്നു. അപ്പോൾ ടോക്സിസിറ്റി ആയിട്ട് പീക്കല്ലേ. മറ്റേ സ്റ്റേഡിയത്തിൽ തീയിട്ട ഒരു വീഡിയോ കണ്ടിട്ടില്ലേ? അതേപോലെ തന്നെ അവര് കുറേ ഉണ്ട്. അവര് റയലിന്റെ ഇവിടെ പോയിട്ട് അടിയൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് ഇവിടെ ഇല്ലേ, ഇവിടെ ഫാൻസിന് ഒരാളും കയറ്റിയില്ല. ഇവിടെ റയൽ വന്ന് കളിച്ചപ്പോൾ ഫാൻസ് ഇല്ലാതെ കളി നടന്നേ. 2 ടീമിൻ്റെയും ഫാൻസ് ഇല്ല. സ്റ്റേഡിയം ഫുള്ള് കാലി. എന്താ വെച്ചാൽ പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് അവര് മറ്റേ സ്പാർക്ലേഴ്സ് വെച്ചിട്ട് തീയിട്ടെന്ന് തോന്നുന്നല്ലേ. കുറെ ഫൈൻ കിട്ടിയിട്ടുണ്ട് EFന്റെ എടുത്തുന്നവർക്ക്. ലീഗൊക്കെ നല്ല ഫൈൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് യൂറോപ്യൻ മൊത്തമുള്ളതാണ്. അതെ. രജിത്ത് ഈ വരുന്ന യൂറോ കപ്പിൽ രജിത്ത് ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നത്? യൂറോ കപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് ടീമാണ് ഫേവറേറ്റ്സുകൾ യൂറോ കപ്പിൽ എന്നെ സംബന്ധിച്ചിടത്തോളം. നിങ്ങളെല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെതെന്ന് വെച്ചാൽ ഓൾവേസ് കമ്മിങ് ഹോം എന്ന് പറയുന്ന ഒരു ടീം ഇംഗ്ലണ്ട്. ഇതുവരെ ഹോമിലേക്ക് വരുന്നില്ല, പക്ഷെ അവരെപ്പോഴും അത് പറയുന്നുണ്ട്. അത് വേൾഡ് കപ്പ് ആണെങ്കിലും പറയുന്നുണ്ട് ഇറ്റ്സ് കമ്മിങ് ഹോം എന്ന്, പക്ഷെ അത് വരുന്നില്ല. അതേപോലെ ഫ്രാൻസ് ലാസ്റ്റ് 8 വർഷങ്ങളിൽ മേജർ ടൂർണമെന്റ്സിൽ ആകെ ഒരു പ്രാവശ്യമാണ് അവർക്കൊരു നെഗറ്റീവ് റിസൾട്ട് ഉണ്ടായിട്ടുള്ളൂ. ബാക്കി എല്ലാ റിസൾട്ടുകളും മാക്സിമം അവർ പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കുന്നത്. ദാറ്റ് മീൻസ് ഒരു നല്ല ലെവൽ വരെ പോയിട്ടുണ്ട്. ഒരു അട്ടിമറി സംഭവിച്ച് തിരിച്ചു വന്നിട്ടില്ല. പിന്നെ ഫ്രാൻസ് ഫൈനല് പോയ ഫ്രസ്ട്രേഷനിൽ നിൽക്കുകയാണ്. പിന്നെ ഫ്രാൻസിന്റെ ടീമിന്റെ അപ്ഡേറ്റ് എങ്കോളോ കാന്റെ തിരിച്ചു വന്നുള്ളൊരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ മിഡ്ഫീൽഡിൽ എണ്ണിട്ട പോലെ എങ്കോളോ കാന്റെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഫ്രാൻസും ഇംഗ്ലണ്ടുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. DOP സാധനം പ്രശ്നമായിട്ട് സീനായിട്ട് ഇപ്പൊ ആള് കളിയില്ല, കുറച്ച് നാള് വിലക്കാണ്. എത്ര വർഷം ഉണ്ടല്ലോ അല്ലേ ആളത് ഇത് പറഞ്ഞിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് ഗോയിങ് ഓൺ. ഈ പോഗ്ബന്റെ പറ്റി കുറെ സ്റ്റോറീസ് റീസെന്റ് വന്നിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡില് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പുള്ളിക്കാരന്റെ ബ്രദറാ പറഞ്ഞത് പോഗ്ബ കൊണ്ടുപോയിട്ട് എന്താ റിച്വൽ ചെയ്തിട്ടുണ്ട്, ഗ്രൗണ്ടില് കുഴിച്ചിട്ടിട്ടുണ്ട്. സ്വന്തം ബ്രദറാ അത് പറഞ്ഞേ. എന്താ കുഴിച്ചിട്ട് അങ്ങനെ എന്തേലും ഈ പിന്നെ ഈ ചില രാജ്യങ്ങളുണ്ടല്ലോ, ഈ ആഫ്രിക്കയിൽ ചില രാജ്യങ്ങൾ അവരിതിന്റെ മെയിനാ. ഇപ്പൊ കൊറേ വീഡിയോസ് പാവകളൊക്കെ വെക്കും ഗോൾ പോസ്റ്റിന്റെ ബാക്കിൽ ഗോൾ കീപ്പേഴ്സ് ഗോൾ കയറാതിരിക്കുക, എന്നിട്ട് അതന്നെ കീപ്പർ കൊണ്ടുപോയി വെക്കുക, എന്നിട്ട് വേറൊരാള് വലിച്ചെറിയുമ്പോ എന്റെ പിന്നാലെ കൂടി അടിക്കാനൊക്കെ നിൽക്കുക. അല്ല, സൂപ്പർസ്റ്റിഷ്യൻസ് ഓൾവേസ് ഫുട്ബോളിലുണ്ട്. ചില ഗോൾ കീപ്പർമാര് ടർക്കി ക്യാരി ചെയ്യും, അവരുടെ ബിലീഫാണ്. അങ്ങനെ കൊണ്ടുപോയി പോസ്റ്റിലർ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇത്ര ഈ ടീം നമ്മൾ ജയിക്കും. അല്ലെങ്കിൽ നമ്മ ഒരു സർട്ടൻ പർട്ടിക്കുലർ കളർ ഗ്ലൗ ഇട്ട് കഴിഞ്ഞാല് ഓക്കെ. സൂപ്പർസ്റ്റിഷ്യൻസ് എപ്പോഴും എല്ലാ സ്ഥലത്തെയും പോലെ ഫുട്ബോളിലും ഉണ്ട്. പക്ഷെ അത് ആരും അങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കില്ല എന്ന് മാത്രം. ഇപ്പൊ അത് കുറെ കുറഞ്ഞുണ്ടായിരിക്കും. പണ്ടൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ചില ഹെയർ സ്റ്റൈൽസ്, പർട്ടിക്കുലർ ഹെയർ സ്റ്റൈൽസ് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന കുറെ പ്ലേയേഴ്സ് ഉണ്ട്. ഈ ഫ്രാൻസും ഇംഗ്ലണ്ടും ഫൈനലിൽ വരികയാണെന്ന് രജിത്ത് ആരെ സപ്പോർട്ട് ചെയ്യാം? ഫ്രാൻസ് ഇംഗ്ലണ്ടും വരികയാണെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം. നല്ല ടീം ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ടീമിനെ
സപ്പോർട്ട് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഫൈനലിൽ ആരാണോ അടിപൊളിയായി കളിക്കുന്നത് അവരെടുക്കട്ടെ. കാരണം രണ്ട് ടീമും ഡിസേർവിംഗ് ആണ്. ഇംഗ്ലണ്ടും ഡിസേർവിംഗ് ആണ്, കാരണം ഒരുപാട് നല്ല പ്ലേയേഴ്സ് ഉണ്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഫോമായ കുറേ പ്ലേയേഴ്സ് ഉണ്ട്. ഫ്രാൻസിൽ ഓൾറെഡി സെറ്റായ ഫ്രാൻസിന് 2 ടീം ഉണ്ടാക്കാം. ഫ്രാൻസിന് അതാ പറഞ്ഞു, ഒരു 2 ടീം ഉണ്ടാക്കാനുള്ള പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷേ മെയിൻ എംബാപ്പെ തന്നെ ആയിരിക്കും തുറപ്പിച്ചിട്ട്. അണ്ണൻ തിരിച്ചു വന്നിട്ടുണ്ട്. അണ്ണൻ തിരിച്ചു വന്നിട്ടുണ്ട്. അണ്ണന്റെ ഇമ്പാക്ട് ചെറുതല്ല മോനെ. പിന്നെ അണ്ണനെയും വില കുറച്ച് കാണാൻ പറ്റൊന്നുമില്ല. അണ്ണന്റെ ടീം നല്ല അടിപൊളി ടീം ആശയിലായിരിക്കും വേൾഡ് കപ്പിന്റെ. ഒരു പക്ഷേ കോച്ച് ചേഞ്ച് ആയി. പണ്ടത്തെ ബെൽജിയത്തിന്റെ കോച്ചായി ഇപ്പൊ പോർച്ചുഗലിന്റെ കോച്ച്. ആള് ടീം പ്രഖ്യാപിച്ചു. ആളുടെ പേര് ഞാൻ മറന്നു, മാർട്ടിനെല്ലിയോ മാർട്ടിനസോ അങ്ങനെ എന്തോ ഒരു ബെൽജിയത്തിന്റെ പണ്ടത്തെ കോച്ചായിരുന്നു. അതിനുശേഷമാണ് ഇപ്പൊ തിരിച്ചു വരുന്നത്. വളരെ ടഫായിരിക്കും പോർച്ചുഗലിന് യൂറോ കപ്പ്. അങ്ങനെ പറഞ്ഞിട്ടാണല്ലോ 2002 യൂറോ മുന്നേ ഫൈനൽ ജയിച്ചില്ലേ, കപ്പെടുത്തില്ലേ. ആരും എക്സ്പെക്ട് ചെയ്യാത്ത ടീമായിരുന്നു പോർച്ചുഗൽ. ഫൈനൽ വരെ എത്തി. അന്ന് ആൾക്ക് പരിക്കായില്ലേ, നല്ലൊരു പരിക്കായി. പക്ഷെ പിടിച്ചെന്ന് സൈഡ് ലൈനിൽ നിന്ന് ടീമിനെ നയിച്ച്. പോർച്ചുഗൽ ടീമുണ്ടോ പ്രാവശ്യം? ടീമുണ്ട്. പോർച്ചുഗൽ നല്ല ടീമല്ലേ. പെപ്പെ ഉണ്ടല്ലോ അല്ലേ, പെപ്പെ ഉണ്ട്. ഇതിലും കളിക്കുന്നുണ്ട്. ബ്രൂണോ ഫെർണാണ്ടസ് 41 വയസ്സ് പെപ്പയ്ക്ക്. ഓൾഡസ്റ്റ് പ്ലെയർ ആ തോന്നുന്നല്ലേ യൂറോയില്. തക്കു ആരാണ്? ഏതെങ്കിലും ഒന്ന് മരണ ഗ്രൂപ്പിലാണ്. ആരൊക്കെ? പിന്നെ മറന്നുപോയില്ല ദൈവമേ. സ്പെയിൻ ആരൊക്കെ ഉണ്ടായിരുന്നു അവിടെ മറന്നുപോയി. സ്പെയിന് സത്യമായിട്ടും സ്പെയിന്, ക്രൊയേഷ്യ, അങ്ങനെ വേറെ മരണ ഗ്രൂപ്പാണ്. മരണ ഗ്രൂപ്പ് അതാണ് അല്ലേ? കുഴപ്പമില്ല. പക്ഷേ നോക്കാം എന്തായാലും. പക്ഷെ കറുപ്പ് കുതിരകളാവുന്ന സെർബിയനെ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട് കുറെ പേര്. സെർബിയ ഇപ്രാവശ്യം കറുപ്പ് കുതിരകളാവെന്ന് പറയുന്നത്. കുറെ വൻമരങ്ങളെ, ബ്രസീൽ പോലുള്ള വൻമരങ്ങളെ പടകെത്തി വീഴ്ത്തിയിട്ടുണ്ട് സെർബിയ പല പ്രാവശ്യം. നിശ്ചിനോ വാമോസാണ് അവിടെ മൊത്തം. ഞാൻ ജർമ്മനി നല്ല ചാൻസ് ഉള്ള ടീമാട്ടോ. ഞാൻ പറയാൻ പറ്റുമോ, ജർമ്മനിയും ഹോസ്റ്റാണ്. ക്രൂസിന്റെ ലാസ്റ്റ് മാത്രല്ല ജനറേഷൻ ചേഞ്ച് നേരിടുന്ന ഒരു ക്ലബാണ്, ടീമാണ് ജർമ്മനി. കുറെ പേര് മുസിയാല, കുറെ പുതിയ പ്ലേയേഴ്സ്, ആന്റോണി റുഡിഗർ ഒക്കെ നല്ല കട്ട റയൽ മാഡ്രിഡില്. ടിക്കറ്റിന്റെ സാധനം കോമഡി ആയിരുന്നു. ടിക്കറ്റ് ഇതുവരെ ഇല്ലാത്തൊരു ടാസ്ക് ആയിരുന്നു ടിക്കറ്റില്. കാരണം എന്താ വെച്ചാല് ടിക്കറ്റ് നമുക്ക് ഓൺലൈനിൽ കയറി എടുക്കാൻ പറ്റില്ല. നമ്മള് ഒരു 2 മാസം മുന്നേ രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് നമുക്ക് ഏതൊക്കെ മാച്ചസ് ടിക്കറ്റ് വേണമെന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. ജസ്റ്റ് ഇതില് വെച്ചാല് നമുക്ക് അവര് ഫിക്സ്ചർ വെച്ചാല് ഗ്രൂപ്പ് എയില് ടീം 1 ടീം 2 എന്നിട്ടുണ്ടാവുള്ളൂ. നമുക്കറിയില്ല ഇതിൽ ഏത് ടീമാണ്. കാരണം ഇത് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നേക്കാളും മുന്നേ അറിഞ്ഞു ടിക്കറ്റിന്റെ സീന്. അല്ല, ആ ടൈമിൽ ചീപ്പായി കിട്ടുമെന്ന് പറയുമ്പോൾ നമുക്കൊരു ഡയറക്റ്റ് ആക്സസ് ഇല്ലല്ലോ അതിലേക്ക്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ടീം, ഞാനല്ലാത്തിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ 4 ടിക്കറ്റ്, നോക്കൗട്ടിൽ 4 ടിക്കറ്റ്, ഫൈനലിൽ 4 ടിക്കറ്റ്, സെമി ഫൈനലിൽ 4 ടിക്കറ്റ്, എല്ലാത്തിനും കൊണ്ട് ലോട്ട് ഇട്ടിട്ട് ഒന്നും കിട്ടിയില്ല. ഒരെണ്ണം പോലും മെയിൽ വന്നില്ല എനിക്ക് രജിസ്റ്റർ ചെയ്തിട്ട്. അപ്പോൾ ഇത് ആർക്കേ ടിക്കറ്റ് കിട്ടുന്നത്? എന്തപ്പോൾ ഇതിൻ്റെ ആവശ്യം? നോർമലി ചെയ്താൽ പോരെ എന്ന് ആലോചിക്കുന്നത്. കാരണം തൊട്ടടുക്ക് നടക്കുന്ന യൂറോ കപ്പ് കാണാൻ നിർവാഹമില്ലാത്ത അവസ്ഥയായിപ്പോ. കണ്ടസ്റ്റിലൊക്കെ ജോയിൻ ചെയ്ത് ഒരു വീഡിയോ ഒക്കെ ഇട്ട് ഈ കണ്ടസ്റ്റ് ഏറ്റവും കൂടുതൽ ലൈക്ക് വ്യൂ ഒക്കെ കിട്ടുന്ന ആള്. അത് അഡിഡാസിന്റെ ഒരു ക്യാമ്പയിൻ ആയിരുന്നു, 8 മണിക്കൂർ. അങ്ങനെയെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ചേച്ചി പറയുന്ന ഇട്ടിട്ട് മറ്റേ ജഗ്ലൊക്കെ ചെയ്ത് വീഡിയോ ഇട്ടത്. അതും ഗുണം പിടിച്ചില്ല. യൂറോ കപ്പ് കാണണ്ടെന്നാണ് ഇപ്രാവശ്യത്തെ തീരുമാനം. TV കാണാന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ വേറെ ടിക്കറ്റ് കിട്ടണം. അങ്ങനെ എത്ര ടിക്കറ്റ് റേറ്റ് ഇപ്പോ? ടിക്കറ്റ് അപ്പോൾ എടുക്കുന്ന സമയത്ത് ഗ്രൂപ്പ് സ്റ്റേജിന് 80 യൂറോ അങ്ങോട്ട് ഉണ്ടായിരുന്നു. 400 യൂറോ എന്നൊക്കെ പറഞ്ഞു. 400-500 യൂറോക്കൊക്കെ 600 യൂറോക്കെ കിട്ടും. വലിയ എമൗണ്ട്. അതും ഇതിൽ 20-30 ഇട്ടുണ്ടാവും ചിലപ്പോ. ഇവിടെ ഗ്രൂപ്പ് സ്റ്റേജിനൊക്കെ എത്രയാ 40 യൂറോ ഒക്കെ ഉണ്ടായുള്ളൂ. അത് നമ്മളിങ്ങനെ സ്റ്റേജ് കൂടുന്തോറും നോർമലി എല്ലായിടത്തേയും പോലെ തന്നെ ഇങ്ങനെ പൈസ കൂടി നമ്മളിത് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, എല്ലാരെ കൊണ്ടും ചെയ്യിപ്പിച്ചു. ഇപ്പൊ ഞാൻ എന്റെ സർക്കിളിൽ തന്നെ ഒരു 5 ആൾ ഒരുമിച്ച് ചെയ്തു. ആർക്കും മെയിൽ വന്നില്ല. ജർമ്മനിയുള്ളവർ
നമ്മൾ കളിക്കാൻ പോയ സമയത്ത് ജർമ്മനിയിലെ ഒരു കൂട്ടുകാരനെ കണ്ടപ്പോൾ അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവനും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് ആർക്കാണ് കിട്ടുന്നത് എന്താണെന്നറിയോ? ഈ ഇൻ്റർനാഷണൽസിന് ഈ ടീം ഈ ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ അവർക്ക് ഇത്രയും പർട്ടിക്കുലർ ടിക്കറ്റ് ഇവർക്ക് കൊടുക്കണം. ലെറ്റ്സ് ജർമ്മനിയും ഫ്രാൻസും കളിക്കുന്നുണ്ട്, അപ്പോൾ ഫ്രാൻസിൻ്റെ ട്രാവലിംഗ് ഫാൻസിന് ഇത്രയും ടിക്കറ്റ് ഇവർ കൊടുക്കണം. അപ്പോൾ അത്രയും അവർ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അയച്ചാൽ ഈ ടീമിൽ എന്തായാലും ഒരു 2 ടീം വരുമല്ലോ, അപ്പോൾ അവരത് ഓൾറെഡി ഫിക്സ്ഡ് ആക്കിയിട്ട് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒരു അല്ല, എന്നാലും ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഉണ്ടാവും, ചെറിയൊരു എമൗണ്ട് ടിക്കറ്റ്സ് ഉണ്ടാവും, എന്നാലും ഫുൾ ആക്സസ് ആയിരിക്കില്ല. ഇനി അതായിരിക്കും ചിലപ്പോൾ ഇനി അവരെടുത്തിട്ട് ഇപ്പോൾ ബ്ലാക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ഫേസ്ബുക്കിൽ നോക്കിയാൽ കാണാം ടിക്കറ്റ്സ് അവൈലബിൾ. എങ്ങനെ ടിക്കറ്റ് എടുത്ത് വിശ്വസിച്ച് ആൾക്കാർ. പിന്നെ നമ്മളെ നാട്ടിലത്തെ സിസ്റ്റം ഇവിടെ ഉണ്ട് കേട്ടോ. കളിന്റെ അന്ന് ഗ്രൗണ്ടിന്റെ അടുത്ത് പോയാൽ അവിടെ വെക്കുന്നത് നമ്മളെ ജിയോ കളി കണ്ടിട്ടില്ലേ? നമ്മൾ കളിക്കുന്നതിനിടയിൽ ആള് സെൽഫി മറ്റേ പോളണ്ടിന്റെ ഇട്ടിട്ട് അപ്പൊ പോയി എടുത്തോണ്ട് പുറത്തെ ആൾക്കാരെ വിൽക്കും, അങ്ങനെ എടുക്കുന്നവരുണ്ട്. റൈറ്റ് ആയിരിക്കും. പിന്നെ ഏതാ രജിത്ത, പിന്നെ ഏതാ ടീംസ് ഉള്ളത്? നമ്മൾ ആർദാഗുള്ളറൊക്കെ അല്ലേ? എന്തായാലല്ലേ നമ്മ ക്ലബിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറയേണ്ട കാര്യം നമ്മൾ പറഞ്ഞില്ല, ബയർ ലെവർകൂസൻ, സാബി അലോൺസോ. ഈ ഒരു യുഗം എന്ന് പറയുന്നത് പ്ലെയേഴ്സ് കോച്ചായിക്കൊണ്ടിരിക്കുന്ന ഒരു യുഗമാണ്. എല്ലാവരും അങ്ങനെ തന്നെ. ഗാർഡിയോളയും പ്ലെയറാണ്, ആൻസലോട്ടിയും പണ്ടത്തെ പ്ലെയറാണ്, എല്ലാവരും പ്ലെയേഴ്സാണ്. പക്ഷേ സാബി അലോൺസോ എന്ന് പറഞ്ഞ ഒരാൾ ബയർ ലെവർകൂസൻ എന്ന് പറഞ്ഞൊരു ടീമിനെ എവിടെ നിന്നാണ് എടുത്ത് കൊണ്ടുവന്നതെന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അത് കൊടുത്തിട്ട് ഒരു 51 അൺബീറ്റൺ റണ്ണ് എന്ന് വെച്ചാൽ ബുണ്ടസ് ലീഗയിൽ ഇതുവരെ ആരും ഇങ്ങനെ ടൈറ്റിൽ അടിച്ചിട്ടില്ല. 90 പോയിന്റാണ് അവർക്ക് അയക്കുന്നത്. പക്ഷെ 100 പോയിന്റിൽ അടിച്ചിട്ടുണ്ട് ടീമുകൾ, പക്ഷെ അവർ അൺബീറ്റൺ അല്ല. മേ ബി ദേ ഹാവ് മോർ ഡ്രോസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അതായിരിക്കും വിശ്വസിക്കുന്നത് ഞാൻ. അപ്പോൾ ഈ സാധനം കൊണ്ട് 51 മാച്ച് അൺബീറ്റൺ ആയി വന്നിട്ട് 2 ഫൈനലും ബുണ്ടസ് ലീഗയും. അതേസമയം നമ്മൾ ബുണ്ടസ് ലീഗിൽ നോക്കേണ്ട ഒരു അധപതനമാണ് ബയേൺ മ്യൂണിക്കിന്റെ അധപതനം. ചാമ്പ്യൻസ് ലീഗ് കിട്ടാൻ വേണ്ടിയിട്ട് ടോട്ടൻഹാമെന്ന് ഹാരി കെയ്നെ കൊടുന്നപ്പോൾ ചാമ്പ്യൻസ് ലീഗും പോയി, ബുണ്ടസ് ലീഗിൽ നിന്ന് 3-ാം സ്ഥാനമായി. കാരണം ലാസ്റ്റത്തെ 3 കളി ഹാരി കെയ്നെ ഒരു പരിക്ക് പറ്റി, ലാസ്റ്റ് 3 കളി 2 കളി പൊട്ടി 3-ാം സ്ഥാനത്ത് തള്ളപ്പെട്ടു. അപ്പോൾ ഈ ബയർ ലെവർകൂസന്റെ കാര്യം പറയുമ്പോൾ 2 ഫൈനൽ, DFB പോക്കളും അതേപോലെ യൂറോപ്പ ലീഗ്. ഇന്നിപ്പോൾ നമ്മൾ പോഡ്കാസ്റ്റ് നടക്കുമ്പോൾ ഇന്നലെ യൂറോപ്പ ലീഗ് കഴിഞ്ഞിട്ട് അവർ അൺബീറ്റൻ റണ്ണ് തീർന്നു. അൺബീറ്റൻ റണ്ണ് കഴിഞ്ഞു. കാരണം എന്താ വെച്ചാൽ സങ്കടകരമായ ഒരു സംഭവം എന്താ വെച്ചാൽ ഒരു നൈജീരിയൻ സ്ട്രൈക്കറാണ് 3 ഗോൾ അടിച്ച് ഹാട്രിക് അടിച്ചു. അത് കിഡിലൊരു എണ്ണം പറഞ്ഞ ഗോളുകൾ. ഈ അറ്റ്ലാന്റയ്ക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്. അറ്റ്ലാന്റ 62 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു കപ്പ് അങ്ങനെ എടുക്കുന്നത്. പക്ഷെ ഈ അൺബീറ്റൺ ആയി ഓടിക്കൊണ്ടിരിക്കുന്ന ടീമിനെ തോൽപ്പിക്കലാണ് അറ്റ്ലാന്റയുടെ പരിപാടി. കാരണം പണ്ട് ഇതേപോലെ ലിവർപൂൾ ഒരു അൺബീറ്റൺ റൺ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അറ്റ്ലാന്റ ഒന്ന് ലിവർപൂളിനെ പൊട്ടിച്ചു. അതേപോലെ ഇപ്പൊ അൺബീറ്റൺ റൺ ആയിക്കൊണ്ടിരിക്കുമ്പോൾ അത് അവർക്കൊരു ഇരട്ടി സന്തോഷമല്ലേ? കപ്പ് എടുത്തു, അൺബീറ്റൺ ആയിട്ടുള്ള ഒരു റണ്ണുള്ള ടീമിനെ തോൽപ്പിക്കുകയും ചെയ്തു. സാബി അലോൺസോയുടെ മുഖമൊക്കെ ഭയങ്കര സങ്കടമാണ്. പക്ഷെ എന്നാലും അവർക്ക് ഒരു ഫൈനലും കൂടി ഉണ്ട്. എന്തായാലും അവർക്ക് തിരിച്ചെത്താൻ പറ്റുമെന്ന് തോന്നുന്നു. ഭയങ്കര ഒരു അഗ്രഷനും അവസാന കളിയിലൊന്ന് ബുണ്ടസ് ലീഗയുടെ കളിയിലൊന്ന് ഇത് മാത്രമേ ചാൻഡുള്ളൂ, ക്സാബി ഇത് മാത്രമേ ചാൻഡുള്ളൂ. കാരണം അതേപോലെ തന്നെ സാബി അലോൺസിനെ കുറിച്ച് പറയുമ്പോഴാണ് സെസ്ക് ഫാബ്രിഗാസിനെ കുറിച്ച് പറയാതിരിക്കാനില്ല. സെസ്ക് ഫാബ്രിഗാസും ഒരു നല്ല ടീമിനെ കോച്ച് ചെയ്യുന്നുണ്ട് സ്പെയിനിൽ. എന്നിട്ട് ഈ പ്ലെയേഴ്സ് എല്ലാവരും നമ്മൾ നോക്കുമ്പോൾ സ്പാനിഷിൽ കുറച്ചധികം ആൾക്കാർ വരുന്നുണ്ട്. അതേപോലെ സെയിം ആസ് ഇറ്റലി. സ്പാനിഷിലിപ്പോൾ ലൂയിസ് എൻറിക്കെ ഉണ്ട്, PSG ചെയ്യുന്നത്. സാബി അലോൺസോ ഉണ്ട്, പിന്നെ സെസ് ഫാബ്രിഗാസ് ഉണ്ട്, ഗാർഡിയോള. സ്പെയിനിൽ നിന്ന് ഇവർക്ക് എന്തോ ഒരു സ്കൂൾ എന്തോ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. ഇവരിങ്ങനെ പഠിപ്പിച്ചിട്ട് അങ്ങോട്ട് ഒരു ഡച്ച് ലീഗിലുണ്ട്. ഇന്ന് ഞാൻ വാർത്ത കണ്ടു വാൻ പൈസ ചെയ്യുന്ന. പക്ഷെ പ്രീമിയർ ലീഗിൽ അൺബീറ്റൺ റെക്കോർഡ് അത് ഇന്ത്യ ഒരു ക്ലബിന് മാത്രമേ ഉള്ളൂ. ആർസണൽ ഒരു ക്ലബ്ബ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആർസണൽ മാത്രം. ആ ഒരു എൻട്രി ഉള്ള ടൈമില് അതൊരു സീസൺ. അന്ന് എനിക്ക് ഓസിലിനെ നല്ല ഇഷ്ടമായിരുന്നേ. എന്റെ ഫസ്റ്റ് പ്ലെയർ ആണ്. എല്ലാവർക്കും ഒരു ഫസ്റ്റ് ഫേവറേറ്റ് ആയി വരുന്ന പ്ലെയർ ഉണ്ട്, ലൂയിസ് നാനി. എന്റെ ഫസ്റ്റ് അയാൾക്കൊരു റൊണാൾഡോയുടെ ഒരു സിമിലർ കളിയൊക്കെ എനിക്ക് അന്ന് ഫീൽ ചെയ്തിരുന്നത്. അതെ, ഒരു പോർച്ചുഗീസുകാരനാണ്. എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു പ്ലെയറാണ് പുള്ളിക്കാരനെയാണ്. എനിക്ക് നമ്മൾ ഫുട്ബോളൊക്കെ കളിച്ച് വരുമ്പോൾ ക്യാമ്പൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു പ്ലെയറിനൊക്കെ പോലെ ആവണം തോന്നുമ്പോൾ അങ്ങനെ ഒരു പ്ലെയർ ആയിരുന്നു.
എൻ്റെ കയ്യെ സർജറിക്ക് വെക്കുമ്പോൾ എൻ്റെ കൈമ മൈലാഞ്ചേറ്റ് നാനി നിങ്ങളപ്പോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആവേണ്ട ആളാട്ടോ. അന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അന്ന് എനിക്കൊരു ക്ലബ്ബ് ഇങ്ങനെ ഫിക്സ് ചെയ്യണം എന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് എപ്പോഴും ആർസനലിനോട് ഹിസ്റ്ററിയൊക്കെ കണ്ടപ്പോൾ ആർസനലിൻ്റെ എൻട്രിയുടെ ഈ സ്റ്റോറീസൊക്കെ കണ്ടിട്ട് ഞാൻ ആർസനലായി. പിന്നെ ഓസിൽ വന്നു. ഓസിൽ നല്ല കളിയൊക്കെ കളിച്ച് നല്ല സീസൺ, നല്ലൊരു അയാൾ പ്ലേ മേക്കറൊക്കെ ആയിരുന്നു, നല്ല ഒരുപാട് അസിസ്റ്റൊക്കെ ചെയ്തിരുന്നു ചില സീസണിലൊക്കെ. ഓസിൽ നല്ലൊരു പ്ലെയറാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീമിയർ ലീഗിലും കളിച്ച എല്ലാ കളിയിലും എല്ലാ ടൂർണമെൻറ്റിലും ഇപ്പോൾ വേൾഡ് കപ്പാവട്ടെ യൂറോ കപ്പാവട്ടെ അതിലൊക്കെ അസിസ്റ്റിൽ ഏറ്റവും ടോപ്പ് അയാൾ വന്നിട്ടുണ്ട്. അതൊരു സംഭവം തന്നെയാണ്. പക്ഷെ കരിയർ അവസാനിച്ചതൊരു ഒരുമാതിരി അവസാനമായി. അയാൾ തുർക്കിഷ് ലീഗിൽ പോയിട്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാളെ 2 പ്രൈം ടൈം എന്ന് പറഞ്ഞാൽ ഒന്ന് റൊണാൾഡോയുടെ ഒപ്പം റയലിൽ കളിച്ചപ്പോഴും പിന്നെ 2016 സീസണിലാണ് ആർസനൽ സെക്കൻഡ് എങ്ങാനും എത്തിയപ്പോൾ അന്ന് ലൈസർ അവർ കപ്പെടുത്ത ടൈമിലും നല്ല സീസണായിരുന്നു പുള്ളിക്കാരന്. അപ്പോൾ അതാ പറഞ്ഞ ആർസനൽ ആ ഒരു റണ്ണ് അടിപൊളിയായിരുന്നു. ആർസനൽ ഇപ്പോഴും റൺ ചെയ്യുന്നുണ്ട്, അവിടെ എത്തുന്നില്ല എന്നുള്ളൂ. കാരണം കഴിഞ്ഞ പ്രാവശ്യം 4 പോയിന്റിന് മിസ്സായി, ഇപ്രാവശ്യം പഠിക്കൽ കൊണ്ടിട്ട് 2 പോയിന്റിന് മിസ്സായി. എന്താണെന്നറിയില്ല. ഇപ്പോൾ മൊത്തം പ്രീമിയർ ലീഗ് ഫാൻസ് ശരിക്കും ആർസനലിൽ ഒരു കപ്പ് കിട്ടിയെങ്കിൽ അതിന് സിറ്റിയോടുള്ള ഹേറ്റ് കൊണ്ടാണോ എന്നുള്ളൊരു ഈ സിറ്റി പണ്ടാറങ്ങൾ ഇനിയും കപ്പെടുത്ത സംഭവം കൂടി. ചിലർ പറയുന്നുണ്ടല്ലോ ഈ ഗാഡിയോളക്ക് ബോറടിച്ചപ്പോൾ ഗാഡിയോളനെ അർട്ടേറ്റനെ കൊടുത്തിട്ട്, അർട്ടേറ്റനല്ലോ ആർസനലിന്റെ കോച്ച്, അപ്പോൾ പുള്ളിക്കാരനെ ട്രെയിൻ ചെയ്തൊരു എതിരാളിനെ ഉണ്ടാക്കി. അങ്ങനെയാണ് സംഭവം നടക്കുന്നത്. അസിസ്റ്റന്റ് കോച്ച് ആയിരുന്നല്ലോ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആർട്ടേറ്റ. അതേപോലെ ഇപ്പോ യങ് പ്ലെയർ ഓഫ് ദ സീസൺ മറ്റേ കോൾ പാമർ ആയല്ലോ ചെൽസിയുടെ. സിറ്റിയുടെ പ്ലെയർ ഉണ്ടായിരുന്നു, ഗാഡിയോള കൊടുത്താണ്. ഗാഡിയോള ഇങ്ങനെ ഓരോ പ്ലേയേഴ്സിന് ഉണ്ടാക്കുന്നുണ്ട്, അവർക്കൊക്കെ കൊടുക്കും. എന്നിട്ട് പക്ഷെ ഗാഡിയോള എന്നെ കപ്പെടുക്കും ലാസ്റ്റ്. ഇങ്ങനെ വെറുതെ ഇങ്ങനെ കൊടുക്കുന്നു മാത്രമല്ല എല്ലാവർക്കും. കാരണം ആൾ അത്രയും ഏറ്റവും എനിക്ക് തോന്നുന്ന ആൾ അത്രയും പ്ലേയേഴ്സിനായിട്ട് നല്ല ഇൻവോൾവ് ആണ്. നമ്മൾ തിരിച്ച് ആ പോയിന്റിലേക്ക് തന്നെ എത്താം. പ്ലേയേഴ്സും കോച്ചും തമ്മിലൊരു ഇൻറ്റിമസി എന്തോരം വർക്കാവുന്നോ അത്രയും. കാരണം ഞാനിപ്പോൾ ചെൽസി ചാമ്പ്യൻസ് ലീഗ് എടുത്ത കാര്യം പറയാം. ഞാൻ ചെൽസീനെ ഗ്ലോറിഫൈ ചെയ്ത് പറയല്ല. ചെൽസീനെ ഒരിക്കലും ഒരു പ്രഡിക്ഷനിലുള്ള ആളും ചെൽസി ആ ചാമ്പ്യൻസ് ലീഗ് എടുക്കുന്നത് ഒരാൾ എക്സ്പെക്ട് ചെയ്യില്ല. ഒരു മാർക്കി താരോ ഒരു വെൽ സെറ്റിൽഡ് പ്ലെയേഴ്സോ ആ ടൈമിൽ പ്രീമിയർ ലീഗ് പോലും എടുത്തിട്ടില്ല. ആ സമയത്താണ് മാഞ്ചസ്റ്റർ സിറ്റിനെ തോൽപ്പിച്ചിട്ട് ചെൽസി ചാമ്പ്യൻസ് ലീഗ് എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ ഇതൊരു ബോണ്ടാണ് ഇവരെല്ലാവരും തമ്മിൽ. ഈ ബോണ്ട് എപ്പോൾ നടക്കുന്നു അപ്പോഴാണ് ഇത് മുന്നോട്ട് പോകുള്ളൂ. സെയിം ലൈക്ക് അർസനൽ, ട്രസ്റ്റ് ദ പ്രോസസ്സ് വരുന്നവർ അർസനൽ എവിടെയായിരുന്നു. ഇപ്പോൾ ഈ 2-3 സീസണിൽ 5ാം സ്ഥാനത്തിന്റെ പിന്നിക്ക് അർസനൽ പോയിട്ടില്ല. അവരെന്തായാലും കപ്പെടുക്കും. പണ്ട് അർസനലിനെ കളിയാക്കിയിരുന്നു ഫോർത്ത്, എപ്പോഴും ഫോർത്ത്. ഇപ്പൊ കുറച്ച് സീസണിൽ അർസനൽ അർട്ടേറ്റ വന്ന ശേഷം മുകളിലോട്ട് വന്നു തുടങ്ങി. അന്ന് അർഷാവിനും ഫാബ്രിഗാസ് മാൻപേഴ്സി ഒക്കെ ഒരു സമയത്ത് ഓരോ ടീമിൽ മാറിയിട്ടില്ല, നല്ല ഫോം ആയിരുന്നു. പക്ഷെ സാഞ്ചസ് വന്നിരുന്നു, പിന്നെ പഡോസ്കി വന്ന്, ഒരുപാട് പ്ലേയേഴ്സ് കളികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ കപ്പ് കിട്ടണില്ല. ആ എമിറേറ്റ്സ് സ്റ്റേഡിയത്തില് ഇപ്പോഴും അവര് ഇത് കളിച്ചിട്ടില്ല, പ്രീമിയർ ലീഗ് അടിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ പഴയ സ്റ്റേഡിയം ഉണ്ടായിരുന്നു, എന്താ അതിന്റെ പേര് ഞാൻ മറന്നു, അതിൽ പേറ്റും അന്ന് എൻട്രി മറ്റേവരൊക്കെ ടീമുണ്ടായിരുന്നു. 3ാം സ്ഥാനത്തല്ലേ, 3ാം സ്ഥാനത്താ 4ാം സ്ഥാനത്താണ് ആർസനൽ ഏറ്റവും കൂടുതൽ പ്രീമിയർ ലീഗ്. ഫസ്റ്റ് 4 അല്ല എന്തില് 20 മാഞ്ചസ്റ്റർ, സെക്കൻഡ് ആർസനലാവും. അല്ല സെക്കൻഡ് ലിവർപൂൾ 19, പ്രീമിയർ ലീഗ് ഏറ്റവും കൂടുതൽ സെക്കൻഡ് ലിവർപൂൾ, തേർഡ് ആർസനൽ, ഫോർത്ത് സിറ്റി. സിറ്റി ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ, അതിലൊന്നും നിരത്തി അടിച്ചോണ്ടിരിക്കുകയാണ് സിറ്റി. അതാ നടക്കുന്നത്. ഇനി അതേപോലെ പറയേണ്ട സാധനമാണ് കോപ്പ അമേരിക്ക. കോപ്പ അമേരിക്കയിൽ പിന്നെ നമുക്ക് അങ്ങനെ വേൾഡ് കപ്പ് ഉറക്കമില്ല. കോപ്പ ഇത് പിന്നെ മറ്റേതും യൂറോ. ഈ മെസ്സി ഇനി ഇത് കഴിഞ്ഞാൽ വേൾഡ് കപ്പ് കളിക്കും തോന്നുന്നുണ്ടോ വാർസ? കളിക്കാര്യം എന്താണ്, മെസ്സിക്കുണ്ടല്ലോ, ഫോം ഉണ്ടല്ലോ. ഫോമുണ്ട്. കളിക്കുന്ന ഒരു ലീഗ് മാത്രം കുറച്ച് പവർ കുറഞ്ഞ ലീഗാന്ന് മാത്രമേ ഉള്ളൂ. അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയുന്നില്ല, എന്താ സംഭവം. കാരണം എന്താ വെച്ചാൽ അറിയുന്നില്ല സത്യം പറഞ്ഞ. പിന്നെ റൊണാൾഡോയുടെ കാര്യങ്ങൾ അറിയുന്നുണ്ട്, മെസ്സിയുടെ കാര്യങ്ങളൊന്നും അവിടെ അറിയുന്നില്ല. ആളവിടെ ഇന്നലെ ഹാട്രിക് അടിച്ചേ. രജിത്ത് ആസ് എ ചെൽസി ഫാൻ വിശ്വസിക്കുന്നുണ്ട് അടുത്ത സീസണിൽ ടോപ്പ് 4 ഉണ്ടാവും?
ഫസ്റ്റ് തീർച്ചയായും ടോപ്പ് 4 എങ്ങനെയെങ്കിലും എത്തണം. അപ്പോഴേക്കും എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പുതിയ റൂൾസ് കൊണ്ടുവരും. അതൊക്കെയാണ് വേറെ പ്രശ്നങ്ങൾ. പുതിയ ഓഫ് സൈഡിന്റെ റൂൾ അറിഞ്ഞോ? ഫുള്ളായിട്ട് കിടക്കണം. അതെനിക്ക് യൂറോ കപ്പിൽ പ്രാബല്യത്തിൽ വരുമെന്ന് അറിയില്ല. പക്ഷെ എന്താ സംഭവം എന്ന് അറിയില്ല. കാരണം അതേപോലെ വാറിന്റെ ഒരു ഇഷ്യൂ പ്രീമിയർ ലീഗിൽ നടക്കുന്നുണ്ട്. ഓഫ് സൈഡിന്റെ കാര്യം ഫസ്റ്റ് പറയാം. ഓഫ് സൈഡ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഒരു പ്ലെയർ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഈ പ്ലെയറിനെ ഓവർടേക്ക് ചെയ്തിട്ട് ഇങ്ങനെയാണ് ഗോൾ അടിക്കണമെന്നുണ്ടെങ്കിൽ ഗോള് ആണ്. അതേസമയം ഇത്രയും ഡിസ്റ്റൻസ്, അതായത് ഒരു ഡിസ്റ്റൻസിന് വ്യത്യാസമാണെങ്കിൽ മാത്രമേ ഓഫ് സൈഡ് ഉള്ളൂ. കംപ്ലീറ്റ്ലി ബാക്കിലാണ്. അപ്പൊ ഇനിയിപ്പോ അവിടെ നിന്നിട്ട് വെറുതെ കാലെത്തിച്ചു കൊടുത്താലും ഗോളാണ്. അതൊരു ഈ വാറ് വന്ന പോലത്തെ ഒരു വിപ്ലവകരമായ ഒരു കോളായിരിക്കും ഓഫ് സൈഡ് കോളുകളെല്ലാം ഇനിയെല്ലാം. അപ്പൊ ഇനി വാറിന്റെ ആവശ്യം എന്താണെന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത്. കാരണം അത് ഈസിലി ഗോൾ റഫറിക്ക് കണ്ടുപിടിക്കാലോ. അതെ, ഇപ്പൊ വാറിനെതിരെ പ്രീമിയർ ലീഗിൽ ഈ ഓഫ് സൈഡിന് മാത്രമല്ല വേറെ ആവശ്യങ്ങൾക്ക് ഉണ്ട്. പക്ഷെ മെയിൻലി ഒരു ടെക്നോളജി ഉണ്ടല്ലോ, ഹാൻഡ് ബോളിന് വാർ ഉപയോഗിക്കാറില്ല, ഹാൻഡിനെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ പ്രീമിയർ ലീഗിലെ എല്ലാ ടീമും കൂടിയിട്ട് വാർ നിർത്തണം എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് സീസണിൽ നിർത്തണം എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. കാരണം വാർ ഈസ് ജസ്റ്റ് ഡിസ്ട്രോയിങ് ദ ഫുട്ബോൾ. അതെ അല്ലേ? കാരണം എന്താ വെച്ചാല് ശരിയാണ്, ഒരു ഒഫൻഡഡ് ആയ ആൾ എന്തായാലും ഉണ്ടാവും. പക്ഷെ അതിനൊരു രസം ഉണ്ടായിരുന്നു എന്തായാലും. ഇത് കുറച്ചും കൂടി ടെൻഷൻ കൂടി ആ വാർ ചെക്ക് ചെയ്യുന്ന നേരവും ഉള്ള സംഭവം എല്ലാം കൂടിയിട്ട് ഇനിയിപ്പോൾ എന്താവും, ഇനിയിപ്പോൾ അതാണോ. പക്ഷേ MLS വാർ വിളിച്ചു പറയുന്ന ഒരു ഇത് കണ്ടോ? മറ്റേ അവർ നോർമലി വാർ നടക്കുന്നത് എങ്ങനെയാണ്? റഫറി പോയി സ്ക്രീനിൽ നോക്കുന്നു, ഓക്കെ നടക്കുന്നു, റഫറി വിസിൽ വിളിക്കുന്നു, ആക്ഷൻ കാണിക്കുന്നു. MLS എന്താ സംഭവിച്ചാൽ റഫറി കണ്ടിട്ട് തിരിച്ചു വന്ന് ഗ്രൗണ്ടിൽ വന്നിട്ട് മൈക്കിൽ അനൗൺസ് ചെയ്യും. അത് ഹോൾ ഗ്രൗണ്ടിൽ കേൾക്കും. സോ പറയും ദിസ് വാസ് റോങ് കോൾ ബൈ മീ ബ്ലാ ബ്ലാ ബ്ലാ. എന്നിട്ട് പറയും ദിസ് പേഴ്സൺ വിൽ ഗെറ്റ് ദ റെഡ് കാർഡ് ആൻഡ് ഇറ്റ് വിൽ ഗോ ഫോർ എ പെനാൽറ്റി, സോ ഡിസിഷൻ ഹാസ് ചേഞ്ച്. അപ്പൊ എല്ലാവരും ഇത് കേട്ടു. അതൊരു ഭയങ്കര വേറിട്ടൊരു. ഈ MLS അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അവര് മുമ്പ് പണ്ട് MLS പെനാൽറ്റി എങ്ങനെയായിരുന്നു അറിയോ? ഈ പെനാൽറ്റി അടിക്കുന്ന ആള് ഡ്രിബിൾ ചെയ്ത് പോവുക. എന്നിട്ട് കീപ്പറിനെ കടന്ന് ഗോളാക്കുക, അല്ലെങ്കിൽ ഇവിടെ തന്നെ അടിക്കുക ഡ്രിബിൾ ചെയ്യുമ്പോ. എല്ലാം അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് MLS അങ്ങനെ ഫിഫന്റെ റൂള് മാറ്റാറില്ല. അതല്ല പറഞ്ഞത്. ഇപ്പൊ MLS അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഫുട്ബോൾ തന്നെ അവർക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. വീഡിയോസ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് കാണുന്നു, ചെക്ക് ചെയ്യാം. അങ്ങനെ ഉണ്ട്. അപ്പോ ഇത് എന്തായാലും രജിത്തിന്റെ ക്ലബ്ബ് നമുക്ക് ഫുട്ബോൾ തൽക്കാലം ഒരു ബ്രേക്ക് ഇടാം. പോർച്ചുഗലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, പാരീസിന്റെ പോർച്ചുഗലാണ് ക്ലബ്ബ് പറഞ്ഞപ്പോൾ നിങ്ങൾ ആ മീറ്റിയോർ വന്നിട്ട് ഒരു കുറേ ആൾക്കാരെ വീഡിയോസിൽ കണ്ടിരുന്നില്ല? നീല കളറായിട്ടാ വന്നില്ലേ? നിയോൺ ബ്ലൂ ആയൊരു കളറായിരുന്നു. എന്താ പറയാ, മിറ്റിയോറിൽ ഈ നിക്കലും മാഗ്നീഷ്യം ഒക്കെ ഉണ്ടാകുമ്പോ അത് കത്തുമ്പോ ഉണ്ടാവുന്ന കളറാണത്. മാഗ്നീഷ്യം നമ്മളെ ഈ എർത്തിന്റെ അറ്റ്മോസ്ഫിയർ കയറുമ്പോ അതിന്റെ ഫ്രിക്ഷൻ കാരണം കത്തി പിടിക്കും. അതാണ് നമ്മൾ ആ കളറായിട്ട് കാണുന്നത്. ഇത് എന്നിട്ട് എന്ത് ചെയ്ത് ഇത് ലാൻഡ് ചെയ്തോ അതോ അത് ഡിസിൻറ്റഗ്രേറ്റ് ആയില്ല? അതായത് ഭൂമിക്ക് എത്തണ മുന്നേ തന്നെ, അതായത് ഗ്രൗണ്ടിലേക്ക് എത്തണ മുന്നേ തന്നെ അത് ഇതായില്ലേ, പൗഡറായി പോയില്ല. അപ്പൊ ഇത് സ്പെയിനിലും പിന്നെ അറ്റ്ലാന്റിക് ഓഷൻകൊക്കെ എത്തി എന്നൊക്കെ പറയുന്നത്. അതിന്റെ പിന്നെ ഗ്രൗണ്ടിൽ എത്തിയതിനു ശേഷമുള്ള ന്യൂസും കാര്യങ്ങളൊന്നും അധികം വന്നിട്ടില്ലല്ലോ. പക്ഷെ ഒരുപാട് ആൾക്കാരെ ക്യാമറയിൽ അത് ക്യാപ്ചർ ആയിട്ടുണ്ടായിരുന്നു. ആ സ്ത്രീയുടെ ഗേള് അവളെ തലന്റെ മുകളിലൂടെ പോകുമ്പോഴാണ് അതാണ് ഇത് കാണാൻ രസമുള്ളത്. ഒരുപാട് ആൾക്കാരെ വീഡിയോയിൽ ഇത് പെട്ടിട്ടുണ്ട്. ഒരാളുണ്ട് അയാളെ താറാവിന്റെ ഒരു ഫാം ഉണ്ട്. അപ്പൊ അതിൽ ഡയറി സ്ട്രീം ചെയ്യുന്ന ആളാണ്. ആ താറാവിനെ ഇങ്ങനെ ജസ്റ്റ് ലൈവ് സ്ട്രീം ചെയ്യും ട്വിച്ചില്. എന്നിട്ട് ഈ സാധനം പോണ്ടുണ്ട്. അപ്പൊ താറാവാടൊക്കെ നോക്കുന്നുണ്ട് ഈ സാധനം. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പൊ ഇത് സ്പെയിനിന്റെയും പോർച്ചുഗലിന്റെയും ചില റീജിയനിലൂടെയാണ് പോയിട്ടുള്ളത്. അധികം നേരം ഉണ്ടായിട്ടില്ല. പെട്ടെന്നല്ല, 45 km/s സ്പീഡിലാണ് പോയിന്നത്. അത്രക്ക് സ്പീഡാണ്. ജസ്റ്റ് ഒരു 45 km/s അല്ല. അപ്പൊ ഈ ഉൽക്ക എന്ന് പറയുന്നത് നമ്മളൊക്കെ അറിയാതെ ഇപ്പൊ ഞാൻ കാര്യം സാധാരണ ഇപ്പൊ അങ്ങനത്തെ ഉൽക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഡിറ്റക്ട് ചെയ്യുന്നതാണല്ലോ. ഇത് അങ്ങനെ ഡിറ്റക്ട് ചെയ്തിരുന്നോ? അതിനെ പറ്റി ഞാൻ കണ്ടില്ല. അതാണ് എനിക്കും കൺഫ്യൂസ്ഡ് ആയത്. അത് ഈ യൂറോപ്യൻ സ്പേസ് ഏജൻസി ഇല്ലേ, അവരാണ് കുറെ ഡീറ്റെയിൽസ് ഇനിയും പുറത്ത് വിടാണ്ട് അതിനെ പറ്റിയിട്ട് എന്നുള്ളത് പറഞ്ഞത്. ഇത് ലാൻഡ് ചെയ്തിരുന്നെങ്കിൽ പാരിസ് പറഞ്ഞ പോലെ ആ ഓഷ്യനിൽ എന്താവുന്നു, അറ്റ്ലാന്റിക് ഓഷ്യനിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടാവും എന്നാ പറയുന്നത്. അല്ലെങ്കിൽ അത് അതെ.
അല്ല ഈ പറഞ്ഞല്ലോ അത് കത്തുമ്പോ എല്ലാ കളറാണെന്നുള്ളത്. ഞാൻ ഇപ്പൊ ഇന്നലെ ഒരു വീഡിയോ കണ്ടു, എന്താ F1-ല് റീസെന്റ് നടന്ന ഒരു പഴയ വീഡിയോ ആണ്. അതിൽ ഹൈഡ്രജൻ ഫ്യൂൽ ഉപയോഗിച്ചിരുന്നു ഒരു വണ്ടി, ഇതുപോലെ ഈ കാർസിൽ. ഈ ഹൈഡ്രജൻ ഫ്യൂൽ കത്തുമ്പോ അത് കാണൂല, ഫ്ലെയിംലെസ് ആണ്. അതെ, എന്നിട്ട് ഇത് വണ്ടി തമ്മിൽ ഇടിച്ചപ്പോ കത്തി. പക്ഷെ ആർക്കും കാണുന്നില്ല എവിടെ ഇത് കെടുത്തണത്. ഈ ആയ ആള് പൊള്ളുണ്ട്, അയാൾക്ക് പൊള്ളുന്നുണ്ട്, കത്തുന്നുണ്ട്, പക്ഷെ കാണുന്നില്ല. എന്നിട്ട് ഇവരിത് അയാളെ മേത്ത് കൂടെ ഫുൾ അടിക്കുക. എന്നിട്ട് കാണികളൊക്കെ ഓടുകയാണ്, കാരണം ഏത് വൈക്കാ ഫയർ വരുന്നത് എന്താ ഒന്നും അറിയില്ലല്ലോ. എന്നിട്ട് അത് പക്ഷെ ഭയങ്കര എനിക്ക് ഇങ്ങനെ കണ്ടപ്പോ ഭയങ്കര ഇതായി പോയി, കാരണം കാണുന്നില്ല എങ്ങനെ ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്ത് അടിക്കണ്. എന്നിട്ട് ഇവര് ഫയർ എക്സ്റ്റിംഗ്വിഷർ അടിച്ച് ഒന്ന് മാറിയപ്പോ ഇയാള് പിന്നെ ഇതിങ്ങനെ ആക്കി. ഇയാൾക്ക് ബേൺ ഔട്ട്, കാരണം കത്തുന്നുണ്ട് അയാളെ ബോഡി, പക്ഷെ കാണാത്തത് കൊണ്ട് ഇതിന് കളറില്ല കത്തണിന്. അപ്പൊ ഞാൻ കത്തണ കാര്യം എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ആയ ഹൈഡ്രജൻ ഫ്യൂല് കത്തിയിട്ട്. ഹൈഡ്രജൻ ആണെങ്കിലും ഓക്സിജൻ ആണെങ്കിലും രണ്ടും ഈ കത്താൻ സഹായിക്കുന്ന ഏജൻസ് ആണല്ലോ. പക്ഷെ രണ്ടും ചേർന്ന് വെള്ളമാകുമ്പോ ഫയർ കെടുത്തുന്ന ഒരു സാധനമാണ്. ഓക്കെ, അതേപോലെ തന്നെ റീസെൻ്റ്ലി നിങ്ങളൊരു പിന്നെ ന്യൂസ് കണ്ടില്ലേ, മൈക്രോ പ്ലാസ്റ്റിക് നമ്മളെ ഹ്യൂമൻ ടെസ്റ്റിക്കിൾസിൽ കണ്ടെത്തിയത്. അതെ, ആ സ്റ്റഡിയിലുണ്ടല്ലോ 23 ഹ്യൂമൻസിനെയും 47 പട്ടികളെയും ടെസ്റ്റ് ചെയ്തിരുന്നത്. ഇത് ടെസ്റ്റ് ചെയ്തപ്പോ എല്ലാ ടെസ്റ്റിക്കിൾസിലും മൈക്രോ പ്ലാസ്റ്റിക്സ് കണ്ടെത്താൻ പറ്റി. അതെന്താണ് റീസൺ? കാരണം എന്താണ് റീസൺ എന്ന് വെച്ചാൽ നമ്മൾ ഇത്ര ഇപ്പൊ കുടിക്കണ ഇത് കണ്ടില്ലേ, ഞാൻ പറഞ്ഞു 12 ടൈപ്പ് പ്ലാസ്റ്റിക്സ് ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇത് ഇപ്പൊ അവര് ടെസ്റ്റ് ചെയ്തില്ല. ഇത് ഈ ഇവൻ പറഞ്ഞ ഈ ഒരു ടെസ്റ്റ് നടത്തിയ ടെസ്റ്റിക്കിൾസിലാണ്, പക്ഷെ ഹ്യൂമൻ ബ്രെയിൻസിൽ ഇത് കണ്ടുപിടിച്ചു. ബാക്കി എല്ലാ പാർട്സിലും ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ബ്ലഡിലുണ്ട്, സെൽസിലുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഹേർട്ടിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഇതിൽ കണ്ടുപിടിച്ചില്ല. ഏറ്റവും കൂടുതലുള്ളത് പോളിത്തീനും പിന്നെ PVC ഇല്ലേ, പോളിവിനൈൽ ക്ലോറൈഡ്, ഇത് രണ്ടുമാണ്. ഇത് ബേസിക്കലി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനം. ഇപ്പൊ നമ്മള് തന്നെ, ഞാൻ ആ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ വിചാരിച്ചു നമ്മൾ ഈ ഗ്ലാസ് മാറ്റണം എന്നുള്ളത്. കാരണം ഇതിൽ നിന്നൊക്കെ തന്നെയാണ് ഇത് കയറുന്നത്. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന പാക്കേജിങ് ഫുഡ്സിലാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. ഇപ്പൊ മഞ്ച ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന മിൽക്കി ബാർ, അങ്ങനത്തെ മിഠായികളായിക്കോട്ടെ, ഇതൊക്കെ ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ഫിൽറ്റർ പ്ലാസ്റ്റിക് അല്ലേ? നമ്മളെ ഇവിടുത്തെ വെള്ളം എടുക്കുന്ന ഫിൽറ്റർ ഇല്ല സാധനം. മൈക്രോ ഇപ്പൊ സംഭവം എന്താ അറിയോ, ഈ ബോട്ടിൽഡ് വാട്ടർ ഉണ്ടല്ലോ, നമ്മളിപ്പോ നല്ല രീതിക്കായിരിക്കും സ്റ്റോർ ചെയ്യണത്. അധികം സൺലൈറ്റിനൊന്നും എക്സ്പോസ് ചെയ്യാതായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യണത്. പക്ഷെ നമ്മളെ കൈക്ക് അത്ര മുന്നേ ആ സപ്ലൈ ചെയിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റില് ഇപ്പോ ഈ കടൽ തീരത്ത് ഷിപ്പ് ചെയ്യുന്ന ടൈമിലൊക്കെ ഒരുപാട് നേരം ഈ സൂര്യപ്രകാശം കൊണ്ടിട്ടായിരിക്കും വരുന്നത്. അപ്പൊ വെള്ളത്തിൽ ചെറിയ അംശം ഉണ്ടാവും. അങ്ങനെ മൈക്രോ പ്ലാസ്റ്റിക് ആന്ന് പറയണത്, കണ്ണിന് കാണാൻ പറ്റാത്ത രീതിക്ക്. കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് പലരുടെ വീട്ടിൽ ഇതുണ്ടാവും, ഈ പ്ലാസ്റ്റിക്കിന്റെ കട്ടിംഗ് ബോർഡ്സ് ഉണ്ടാവും, വെജിറ്റബിൾസും ഫ്രൂട്ട്സും കട്ട് ചെയ്യണേ. ഈ കട്ടിംഗ് ബോർഡ് നമ്മൾ എടുത്തൊക്കെ കഴിഞ്ഞാൽ കുറെ സ്ക്രാച്ച് ഉണ്ടാവും. ആ സ്ക്രാച്ചിലൊക്കെ പോയ പാർട്സ് എവിടെ പോയിട്ടുണ്ടാവുക? അത് ഫുഡിലൂടെ നമ്മളെ മേത്തൊക്കെ പോയിട്ടുണ്ടാവുക. നമ്മളെ കാരണം അത് ഈ കളിന് നമ്മൾ ആദ്യം പച്ചക്കറി കട്ട് ചെയ്ത് ചട്ടിക്ക് ഇടുകയാണ്. അപ്പൊ അതിന്റെ കൂടെ ഈ കട്ട് ചെയ്ത് പോയ പാർട്സ് ഫുൾ അതിലുണ്ടാവും. പിന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു ബയോമാഗ്നിഫിക്കേഷൻ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഈ കടൽക്കൊക്കെ നമ്മൾ ഒരുപാട് പ്ലാസ്റ്റിക്സ് തള്ളുകയാണല്ലോ, ഇതെല്ലാം അബ്സോർബ് ചെയ്യണത് ഈ ചെറിയ ഫൈറ്റോ പ്ലാങ്ക്ടോൺസ് ആണ്, ചെറിയ പ്ലാന്റ്സ്. അത് തിന്നണത് ചെറിയ മീനുകളാ. ഈ ചെറിയ മീനുകൾ തിന്നണത് വലിയ മീനുകളാ. അവസാനം ഫുഡ് ചെയിനിൽ നിൽക്കുന്നത് ആരാ? നമ്മളാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ടോക്സിൻസ് അബ്സോർബ് ചെയ്യണത് നമ്മളാണ്, മനുഷ്യന്മാര്. ഈ മീന് കഴിക്കുമ്പോൾ ബേസിക്കലി പ്ലാസ്റ്റിക്കിന്റെ പല അംശങ്ങളും നമ്മുടെ ശരീരത്തിൽ വരുന്നുണ്ട്. ഇതിൽ ബേസിക്കലി ചെയ്യാൻ പറ്റുന്ന ഇത്രേ ഉള്ളൂ. നമ്മൾ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് മാക്സിമം കുറക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ പറഞ്ഞ മാതിരി തന്നെ മിഠായികൾ ഇങ്ങനത്തെ പ്രോസസ് ചെയ്ത് തന്നെ ഫുഡ് ഉണ്ടല്ലോ. അതായത് ഇപ്പം നമ്മൾ മീറ്റ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇങ്ങനത്തെ കഴിക്കുന്നത് കുഴപ്പമില്ല. പക്ഷേ മാക്സിമം പ്രോസസ്ഡ് ഫുഡ്സ് ഒഴിവാക്കുക. കാരണം ഇപ്പൊ ഒരു ഫാക്ടറി കൂടെ വരുന്ന ഒരു ഫുഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഇപ്പം പറഞ്ഞ പോലെ അതിൽ പ്ലാസ്റ്റിക്കുമായിട്ടുള്ള എന്താ പറയാ എൻവയോൺമെന്റിൽ അത് നിന്നിട്ടുണ്ടെങ്കിൽ അതിൽ മൈക്രോ പ്ലാസ്റ്റിക്സ് ഉണ്ടാവും, അതിലിങ്ങനെ ഡൈജസ്റ്റ് ആവും എന്നുള്ളതാണ്. അതെ, ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ബേസിക്കലി ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മളിപ്പോ ഡെയിലി കഴിക്കണ എല്ലാ സാധനം പ്ലാസ്റ്റിക്കിൽ തന്നെ. രാവിലെ നമ്മൾ ബ്രെഡ് കഴിക്കുമ്പോൾ ബ്രെഡ് പ്ലാസ്റ്റിക് ആണ്. ഇതെന്ത് എന്ത് അസുഖമായിട്ടാണ് മാറേണ്ടത്? എന്നിട്ട് ക്യാൻസർ കോസിംഗ് ആണ്. പിന്നെ ഈ ടെസ്റ്റിക്കിൾസ് തന്നെ കണ്ടെത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേം കൗണ്ട് കുറയും. ഫെർട്ടിലിറ്റി ഒക്കെ ഇപ്പോൾ വർഷങ്ങളായിട്ട് താഴോട്ടാണല്ലോ പോണത്. ഹ്യൂമൻ ഫെർട്ടിലിറ്റി താഴോട്ടാണല്ലോ പോണത്. സ്പേം കൗണ്ട് കുറയുന്നുണ്ട്, ക്യാൻസർ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പക്ഷെ വേറെ ഒന്നും കൂടെ ഉണ്ട്. ഞാൻ ഒരു ഡോക്ടർ പറയുന്നുണ്ട്, ഇതിന് ഒരു ഫോം വൈ എന്നുള്ള രീതിയിൽ കുറെ സപ്ലിമെന്റ്സും കുറെ മരുന്നും കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. പക്ഷെ ഇതൊന്നും സയന്റിഫിക്കലി പ്രൂവ്ഡ് അല്ല. ഈ ഒരു സാധനം അങ്ങനെ കളയാൻ പറ്റിയ സംഭവമല്ല. അതായത് ഇതിപ്പോ കണ്ടുപിടിച്ച് വരുന്നുള്ളൂ. ഇതിനുള്ളൊരു മരുന്ന് അല്ലെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുത്ത് കളയാനുള്ള സംഭവം എന്നുള്ള രീതിയിൽ ഇത് എന്താ അത്ര ഒരു ഇത് നേടിയിട്ടില്ല. അതിന് അത്ര റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവത്തിൽ എത്തിയിട്ടില്ല. പക്ഷെ അതിന്റെ മുന്നേ തന്നെ സപ്ലിമെന്റ്സ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ടുള്ളത്
അല്ലെങ്കിൽ വാക്സിൻ എടുത്തിട്ട് നമ്മൾ ഇപ്പൊ ഞാൻ റീസെന്റ് ഒരു പോസ്റ്റ് ഉണ്ട്, അൺവാക്സിനേറ്റഡ് സ്പേം ഈസ് ദ നെക്സ്റ്റ് ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞിട്ട്. അതായത് അതിന്റെ വാല്യൂ ഇതിലെല്ലാരും അത് ജനിക്കാത്ത ആരെങ്കിലും ആയിരിക്കും വാക്സിൻ എത്തിയാലോ. ഞാൻ പക്ഷെ 4 എണ്ണൊക്കെ പോയി എടുത്താലും എനിക്കറിയാം. എനിക്ക് ഞാൻ ഏറ്റവും ഒരു ഡോസ് എടുത്തിട്ടുള്ളൂ. ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നൊരു സംഭവമാണ് ആ സാധനം. എന്തിനാണ് എടുത്തത്? എന്താ വെച്ചാൽ ഇവിടെ ഗവൺമെന്റും ആൾക്കാരും മീഡിയ എല്ലാം കൂടി നമ്മളെ പ്രഷർ ചെയ്ത്, പിന്നെ നമ്മളെ കൂട്ടുകാരും. എനിക്ക് അപ്പോഴും ഒരു ചിന്ത ഉണ്ടായിരുന്നത് ഇനി വല്ല മുതലൊക്കെ മാറും നമ്മളിതൊക്കെ അടിച്ചിട്ട്. അത് മാത്രല്ല നാട്ടിൽ പോണ്ടേ, നാട്ടിൽ പോണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഫ്ലൈ ചെയ്യണമെങ്കിൽ. അതുകൊണ്ട് ആ ഒരു ഒറ്റ റീസൺ കൊണ്ടാണ് ഞാൻ അന്ന് എടുത്തതല്ല. എനിക്കൊരു താല്പര്യം റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ. അതുകൊണ്ട് കുറെ സൈഡ് എഫക്ട്സ് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഭയങ്കര ന്യൂസാണ്. ഇപ്പൊ ഞങ്ങള് കൊറേ പ്രാവശ്യത്തിൽ പറഞ്ഞു സംഭവം രചിത. എത്രയോ ആൾക്കാർ ഇപ്പം കേരളത്തിൽ തന്നെ പ്രസ് മീറ്റ് വെച്ച് അവര് ആ കുട്ടിയുടെ ഫോട്ടോ കൊടുത്തിട്ട് അന്ന് പ്രശ്നം ഉണ്ടായതാണ്. ഇതിനെതിരെ ഒരാളും സംസാരിക്കുന്നില്ല. അങ്ങനെയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. പിന്നെ വൈൻഡപ്പ് ഒരുപാട് നേരമായി. അപ്പം നീ രജിത്തെ താങ്ക്സ് ഫോർ സമയം പോയത് അറിഞ്ഞില്ല. വന്നാൽ വളരെ പെട്ടെന്നായിരുന്നു. അപ്പോൾ രജിത്തിന്റെ നാട് എവിടെയെന്നാ പറഞ്ഞ്? എൻ്റെ നാട് കുന്നംകുളം, പഴഞ്ഞി. കുന്നംകുളം അല്ലേ? ഓക്കെ. അപ്പോൾ പിന്നെ സ്പെസിഫിക് ആയിട്ട് പറയണോ? തൃശ്ശൂർ വീട്ടിലേക്ക് തെരഞ്ഞു വന്നാലും ഒന്നും പറഞ്ഞിട്ടില്ല. അതാണ് ഇത് നമ്മൾ പോലും പ്രതീക്ഷിക്കില്ല. എന്തിന്റെ പുറത്താണ് കേരള അവിടെ ഓരോന്ന് വന്ന് കഴിയുമ്പോഴേ നമ്മളത് മനസ്സിലാവും. ആൾക്കാരത് വേറെ രീതിയിൽ എടുത്തെന്ന് കാണുമ്പോഴാണ് നമ്മൾ തന്നെ അറിയുന്നത്. ഓക്കെ ഇങ്ങനത്തെ ഒരു സൈഡും കൂടി ഉണ്ടായിരുന്നില്ലേ? രജിത്ത് അതേപോലെ നിവിൻ പോളിയുടെ ഒരു ഫാനാണ്. നമ്മളൊരു ബാക്ക് റിസർച്ച് നടത്താൻ രജിത്തിനെ പറ്റി വിളിച്ച് പറയണം. നിവിൻ പോളിയുടെ എന്തുകൊണ്ട് നിവിൻ പോളിയുടെ സിനിമാസ് ഒന്നും ഹിറ്റാവണില്ല കുറെ കാലമായിട്ട്? നീ ഒരു ഫാനായതോട് ചോദിക്കാം. എന്താ ചെയ്യാതെന്ന് വെച്ചാല് അറിയില്ല എന്താ സംഭവം. ഒരു സമയത്ത് ഭയങ്കര വേഴ്സറ്റൈലായിട്ട് കുറെ റോള് ചെയ്തിട്ട്, കാരണം ഭയങ്കര ക്രൗഡിനെ പുൾ ഓഫ് ചെയ്തൊരു ഇതായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ തീരെ എഫേർട്ട് ഇല്ലാതെ ക്രൗഡിനെ പുള്ള് ചെയ്തത്. ഇപ്പൊ ഞാൻ പറയണെങ്കിൽ തട്ടത്തിമറയത്ത്, പ്രേമം, തട്ടത്തിമറയത്തൊക്കെ സ്കൂളിൽ ഉണ്ടാക്കിയൊരു ഇമ്പാക്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതന്നെയാണ്. അതൊക്കെ അതേപോലെ തന്നെ ആ ഉസ്താദോട്ടന്റെ ഒക്കെ ടൈമിന് തട്ടത്തിമറയത്തൊക്കെ ആ പ്രേമം, നേരം, അങ്ങനത്തെ ഒരു ഫുട്ബോൾ പടമൊക്കെ ഉണ്ടല്ലോ. സെവൻസ് എല്ലാവരും ഉള്ളത് മെസ്സി എന്ന് പറയുന്ന മറ്റേ കുഞ്ചാക്കോബനൊക്കെ ഉള്ള പടം. പിന്നെ മറ്റേ റീല് പറയില്ലേ, പിന്നെ എന്തോ സംഭവിച്ചു സംഭവമാണ്. രജിത്ത് എന്താ ഇയാളെ ഫാനായത്? ആളുടെ ഫാനായത് ഞാന് പ്രേമത്തിന്റെ സമയത്താണ്. അത് എന്തുകൊണ്ടായെന്ന് വെച്ചാല് എന്താ അറിയില്ല, പ്രേമൻ ഒരു 5-6 പ്രാവശ്യമൊക്കെ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ആളുടെ ഇവിടെ കണ്ട ആളൊരു 3-4 പ്രാവശ്യം നേരി കണ്ടു. 4 കണ്ടു നേരിട്ട് കണ്ട് സംസാരിച്ചു. അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ ആളുടെ അടുത്ത് ചോദിച്ചു അറിയോന്ന് ചോദിച്ചാൽ അല്ല, ആലുവല്ലേ, ആലുവക്കാരനാണ്. അതാ ഞാൻ പറഞ്ഞു. നിങ്ങൾ മലയാളി ഫ്രം ഇന്ത്യ ഹീസ് ബാക്ക് എന്നൊക്കെ പറഞ്ഞ സ്റ്റോറി ടീന് ഞാനും ഉണ്ടായിരുന്ന ഷോക്ക്. നമ്മ പണം കണ്ടില്ലല്ലോ, നമ്മ പ്രൊമോഷനല്ലേ. വലിയ സംഭവമാണ്. ഇവിടെ സാധാരണ എല്ലാ പടവും ഒരു ഷോ വരില്ല. ഇത് 2 ഷോ നമ്മൾ കുറച്ച് 4-5 ആൾക്കാർ നമുക്കന്ന് കളി ആയതുകൊണ്ട് നമ്മൾ ആരും പോയില്ല. 2-ാം ദിവസത്തെ ഷോക്ക്. അപ്പൊ 2 ഷോക്ക് ഉണ്ടാകുമ്പോൾ ഞാൻ കരുതി അത്യാവശ്യം നല്ല പടമായിരിക്കും. 2-ാം ദിവസം നമ്മള് അന്ന് കളിക്കുക എല്ലാവരും അവിടെ ഇന്റർവെല്ലിന് മറ്റേ കളിയുടെ കാര്യം പറഞ്ഞു, എത്ര ഗോള് കിട്ടിയടാ വന്നില്ല. അത്ര ഒരു ഇത് ഉണ്ടായിട്ടില്ല. കാരണം കുറെ നല്ല പ്രൊഡ്യൂസേഴ്സിന്റെ കൂടെ ഡയറക്ടേഴ്സിന്റെ കൂടെ ചെയ്തു. റോഷൻ ആൻഡ്രൂസിന്റെ കൂടെ ചെയ്തു, മറ്റേ ഗ്രേറ്റ് ഫാദറിന്റെ ആനി ഫാദറിന്റെ ഒക്കെ കൂടെ ചെയ്തു. എന്തോ വർക്കായില്ല. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം വന്നൊരു ഇമ്പാക്ട്, നല്ലൊരു ഇമ്പാക്ട് ആയി എന്തായാലും. കാരണം വന്ന് പൊളിച്ചടക്കി പോയി. പക്ഷെ അതിന് ഹേറ്റേഴ്സ് ഉണ്ട് ഇഷ്ടം പോലെ. അതുപോലെ എല്ലാത്തിനും നല്ല വശവും ചീത്ത വശമുണ്ട്. കുറെ പേർക്ക് അത് വർക്കായിട്ടില്ല, പക്ഷെ ചിലവർക്ക് അത് വർക്കായി. അതൊക്കെ ഇങ്ങനെ ഓരോ സംഭവം. പക്ഷെ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും. പിന്നെ ഇനി വരുന്ന പ്രൊജക്റ്റുകളൊക്കെ അടിപൊളിയാന്ന് വിചാരിക്കുന്നു. ഇനി വരാൻ പോകുന്നത് ഫസ്റ്റ് ഇപ്പോൾ ഒരു ആംസ്റ്റർഡാം റോട്ടർഡാം ഫിലിം ഫെസ്റ്റിവലില് പടം ഒരു തമിഴ് പടം റാം എന്ന് പറഞ്ഞിട്ട്, റാമല്ല 7 കടൽ 7 മല എന്ന് പറഞ്ഞിട്ടൊരു പടം ഉണ്ട്. അവാർഡ് ജോണറാണ്. അപ്പോൾ അതിലെന്തായാലും പെർഫോം ചെയ്യാനുണ്ടാവും. കൊമേഴ്ഷ്യൽ പടമല്ല,
അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ റാം എന്ന് പറഞ്ഞ പടം, പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നയൻതാരനെ വെച്ചിട്ട് ഒരു പടം, ഡിയർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടൊരു പടം. അതിപ്പോൾ ഷൂട്ടിംഗ് നടന്നു, അടുത്തത് ഷെഡ്യൂൾ ഇനി ചെന്നൈയിലാണ്. അപ്പോൾ നമ്മ ഫാൻസിനുണ്ടല്ലോ നല്ല കാര്യങ്ങൾ, സിനിമ പറയാനൊരു എപ്പിസോഡ് കൊണ്ടുവന്നു നമ്മളെല്ലാം അറിയാം. പക്ഷെ നമ്മൾ എവിടെ പറയും, ഇങ്ങനെ പറയാന്നല്ലേ. ഓക്കെ, അപ്പോൾ പറയാനൊരു പ്ലാറ്റ്ഫോം പറ്റി എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു. പുള്ളിക്കാരൻ തിരിച്ചു വരുന്നതിനെ കുറിച്ചിട്ട് എന്താ ഇനി കേട്ടാലും പറയാണ്ടോ? അല്ല, ആളെന്നെ പറഞ്ഞിട്ടല്ലോ തിരിച്ചു വരവിനെ കുറിച്ചിട്ട്. കാരണം എല്ലാ പടം ഇറങ്ങുമ്പോഴും തിരിച്ചു വരവ് കംബാക്ക് തിരിച്ചുവരവിന് വേണ്ടി കാത്തിക്കാം. അതെ. അപ്പൊ എന്നാ രജിത്തെ വീണ്ടും വരണം, ഞങ്ങളെ കൂടെ ഇരിക്കണം, സംസാരിക്കണം വേറൊരു വിഷയമായി. അല്ലെങ്കിൽ പ്രീമിയർ ലീഗ് ഒക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ, യൂറോ കപ്പ്. നമുക്കൊരു ലൈവ് ഒന്ന് ചെയ്യണം പാരിസേ. പിന്നെ അതേപോലെ സ്പോട്ടിഫൈയില് ഞങ്ങളിപ്പോ സ്പോട്ടിഫൈ നല്ല ചെക്ക് ചെയ്യാറുണ്ട്. നമ്മൾ ഇന്ത്യയിൽ 111ാമത്തെ റാങ്കിലാണ്. ആ റാങ്ക് ഇങ്ങനെ മാറുന്നുണ്ട്. ചില നല്ല എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. അതിന് നമുക്കൊരു കാർഡ് തന്നിട്ടുണ്ട് അവര് 111 പറഞ്ഞിട്ട്. ഇപ്പോൾ അവരാവും. പിന്നെ നമുക്ക് എന്തായാലും നമുക്ക് അങ്ങനെ ഒരു 1 ആവണം എന്നുള്ള ഒരു ഇതൊന്നുമില്ല. നമ്മളെ ബെസ്റ്റ് നോക്കുന്നു, കൊണ്ടുവരണം. നമ്മളെല്ലാവർക്കും ഒരു പ്ലാറ്റ്ഫോം കൊടുക്കണം. ഇതിപ്പോൾ സെലിബ്രിറ്റി ആവണം എന്നില്ല, എല്ലാവരും കേൾക്കണം. ഇങ്ങനെ ഒരു രജിത്ത് എന്ന് പറഞ്ഞ ഒരാൾ ഇനി 5-10 മില്യൺ ആൾക്കാരെ അറിയട്ടെ, അങ്ങനെ ഒരാളുണ്ട്. അതെ, അല്ലാതെ ടാക്സ് അടച്ച് പിന്നെ ഭക്ഷണം കഴിച്ച് കടന്നുറങ്ങിയാണ് മരിച്ചാൽ മതിയോ? അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു. രജിത്തിന്റെ മക്കളൊക്കെ വന്ന് കാണുന്നത്. ഞാൻ കുറച്ച് ഇംഗ്ലണ്ട് പൊക്കട്ടെ. ഞാൻ പറയാം, ഫസ്റ്റ് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫസ്റ്റ് നിങ്ങളുടെ പോഡ്കാസ്റ്റിന്റെ ലിങ്ക് കാണാം. ഞാൻ അപ്പൊ തന്നെ മെസ്സേജ് ഇടാ, നിങ്ങളെപ്പോഴാണ് പോഡ്കാസ്റ്റ് ഇറക്കി ഒന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് കാണാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് കണ്ടിട്ട് ഞാൻ എന്നോട് അഭിപ്രായം പറഞ്ഞു. പക്ഷെ പിന്നെ നിങ്ങളുടെ ഗ്രോത്ത് വളരെ കണ്ണടച്ച് തുറക്കണം. ആരും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അല്ല, എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങള് പോലീസ് ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ അന്ന് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് 10K എന്തോ ഞാനും ഫാരിസും ഇങ്ങനെ സംസാരിക്കുമോ, എടാ നമ്മൾ വിചാരിച്ച മാതിരി നല്ല 10K ഒക്കെ ആയി. ഭയങ്കര സംഭവമായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. 10K എത്താൻ നല്ല ബുദ്ധിമുട്ടിന്. പിന്നെ 100K 200K എങ്ങനെ അത് എനിക്ക് തോന്നുന്നത് എന്താ 10K ആവുമ്പോ എന്താ നമ്മളിങ്ങനെ നോക്കും, എപ്പോഴും റീഫ്രഷ് ചെയ്ത് നോക്കും 10K ആവണ വരെ. പിന്നെ നമ്മളെ ചിലപ്പോൾ അങ്ങനെ നോക്കാത്തോണ്ടായിരിക്കും. പക്ഷെ എന്തായാലും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ജേണി. എങ്ങനെയുണ്ട് പോഡ്കാസ്റ്റ് ജീവിതം? എങ്ങനെയുണ്ട് കമന്റിന്റെ ഇത് കേൾക്കുമ്പോഴൊക്കെ? അതൊക്കെ ഫസ്റ്റ് ഒക്കെ നമുക്കൊരു ആൾക്ക് കെയർ ചെയ്തിരുന്നു. ഇപ്പൊ നമുക്ക് എല്ലാം ഒരു ഫസ്റ്റ് നമ്മൾ എല്ലാ കമന്റും ഇപ്പോഴും എല്ലാം വായിക്കലുണ്ട്. പക്ഷെ ഫസ്റ്റ് നമ്മൾ എല്ലാ കമന്റും വായിക്കുമ്പോൾ നമ്മളത് പേഴ്സണലി എടുക്കും. കാരണം നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന കമന്റും നമ്മളെ ഫസ്റ്റ് ആൾക്കാർ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ പറ്റി വിചാരിക്കുന്നത്, അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് വരും. പിന്നെ ഇത് കുറേ അക്യുമുലേറ്റ് ചെയ്ത് ഒരു 1000-കണക്കിനോ 10,000-കണക്കിനോ അതിന്റെ മോൾക്ക് ലക്ഷക്കണക്കിന് കമന്റ്സ് ഒക്കെ ആവുന്ന സമയത്ത് ലക്ഷക്കണക്കിന് കമന്റ്സ് ആയിരിക്കും. അത്രയും കമന്റ്സ് ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഓക്കെ ദിസ് ഇസ് വാട്ട് ഇറ്റ് ഇസ്, നമുക്കറിയാം ഇത് എന്താണ് സംഭവം. പിന്നെ നമ്മളിതിലൂടെ കൂടുതൽ ജീവിതത്തിൽ വർക്ക് ചെയ്യുന്നവരും അച്ചീവ്മെന്റ് ചെയ്തവരും നമ്മൾ ഒരിക്കലും ക്രിട്ടിസൈസ് ചെയ്യില്ല. നമ്മളെ താഴെയുള്ളവരുള്ള ക്രിട്ടിസൈസ് ചെയ്യാം. അത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. ഞാൻ ഈ കമന്റ് ഒക്കെ ഇടുന്നവരൊക്കെ അവര് നല്ല കമന്റ് ഇടുന്നവരുണ്ട്, നമ്മളെ കളിയാക്കുന്ന കൺസ്ട്രക്റ്റീവ് ആയിട്ട് നല്ല രീതിയിൽ കമന്റ് ഇടും, നെഗറ്റീവ് ആണെങ്കിലും. പക്ഷെ നമുക്ക് മനസ്സിലാകും അത് ഏത് ടൈപ്പ് കമന്റ്സ് ആണ്. ഞാൻ ചില കമന്റിൽ വായിക്കാറുണ്ട്. ഞങ്ങൾ എല്ലാ വീഡിയോസും കാണുന്ന ഒരാളാണ്, പക്ഷെ എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങൾ ഇന്നത് പറഞ്ഞത് പറ്റിയില്ല, ഇതിന്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, അങ്ങനെയൊക്കെ. അതേപോലെ തന്നെ ഇപ്പൊ ഒരാൾ കമന്റ് ഇടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഇടുന്നതാണോ, നമ്മളെ നല്ലതിന് വേണ്ടിയിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്ന കമന്റ് ആണോ, ആ വേർഡ്സ് ഉപയോഗിക്കുന്ന വേർഡ്സ് മനസ്സിലാവും. അപ്പോൾ അതൊക്കെ തരംതിരിക്കാനൊക്കെ പറ്റി. പണ്ട് നമുക്കത് അറിയില്ല. ഫസ്റ്റ് 10 കമന്റ് ഒക്കെ വരുമ്പോ ഇത് അതാണ്. പിന്നെ ഞാനില്ലേ ഗസ്റ്റുകളൊക്കെ വന്ന് അവര് റീൽ ഇറക്കുമ്പോ ആദ്യം തന്നെ പറയും നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഉണ്ടാവും. നമുക്കിത് പരിചയമാണ്. അവര് ഡൗൺ ആവരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയും ഇങ്ങനെയൊക്കെ ഉണ്ടാവും, കാര്യമാക്കണ്ട. പറയുന്ന ആൾക്കാർ പേഴ്സണലി വന്ന് മെസ്സേജ് അയക്കേ അല്ലെങ്കിൽ അവർ നേരിട്ട് വരെ ഒന്നും ചെയ്യില്ല. അവർക്കൊക്കെ അനോണിമസ് ആയിട്ടുള്ള കുറേ പ്രൊഫൈലിനൊക്കെ കമൻറ്റ് വരുവാന്ന് കാര്യമാക്കരുത്. അതങ്ങനെയാണ് ചില മലയാളികൾ എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കും. അവർക്കൊരു അസൂയാണ് അത്. അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചിലവരെ നമ്മളെ ഗസ്റ്റ് ആളെ തന്നെ ഒരു
പുറത്ത് പറയും പ്രശ്നമില്ല എന്നൊക്കെ. പക്ഷെ അവരും ഈ വീഡിയോസൊക്കെ അവരെ ഫാമിലിനെയും അവരെ ചിലപ്പം കുട്ടികളൊക്കെ കാണുന്നുണ്ട്. അവർക്ക് അപ്പോൾ രജിത്ത് നമുക്കിപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ ചീത്ത പറയുമ്പോൾ ഇപ്പോൾ രജിത്തിനായാലും പാരിസിനായാലും ആരെങ്കിലും കമൻറ്റിൽ തെറി വിളിക്കുന്നതോ വീട്ടുകാരെ വിളിക്കുമ്പോഴാകുമ്പോൾ എല്ലാവർക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും നമുക്കൊക്കെ സങ്കടം. അതേപോലെ എല്ലാവർക്കും ഉണ്ട് ഫ്രണ്ട്സ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഞാൻ അവരുടെ അടുത്തൊക്കെ പറയാറുണ്ട്, ഏതെങ്കിലും കമൻറ്റ് നിങ്ങൾക്ക് ഇതായി തോന്നുന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ആക്കാം. ഞാൻ ചിലപ്പോൾ ചില ഗസ്റ്റുകളൊക്കെ ഞാൻ ഇതാക്കിയിട്ടുണ്ട്, ഭയങ്കര മോശം രീതിയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനതെന്ത് ചെയ്യും, ഡിലീറ്റ് ആക്കും. എന്താ വെച്ചാൽ അവരെ കാണരുത് വിചാരിച്ചിട്ട്. എന്താ അവര് നോക്കിക്കഴിഞ്ഞാലേ മനസ്സിലാവും എല്ലാ തെറിവിളുകളും. അങ്ങനെ ഡിലീറ്റ് ചെയ്യാനാണെങ്കിൽ ആ കമന്റ്സുകളൊന്നും കാണൂല. അപ്പൊ അതൊക്കെ അവിടെ തന്നെ. പക്ഷെ ഗസ്റ്റുകളത് മീൻസ് പിന്നെ നമ്മളെ വിളിച്ചിട്ട് വരുന്ന ആൾക്കാരാണ്. ഗൈഡ് ലൈൻസിനെതിരെ പോകുന്ന കമന്റ്സ് നമ്മളായിട്ടൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല. അല്ല, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താന്ന് വെച്ചാൽ ഈ പോഡ്കാസ്റ്റ് കണ്ട് ഇപ്പോൾ കുറേ പേര് മോട്ടിവേറ്റ് ആയിട്ടുണ്ടാവും, എസ്പെഷ്യലി പുറത്തുള്ളവർ, നാട്ടിൻ്റെ പുറത്തുള്ളവർ. കാരണം എപ്പോഴും പോഡ്കാസ്റ്റ് നമ്മൾ കേരളത്തിൻ്റെ പുറത്ത് തുടങ്ങുമ്പോഴുള്ളൊരു ചാലഞ്ച് എന്താന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ ഗസ്റ്റുകൾ കുറേ അറിയുന്നവരെ കൊണ്ടുവരാൻ പറ്റും. ജസ്റ്റ് നമ്മൾ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ നമ്മൾ വിളിപ്പുറത്ത് ആൾക്കാരുണ്ടാവും. പക്ഷെ ഇവിടെയുള്ള റിസ്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് ആരുമില്ല, നമ്മുടെ കണ്ടന്റ് തന്നെയാണ് നമ്മുടെയും കണ്ടന്റ്, നമ്മൾ വിൽക്കുന്ന കണ്ടന്റ്. ഞാനും നിഷിനും പാരിസൊക്കെ എപ്പോഴും പറയും, നിഷിന് ഞങ്ങൾ തുടങ്ങിയപ്പോൾ നമുക്ക് ഇന്ന ആളെ കൊണ്ടുവരാം, ഇവിടെ കുറച്ചും പാടി പോപ്പുലറായി. അപ്പം ഞങ്ങൾ എന്താ പറഞ്ഞറിയാം, നമ്മളെ ചെക്കന്മാരുണ്ട്, ഒരുപാട് അറിയുന്ന കാര്യങ്ങളുണ്ട്, ഇവർക്കൊക്കെ ഇങ്ങനെ പറയാൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ല. ഇങ്ങനെ ഒരാളാണെന്ന് എനിക്കറിയില്ല സത്യം. അയാളെ കൂടുതൽ ഇരുത്തിയപ്പോഴാണ് ഇങ്ങനെ നിങ്ങൾ സത്യത്തിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ രീതിക്ക് ആ യൂട്യൂബേഴ്സിന്റെ കൂട്ടത്തിൽ എത്താൻ പറ്റും. വസീമിന് ക്രിക്കറ്റ് മാത്രമേ അറിയാന്നുള്ളൂ വിചാരിച്ചിരുന്നു. പക്ഷെ വസീം മാർഷൽ ആർട്സിന്റെ നന്നായിട്ട് പറഞ്ഞു. നമ്മളെ സഫ്തർ വന്നപ്പോ സഫ്തർ സംസാരിച്ച കാര്യം എല്ലാം നല്ല എല്ലാവർക്കും പൊട്ടൻഷ്യൽ ഉണ്ട്. ഇങ്ങനത്തെ ഒരു അവസരം അതായത് യൂസ് ചെയ്യുന്നില്ല, പ്ലാറ്റ്ഫോമാണ് നമ്മളിവിടെ. അനീസിന്റെ എപ്പിസോഡ് ഇപ്പൊ അനീസിനൊന്നും പാടിയും കൊണ്ടുവരണം എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അനീസിന്റെ എപ്പിസോഡായി കാര്യം നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്തിട്ടുണ്ടാവുക. എന്താ വെച്ചാൽ അനീസിൻ്റെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ എന്താ പറയുക ഒരുപാട് ലോങ് ആയി പോയ എപ്പിസോഡ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ അവിടെ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാതൊക്കെ പോയി. അതിലാവും എഡിറ്റിംഗ് കാര്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതെ, വേറൊന്നിലും ഇല്ല എഡിറ്റ് ചെയ്തിട്ട്. അത് മാത്രല്ല കേസ്, നമുക്ക് ഒരു പോഡ്കാസ്റ്റ് കഴിഞ്ഞ് എഡിറ്റ് ചെയ്യാനുള്ള സമയമോ അല്ലെങ്കിൽ കൺസ്ട്രെയിന്റ് നമുക്ക് ഉണ്ട്. കാരണം എല്ലാവരും വർക്ക് ചെയ്യണവരാണ്, കൂടുതൽ അങ്ങനെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻഫർമേഷൻസ് തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളെ സോഴ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ചെയ്യണത്. പിന്നെ എഡിറ്റിങ്ങിനും കൂടിയും ഇപ്പൊ നമ്മളിതിലൊരു ഫ്ലോയിലായി അല്ലേ. ഇപ്പൊ നമ്മള് എല്ലാരും ഇങ്ങനെ ദിവസം ആകുമ്പോ വരുന്നു, ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത പോലെ ആയി. കാര്യങ്ങളൊക്കെ ഒരു ഫ്ലോയില് പോകുന്നുണ്ട്. ഇനി പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത്, ഞങ്ങളൊരു വ്ളോഗ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ വീക്കെൻഡില് ഒരു ഫാം ഹൗസ് എടുത്തിട്ട് സർപ്രൈസ് ഇപ്പൊ തന്നെ 3.5 മണിക്കൂറായി ഓൾറെഡി. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ പിന്നെ ബൈ. താങ്ക് യു.